ചേട്ടാ നമ്മളെ ഗ്രാഫിക്സ് കാർഡ് എവിടെയാണ് പോയി സെർച്ച് ചെയ്യേണ്ടത്? മാനേജിൽ എവിടെയാണ്? ഗ്രാഫിക്സ് കാർഡ് എന്ത് സെർച്ച് ചെയ്യാനോ? അല്ല, ഗ്രാഫിക്സ് കാർഡിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി DXDAG റൺ ചെയ്താൽ മതി. DXDAG DIAG DXDIAG റൺ ചെയ്താൽ മതി. അപ്പൊ നിനക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേ എന്നുകൊണ്ട് 2 ഓപ്ഷൻ വരും. അതിൽ ഇന്റഗ്രേറ്റഡ് ഡെഡിക്കേറ്റഡ് ഉണ്ടാവും. ബ്രൗസ് കൊടുക്കണല്ലേ? അത് ബ്രൗസല്ല റൺ ചെയ്യും. വിൻഡോസ് കീയും ആറഞ്ച് കീ കഴിഞ്ഞാൽ റൺ ചെയ്യാൻ പറ്റും. DXDIAG. ഹലോ, ആരാണാ വന്നിരിക്കുന്നത്? ആരാ? അഭിനന്ദ്, ഹായ് ബ്രോ. എവിടെയാടാ നീ? എന്താ റിസപ്ഷന് വന്നിട്ട് ട്രെയിനിലേക്കാണല്ല? ട്രെയിനിലാണ്. സൂപ്പർ, അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് വരാം. ആള് കല്യാണത്തിന്. കല്യാണത്തിന് ട്രെയിനിലാണ് പോണ്. കേരളത്തിലുള്ളതെന്ന് അറിയില്ല. 4 hours ട്രാവൽ, അടിപൊളി. 4 മണിക്കൂർ ട്രെയിനിൽ. എവിടെയാണ് സ്ഥലം? എവിടെയാണ് ലോല? അതന്നെ NVIDIA ആപ്പ്, പച്ച കളർ. കൊല്ലം. സൂപ്പർ, കൊള്ളാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. ഫയൽ റീഫ്രഷ് കൊടുത്ത് കഴിഞ്ഞാൽ ഗെയിം ഒക്കെ ആഡ് ആയി പോകണം. അപ്പൊ ആ ഗെയിമിൽ GTA 5 എടുക്കുക, ഒപ്റ്റിമൈസ് കൊടുക്കുക. നിന്റെ കമ്പ്യൂട്ടറിന് ചിലപ്പോ ഭയങ്കര ലോ സ്പെക്ക് പറ്റുള്ളൂ അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിലിട്ടാ മതി. കാരണം ഈ വീഡിയോ കാരണം അവർ സെറ്റ് ചെയ്ത് തരും. അവരത്ര കാണിക്കണമെന്ന് അതിന്റെ അത്ര ഉള്ളൂ എന്നാണ്. കൊല്ലം കായംകുളത്താണ്. ഹലോ, വെൽക്കം ബ്രോ. കായംകുളത്ത് ലോലന്റെ ട്രെയിനിൽ കയറി കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോല രക്ഷപ്പെട്ട് നടാ. NVIDIA ആപ്പ് അതിന്റെ നിങ്ങൾ GT ഓൺലൈൻ ആയിരിക്കോ? ഇതല്ല, അല്ല, ഞാൻ NVIDIA ആപ്പ് ഓപ്പൺ കൊടുത്ത് ഓപ്പൺ ചെയ്യുമ്പം അങ്ങനെ വന്നിട്ട് എഴുതി കാണിക്കണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. പറഞ്ഞു കൊടുത്തേട്ടാ NVIDIA ആപ്പിന്റെ. അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുക. സ്ക്രീൻ ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയർ തന്നെ. ഡിസ്കോഡ് ഇതായി ഫോർമാറ്റ് പറഞ്ഞുതരാം. Your system configuration is not supported by this installer. A list of supported hardware. Uninstall ചെയ്തോ. യൂട്യൂബിൽ അടിച്ചു നോക്ക് നിന്റെ ഗ്രാഫിക്സ് കാർഡിന് എങ്ങനെ GTA 5 സെറ്റിംഗ്സ് ഇടാവും. നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കാം. അവര് പറയണ സെറ്റിംഗ്സിൽ ഇട്ടാ മതി. ലോ ഇട്ടിട്ട് അവർക്ക് ആംബിയന്റ് ഒക്കേഷനൊക്കെ എന്തെങ്കിലും കിട്ടിയാ കൊള്ളാം. ഇപ്പൊ കുറച്ചാളായാലും നമുക്ക് ഉണ്ടാവണം ഈ ലോ ഗ്രാഫിക്സ് കളിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിലും. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, കസ്റ്റം ലോ ഹൈ എന്നും വേണ്ട. ലോ ഇട്ടാ മതി. ലോ ഇട്ട് ഞാൻ മറ്റേ പടം വരച്ചായിരിക്കും, അത്ര ഉള്ളു. അതിന് കണ്ണമ്പറ ഒരു എന്നെ ചെയ്യണം, പോയി GP വാങ്ങിക്കണം. ഞാൻ മഞ്ഞ നേരം കളിക്കും. ഞാൻ വരട്ടെ, വരട്ടെ. കൊള്ളാൻ ഇവിടെ ഞാൻ തന്നെ GT കണ്ടിട്ട് കുറച്ചിട്ട് കളിക്കണമല്ലോ ആലോചിച്ചിരിക്കണേ. കാണാൻ തോന്നുന്നു. വരട്ടെ, വരൂ. ഓടിവാ നമ്മ ഒരുമിച്ച് ഓടിയല്ലേ. ഞാൻ ലോലാണ് ഓടി.
അല്ല പാട്ട് ആ പാട്ട് സെയിം ആണ്. ഓടി വാല വല്ല അല്ലെ. ഒരു 57 അങ്ങോട്ട് പൊക്ക് കാണണം ബ്രോ, ഒപ്പിക്കാൻ കിട്. വേറെ വല്ല പൊക്കാൻ പോയ പൊക്കായിരുന്നു. 5 വർഷത്തിന് യു ആർ സേഫ്. 5 അതിന്റെ മുകളിൽ നിങ്ങൾ ആര് വരുന്നുണ്ടും അതിന് മുകളിലും സേഫ് ആണ്. 50-70 സേഫ് അല്ല, 50-90 സേഫ് ഒന്നുമല്ല. പിന്നെ അവരെന്നെ കുറക്കോട, PC നോക്ക് നോക്കേടാ അവരിന്റെ ആ ആനുണ്ട്. എടാ അതെ, ഫോട്ടോ എടുക്കണതിന് മുന്നേ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഡിസ്പ്ലേ ടച്ച് ചെയ്യണം. അപ്പൊ ആ ലൈറ്റിന്റെ ഇത് അങ്ങോട്ട് പോയിട്ട് ഫോൺ ഒപ്റ്റിമൈസ് ചെയ്ത് അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള ഇതിൽ തരും. നീ ഫോൺ അങ്ങോട്ട് പുറത്തോട്ട് വെക്കുമ്പോ തന്നെ ഫുള്ള് കണ്ടില്ലേ വെള്ള വെളിച്ചം, അതങ്ങോട്ട് പോയി കിട്ടും. ഫോൺ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ഇതൊന്ന് ടച്ച് ചെയ്താൽ മതി. ഫോക്കസോ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ട്രെയിനിലിരുന്ന് ബോറടിക്കാണ്. പാട്ടൊക്കെ വെക്ക്, ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പാട്ടൊക്കെ വെക്ക്. ബോറടിക്കുന്ന ട്രെയിൻ ചാട്. ബോടാ വളത്തരം പറയത്. ചെക്കൻ ചാടിക്കഴിഞ്ഞാൽ ബോണേറ്റോളണം. തിരുവനന്തപുരത്തേക്കാണ് ഓണത്. എല്ലാം വിളിച്ചു പറയാനുണ്ടോ? അവിടെ നമുക്കൊരു മച്ചാനുണ്ടേ. ആ ശരിയാണ്. കൊല്ലം തായമ്പളം. ഫോൺ കേട്ടോടിച്ചോളൂ. പറഞ്ഞല്ലേ അങ്ങേര് ട്രെയിനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ ചാടിയാ മതി, പിന്നെ വലയിട്ട് പിടിച്ചോളാം. വലനിട്ട് പിടിക്കണോട്ടാ. നമ്മള് സെറ്റാണ്. കണ്ണമ്പ്രോ അലാറം അടിച്ചാ? സലാറാ ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള അലാറം. ട്രെയിനിന്റെ അല്ല, യുദ്ധത്തിന്റെ. ഓ മറ്റേ അത് അലാറടിച്ച് മെയിൻ്റെനൻസ് ആണ് നടക്കുന്നത്. നമുക്കിപ്പോൾ എക്സിബിഷൻ കളിക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് കാണും ബ്രോ? എന്നിട്ട് വെളിയിൽ നിന്ന് ഞാൻ അലാറം കേട്ട് വിളിച്ചിരുന്നല്ലേ? വല്ലവന്മാര് പറഞ്ഞാന്ന് നോക്കിയിരുന്നു. വല്ല ഫ്ലൈറ്റുകൾ മുകളിലൂടെ പോകണമെന്ന് നോക്കി. അപ്പൊ ഒന്നുമില്ല, അനക്കൊന്നുമില്ല. ഹെഡ്സെറ്റ് ഇട്ടാണ് ലൈവ് ആണെന്ന് വെൻബോണെ എക്സാമ്പിൾ കാണിക്കും. ഞാൻ ചെയ്യാന്ന് വെൻബോണെ ഒന്ന് ചാടി കാണിക്കാം. അപ്പൊ ഞാൻ ചെയ്യാം. ട്രെയിനിൽ കേറാറില്ല മച്ചാൻ, എനിക്ക് ഇഷ്ടല്ല. ട്രെയിൻ ഇഷ്ടല്ല. ഞാൻ ഓൺലൈൻ കാറ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫ്ലൈറ്റ്. അതേത് ഘട്ടം? വല്ല കടല കിടക്കണെങ്കിൽ ഇപ്പൊ കഴിയും. മെയിൻ്റെനൻസ് ഇപ്പൊ കഴിയുന്ന അറിയില്ല ബ്രോ. ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സിബിഷൻ കളിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അതാവാ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാറാണ്. അനുരഞ്ജ്, ഹലോ ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. ഐ ലൈക്ക് കാർ. ട്രെയിനിൽ ചാടണ്ട, മെട്രോ പാലത്തിൽ ചാടി കാണിച്ചാ മതി. മെട്രോ പാലൊന്നും ഇല്ലൂടെ, ഞാൻ തൃശ്ശൂരാണ് മച്ചാനെ. കായലരികത്താണ്. എന്നെ കണ്ണിനാളുണ്ട് കരളിനുരുളി പാട്ടില്ലേ കായലരികത്ത്? അത് തന്നെ ഡൂംസ്റ്റേ ചെയ്യണത്. അതല്ലേ അത് നോക്കണേ. എന്തണ്ടിയുടെ ഓൺലൈൻ ക്ലിക്കാമുള്ളല്ല. ഇവിടെ ഓൺലൈൻ വന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റോറിയിലുണ്ട്. ഇന്നാരൊക്കെയാണ് മച്ചാനെ വരാ? ആരെന്നറിയില്ല, എനിക്ക് കിട്ടിയ സാധനം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. 8ാമത്തെ ആനിവേഴ്സറി മൊബൈലിൽ നിന്ന് കിട്ടിയതാ. 3 മണിക്കൂർ മുന്നേ അപ്ഡേറ്റ് ആയ.
ആ ആനിവേഴ്സറി അതുണ്ടാക്കാനും ആനിവേഴ്സറിയാ ആരെന്നാവോ ഈ ഫുട്ബോളിന്റെ ആനിവേഴ്സറി ആരെയൊന്നും അറിയാൻ പാടില്ല. അങ്ങനൊക്കെ കാണിച്ച് കാണണം അല്ലേ? ചെക്കനെ സമാധാനിപ്പിക്കണ്. എന്തൊക്കെയോ വായിച്ചല്ലോ. മച്ചാനെ ഒരു കുറുമ എടുക്കട്ടെ. തരാൻ തറന്ന് കിട്ടിയതാ. വെൻബോൺ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. താഴേന്ന് കിട്ടിയാന്ന്. അഗിൻ സുഗതൻ, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. അജാനെ കൊണ്ട് പറയിപ്പിക്കരുതിട്ടാ. പറഞ്ഞാ കൂടി പോവും. വെൻബോൺ ഈസ് കലിപ്പ് കലിപ്പ്. പറഞ്ഞേ കണ്ണിനാണ് കാമണ്ണോട്ടം. ഏതാണ് വേണ്ട? സെറ്റപ്പ് സ്കോഡ് DLP അല്ലേ കഴിഞ്ഞല്ലേ? സെറ്റപ്പ് കാഞ്ചാലി റെസ്ക്യൂ മച്ചേനെന്തായാലും പറയണ്ട. കാഞ്ചാലി കഴിഞ്ഞിട്ടില്ല. ഫിനാലെ ഒരെണ്ണം ഉണ്ടോ നോക്ക് ഏതെങ്കിലും ഫോണില്. ഇത് 3 ഫിനാലെയാണ്. 2 റെസ്ക്യൂ ഏജന്റ് 14 സെറ്റപ്പ് കാഞ്ചാലി ഗജല്ലേ. ബൈ ടൈപ്പ് ചെയ്ത് VC-ലോട്ടല്ല സെക്ഷനിലോട്ട് വരേണ്ടതാണ്. സെക്ഷനിലോട്ടല്ല ടൗണിന്റെ പേര് വന്നില്ല. Hello and welcome one and all. The atmosphere building very nicely here. Gorgeous evening. The skies are clear, the noise is fervent, the atmosphere frenetic. Commentary familiarity about these scenes here. The followers of one of the most formidable teams in the history of football, ensuring that this will be an occasion of the game's ultimate glitter. കമന്റ് കേൾക്കാൻ പറ്റണമെന്ന് just because there's nothing resting on it, Peter, it lose its edge, and certainly not when you're facing opponents like this. So I hope the players will approach this with real professionalism. Well, it's a formation, this, Jim, with a packed midfield, isn't it? Yeah, and it allows for a lot of flexibility, Peter. You know, combative without the ball, expansive with it. It's a system that's naturally going to ask an awful lot from your central striker, but also for anyone positioned out wide. You're the key supply route, and at the same time, the defensive cover. So, effectively, you're the lungs and legs of the team. ഇതാണത്. ഭാഗ്യത്തിന് വെള്ളപ്പൊക്കം വന്നില്ല. അവൻ കേക്കണ്ട. കുറുമ എടുത്തോ കുറുമേ അജനെ കുറുമ കാണുന്നില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. അത് മതി. കിട്ടി കുറുമ കിട്ടി. എന്തുകൊണ്ടോ ഞാൻ വെള്ളപ്പൊക്കം വന്നില്ല. എന്റെ അവിടെ വെള്ളപ്പൊക്കം വന്നില്ല, മഴ പെയ്തു. എന്താണ്
എറണാകുളമുള്ളേ അവിടെ പൊന്താ കാത്തിരിക്കുന്നു. താമകം തുറന്നുവിടാം, എല്ലാം ബുദ്ധിക്കോളും. ഞാൻ ഓടിക്കാം, നാളെ വണ്ടി ഓടിക്കാം. ഇവിടെ ബെൻബോൺ കുർമ, ബെൻബോൺ കുർമ, ബെൻബോൺ കുർമ, കുർമ കുർമ ബിംബം കുർമ 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 ബിംബം കുർമ. ഞാൻ ഡോറടക്കേണ്ടതാണ്. ഭാഗ്യം ഫുള്ള് വായിച്ചില്ല, ഞാൻ വായിച്ചില്ല. നീ വായിക്കരുന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വായിച്ചില്ല. എടുത്ത് വെച്ചോ. തുടങ്ങാം നമുക്ക്. And we're underway. Yamal. Jim, who do you reckon is pivotal? I don't think we've seen a dribbler as good as this guy. Vinicius Junior in some. Oh, what a climb! Lovely take, but that is where it stops. Beautifully worked to take the defence out of the picture, but there'll be no rush to see the replay on this. De Jong. That's the kind of movement which raises hope. Can he finish? Hits off target and by quite a way. Well, we were anticipating this. They're very much set for the counter attack, and I don't see it changing. സ്ട്രീമിലില്ല ഡിസ്കോഡിങ്, എന്താ പ്രശ്നം? സ്ട്രീമിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ കുഴപ്പമില്ല. നമുക്ക് ചെയ്യാം. അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്നത്. പഴയ പ്ലെയറാണ്. അത് നീഡ് ഫോർ സ്പീഡ് അല്ലേ? ടോക്കിയോ ഡ്രിഫ്റ്റ് ആണ്. സോറി. അകത്തുള്ള സാധനമൊക്കെ പൊട്ടിക്കണേ. വേണമെങ്കിൽ ഇറങ്ങി അടിച്ചോ. കുറുമ ഓട്ടും പേടിക്കണ്ട. Hello bro, welcome to the stream bro. Nawal KP, welcome bro. Mendy. That'll be a throw. അവിടെ അകത്ത് രണ്ടെണ്ണം. Here's Traoré. Lewandowski. Couldn't quite squeeze that one through. Valverde. Quick to get it back. Trying forward. A good ball, and this looks Yamal. Now who's going to be first to it? And he's following up. Goal! Barcelona are in front. That's wonderfully done. Crisp hit, true finish. Lewandowski simply knew the ball was asking to be hit first time because of the way it arrived. And boy, did he hit it. ട്രെയിനിലോട്ട് റേഞ്ചില്ല, കുഴപ്പമില്ലാടാ, നെറ്റ് തീർക്കണ്ട. അടച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ വാ, അടിച്ചു പൊളിക്ക്. എടാ കുട്ടിലോനല്ല, കോയിന് എത്ര വേണ്ട?
So we have had the first 153. significant moment. It is 1-0. ആൽബർട്ടോനെ വരെ വെട്ടിച്ച്. Well, the roof's just about stayed on, but the crowd level has gone up a notch or 10. പറയാൻ പറ്റില്ല. Good ball over the top. Goalkeeper's ball. If you have just joined us, still just one goal between them. And the score is 1-0. He's had it taken off him. Lewandowski! Defending of the desperate variety. Now it's Dani Olmo. And the shot! That's a look and place it forward. And now the breakaway. Dani Ceballos. I think that's offside. Yes, it is. അവർ ഇട്ടോ അത് ഞാൻ പറഞ്ഞ നോക്കിയടാ. ഞാൻ സെറ്റ് ചെയ്യണത് അതിനൊരു കമാൻഡ് ഓടിക്കണേ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കണത് ഇന്നലെ രാത്രി നോക്കി. അതിന് ഓണാക്കണത്. It's just beyond his reach. Danger averted for now. Rodrigo. Dani Olmo. It's Lewandowski. He's been caught up. That's another chance. Big relief. It just needed better contact. Another example of how comfortable this team is on the break. Ceballos. And here's Lewandowski. De Jong. And that is doing no harm at all. Barcelona just served up a reminder of how good they can be on the break. Their method is clear. Rodrigo. He's just misjudged that one. Tchouaméni. Bellingham. Oh, good spread. Shifted upfield. They've got rid. Oh, that was vital. Mendy in with the challenge. Dani Olmo. Yamal! Lucas Vazquez. ഞാൻ ഇട്ട ഫോട്ടോ എന്റെ ഫേസ് ഇല്ലല്ലോ ഫേസ് ഇല്ലല്ലോ. Vinicius Junior. Now it's Bellingham. ലോലനെ. They've got to be quick moving this forward. Oh, they could be caught out here. He's found the now the finish. He scores. They have breathing space. Really tidily gathered and ultimately a more than tidy finish. Peter, that was just a defensive act of generosity that was always going to have a painful ending. Barcelona are now luxuriating in a 2-goal lead. We're looking at a very different game now. The command has been established. Half-time coming up, and little doubt as to which of the two sides is the happier. He's tried one! It goes to show he is human after all. Barcelona certainly look a very capable team. They're direct, they're quick, and to be honest, they're full of belief that it'll pay off. He's shifting through the gears here. Pedri. Dani Olmo. Now it's Lewandowski. Yes! Hot knife through butter. They have done it again. Like a preconceived plan, win the ball and then unleash.
2 goals on the day, and he may not yet be done. ഞാൻ നിങ്ങളോടൊന്ന് കളിക്കാൻ വരാൻ പറഞ്ഞാലേ ഞാൻ വരണ്ടേ? അതെ, ഇന്നലെ പറഞ്ഞതല്ലേ, ബ്രോ വിളിച്ചതല്ലേ. ബ്രോ പെട്ടെന്ന് മറക്കണം അല്ലേ? ഞാൻ പോയി ട്രക്ക് ഓടിക്കാനേ. എടാ 50 മണിക്കൂർ തയ്ച്ചു കഴിഞ്ഞാൽ കാർ ഇട്ട് വിട്ടാ. Barcelona find a position of real strength. 7 ദിവസം ഉള്ളൂ. And things are much healthier in their favor. Mind you, you would have it's Lewandowski. 7 ദിവസത്തിനുള്ളിൽ 50 മണിക്കൂർ എത്തിക്കണം. Football shot and save. All he'll be thinking is 5 ദിവസം കൊണ്ട് 60 മണിക്കൂർ എത്തിക്കണം. 12 മണിക്കൂർ കളിക്കണ്ടെങ്കിൽ. we have our very first corner. അല്ല ഞാനൊരു കളിക്കണ 6 മണിക്കൂർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിനക്ക് 10 ദിവസം ഉണ്ടെങ്കിൽ 60 മണിക്കൂർ ആവുള്ളൂ. 9 ദിവസം ഉണ്ടെങ്കിൽ 54 മണിക്കൂർ ആവുള്ളൂ. Barcelona have scored 2 quick goals here. Habrá 2 minutos de descuento. അതങ്ങോട്ട് മറന്നേക്കാം. Lucas Vázquez. അതില്ല പേട്ട വണ്ടിയായിരിക്കും. Mendy. അങ്ങനെയല്ല. And that's another good win of the ball. അല്ലല്ലോ ഇലക്ട്രിക് ഒരു പിക്കപ്പിനടി കണ്ണാക്കി തരുവാടി. Referee's had a look and he's blown his whistle for half time. Well, the contrast in റമീസ് DC എടുത്തിട്ട് മുകളിലോട്ട് നോക്ക്, എന്റെ ഫോട്ടോ ഉണ്ടെന്ന്. ആടാ ഓക്കെ. വെൻബോണ് കാണണ്ട. എവിടെ ഇല്ലല്ലോ. ലോലാപ്പിയുടെ ഫോട്ടോ ഇല്ല. ലോലാപ്പി അതെ അതെ വേറെ സെഷനിലായിരിക്കും അടുത്ത വിഷയം. ഓക്കെ, നമ്മ സെക്ഷനെ വന്നില്ലല്ലോ. സെഷൻ തന്നെ അല്ല നേരത്തെ. നമ്മളെ ഒരു സ്റ്റീം അക്കൗണ്ട് ID പാസ് ആരുടെയും കയ്യില് നിന്ന് മേടിക്കുമ്പോ അതിൽ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഗെയിമൊക്കെ നമ്മള് പിന്നെ പർച്ചേസ് ചെയ്യണോ അതോ ഡൗൺലോഡ് ആക്കിയാൽ മാത്രം മതി? ഡൗൺലോഡ് ആക്കിയാൽ മതി ബ്രോ. ഓൾറെഡി നമ്മൾ സ്റ്റീം അക്കൗണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഡൗൺലോഡ് ആക്കിയാൽ മതി. ഓൾറെഡി ഒരു ID നമ്മൾ പർച്ചേസ് കഴിഞ്ഞാൽ ID എല്ലാ കാലത്തും കിടക്കും. പിന്നെ വേറെ ആൾ ഇൻസ്റ്റാൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് വേറെ ചെയ്യേണ്ട കാര്യമില്ല. Time and again they are repelled. Oh, that's a key interception. How many interceptions have we seen now? Someone's got to up the quality and set an example. He has found the way through. Valverde. It's Bellingham. Now it's Lewandowski. Look at the space. നമ്മളെ ഈസി That is rather wayward. DC നോക്ക്, ഞാൻ നോക്കിയാടാ. ഗെയിം കളിക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയല്ലേ. ലാസ്റ്റ് ആണ്ടാ ഒന്നുമില്ല, DC ഒന്നും വന്നിട്ടില്ല. ഓക്കെ ഇപ്പൊ വണ്ടിയിൽ ഏതൊക്കെയാണ് കണ്ടത്? വണ്ടിയിൽ ഏതൊക്കെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയി നോക്കണോ വേനിട്ട്? വേറെ ആരെങ്കിലും കണ്ണുണ്ടെങ്കിൽ അതില് എന്റെ അങ്ങനത്തെ കണ്ണൊന്നുമില്ല. ലൈസർ അങ്ങനത്തെ ഒന്നുമില്ല. ഗൂഗിൾ ചെയ്യോ? ഇന്നലെ അയച്ച ഫോട്ടോ അല്ല ഞാൻ കണ്ടിരുന്നു. ഗൂഗിൾ ചെയ്യാൻ പറ്റുമോ? Coming under serious pressure here. Well, to be fair to that defence, it's nigh on impossible to cater for such astute movement, but at least eventually they've made the right call. Dani Olmo does really well to win the ball there, and that should get the job done. Lucas Vázquez. അല്ലല്ലേ? അല്ലല്ല, La asistencia es ഞാൻ അടിച്ചോളാം. RPG ഉണ്ടല്ലേ? RPG
Oh, well played, well sorted out. De Jong. And the finish. Oh, extraordinary. Barcelona were again presented with an opportunity to break. കൊണ്ടുപോടിയാ മതി. ഇൻവൈറ്റ് വന്നെങ്കിൽ ദയവ് ചെയ്ത് കയറേണ്ടതാണ്. Rodrigo. Now it's Vinicius Junior. Vinicius Junior proves just a little bit too strong. Araujo played with finesse. Well played. That has snuffed out the danger. And he welcomes it in. And this is Lewandowski. And the shots! Carol. Comfort! Yet more comfort! Easy away. The lightness of step, the sharpness of movement, the certainty of finish. Yeah, that's what the game is all about. Excitement and entertainment. What a lovely moment. Clinical, just clinical. What a game this is turning out to be for him. This is frightening football. He has increased defensive fear on the way to that hat-trick. Okay. GTA ഡൗൺലോഡ് ആക്കിയ ഇപ്പോ ആരും യൂസ് ചെയ്യാതെ ഒരു സ്റ്റീം അക്കൗണ്ട് തരുവോ? എടാ, ആരും യൂസ് ചെയ്യാതെ GTA ആരെല്ലാം ഉള്ളത്? ആരങ്ങനെ കൊടുക്കുക? 2 ലക്ഷം രൂപ എന്ന പെൻ പോകാൻ തരാം. 5 കോടി തന്നെ ഞാൻ ഇപ്പൊ തരാം. 5 കോടി 2 ലക്ഷം 5 കോടി. അങ്ങനെ അവന് 100 സ്റ്റീം അക്കൗണ്ട് മേടിക്കാമല്ലോ. 100 ലക്ഷക്കണക്കിന് മേടിക്കാം. It's a loose ball. കണ്ണിനാണൽക്കാമണ്ണോട്ടം. ഇല്ലടാ കേട്ടോ. Corner number 2 then. Mbappe gets it away. Madrid are looking to go forward now. That is a brilliant interception. Taken back almost at once. അയ്യോ, എന്റെ $4000 പോയേ. അയ്യോ, ഫ്രണ്ടിൽ നിന്ന് അടിക്കണം. ഈനൊക്കെ മറ്റേ തിരിഞ്ഞുപോയി. പറഞ്ഞ എല്ലാവരും പറയാം. Lucas Vazquez. Oh, that's fabulous. Lewandowski! Valverde clears it away. Pablo Torre! It's run loose. Who's going to get there? അടുത്ത ചാൻസ് മിസ്. മിസ്സോ മിസ്. തീർക്ക്. പിന്നെ എല്ലാം കഷ്ണം. We have got changes here from both sides, in fact. Serán sustituidos por Mendy. El dorsal 10. Se va a Valverde. un cambio de jugadores. Lucas Vazquez. Mbappe. Excellent challenge there, uncompromising. Oh, that's a nice ball. Now it's Ferran Torres. Big chance! He's kicked it out. That's a great save. Well, we were anticipating this. They're very much set up for the counter-attack, and I don't see it changing anytime soon. Has a go! And that's past the post.
Tchouameni for Valverde. Mbappe. Valverde. Now it's Brahim Diaz. Variety is the spice of നിനക്ക് football അതൊക്കെ you കേൾക്കാല്ലേ? love too. They need to alter their approach and start shifting this ball out wide. Real Madrid. ഏയ് അവരേതാണ്. Rudiger. ഞാൻ ഇതാണ് ബാഴ്സയാണ് ബാഴ്സ. Habrá 3 minutos de descuento. Ferran Torres. Too heavy. Keeper can pick that up. Alaba. Araujo. He won't be happy with that one. It's the sort of situation they'll want to capitalise on now. Brings it to a close. So a real showpiece win. This lot was simply far too clever for their opponents, and despite their best endeavours, it has ended in an easy win. ഒരാൾ ഫ്രണ്ടിലേക്ക് ഒരാൾ ബാക്ക് ചെയ്യുക. ഞാൻ അങ്ങനെ ബാക്ക് ചെയ്യുന്ന അമ്മ അടിക്കുക, നിങ്ങൾ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ ശ്രദ്ധ മാറ്റി അടിക്കുക. മനസ്സിലായ? പിന്നെ അടുത്ത എക്സിബിഷന് പോവാണ്. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, പേടിക്കണ്ട. ആർക്ക് പേടി? നമ്മുടെ കൂടെ ഉള്ളതാണ് പേടി. ഇല്ല, മാസ് കളിക്കും. ബറോട്ട് അടിക്കാൻ പോലെ നമ്മളെ അടിക്കും. അതെ. മുഹമ്മദ് റൈഹാൻ, ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. എന്നാലും ഇതെങ്ങനെ നിങ്ങൾക്ക് കേൾക്കണം എനിക്ക് മനസ്സിലായില്ല. സ്ട്രീമിന്റെ അകത്ത് കേൾക്കാനുള്ള ഡിസ്കോഡിന്റെ പ്രശ്നമൊന്നും, അല്ലെങ്കിൽ വൈഡ് ഹെഡ്സെറ്റിന്റെ പ്രശ്നമായിരിക്കും. ബ്രോ നീ അറിഞ്ഞോ? തടിയന്മാരെ ലേസർ അടിക്കണോ നല്ലത്, അല്ല അടിക്കണോ നല്ലത്? എനിക്ക് തന്നെ അതാണ് അറിയാൻ. ലൈസർ അല്ലെങ്കിൽ വിനീഗർ. ലൈസറാണ് കുറച്ചും കൂടി പവർ. ആണല്ലേ? ആ, അത്രേ ഉള്ളൂ. എന്റെ പറഞ്ഞ ഒന്നുമില്ല. ബെന്മോടെ ഓപ്പോസിറ്റ് ഒന്നും ഇല്ലേ? ഞാൻ ബാക്കിലോട്ട് ഒന്ന് അടിക്കും. നിങ്ങളെ ഫ്രണ്ട് ബാക്കിലുണ്ട്, കണ്ടാ? ഇടയ്ക്ക് ഈ മാറ്റിയാ മതി, എന്നിട്ട് ഒരു കവറിൽ നിന്നാ മതി. ഞാൻ അവന്മാര് ബാക്കിൽ ഇതാ ഇപ്പൊ ഓടി പോവേണം. ബാക്കിലോക്കി എന്നെ കാണാം. ഈസിയായി പേടിക്കുന്നത് പോലെ എത്ര കടകുള പോലെ കണ്ടംപഴിയോട് അവിടെ നിന്നാ മതി. അവന്മാർക്ക് രണ്ട് സൈഡ് മാറി മാറി അവന്മാർക്ക് പാടാണ് അങ്ങനെ നിൽക്കുക. ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്മാർ അടിക്കുന്നത്. അങ്ങനെയാണ് അവന്മാർ അടിക്കുന്നത്. മണ്ടന്മാരുണ്ട്. മുകളത്തെ വായിക്കണം. മീസ വായിച്ചടാ, ഞാൻ വായിച്ചല്ലോ എല്ലാനും. ണല്ലേ വായിച്ചു വായിച്ചു. Welcome to those who have joined us all here on a beautiful clear evening. The conditions contributing to a fantastic atmosphere in the stands. This really is the place to be. എടാ റെയിൽ ഗണ്ണ റെയിൽ ഗണ്ണ ചുരുക്കി റോഡ് കത്തിക്കോളോ. Noisiest corners of the footballing world. Low decibel spare in this collective chorus. റെയിൽ കണ്ണമാനെ കേൾക്കണല്ലോ.
This one always matters. Well, exhibition match sounds like an easy game of football, Peter, and a picture-perfect occasion until the word pride gets a mention. And it's likely to have quite a big say between teams that could easily be sucked into an excuse for another feud. Why let an exhibition match get in the way of that? So these two will be going at it very, very strongly. എന്റെ പപ്പ ഇവനെ വെറുതെ കിടന്ന് ഓടണം ഇരി വെട്ടിയാ മതി. ഞങ്ങളുടെ ബാക്കിലുണ്ട് ബാക്ക് ഞാൻ കയറണേ പതുക്കെ കയറി അവനെ നോയിക്കോട്ടാ. So we're up and running. Bellingham looking to get on the end of this. He's been picked up. Great hit! Can you think of a better way to have started this game? Talk about how to stamp your authority on things. You've just seen it. That was fabulous. The most adept of touches, the smoothest of finishes. Well, I think he knew all he had to do was get it under control, and it was always going to end up in the back of the net thereafter. Kalau lepule kappa bani ban. ഞാൻ ബുള്ളറ്റ് മേടിക്കട്ടെ. Okay. They have what they wanted, the first breakthrough. Well, that's changed the mood entirely, as you'd expect, Peter. It'll be fascinating now to see what kind of reaction it will cause. Dani Olmo, Mbappe, Camavinga. That has been cut short. Bellingham. Shot a goal! He's got a goal! Not one, but two. It is a dream start. It was wonderful vision to see the movement ahead. And how about the weight of that pass? Ideal. Kadavula pole. Pushana. Things starting to look very comfortable. Well, their manager seems to have them always... Oh, what a mistake! Oh, he's burst through! Vinicius Junior! Now, who's going to be first to this? ആ ബിൽഡിംഗ് കയറുമ്പോൾ ഒരുത്തങ്ങളുടെ വരും. നേരത്തെ നിന്ന് ഓപ്പോസിറ്റ് നിന്ന് അവന്റെ ശ്രദ്ധ തിരിഞ്ഞ് ബാക്കിൽ നിന്ന് അടിക്കും. Carvajal. Oh, he couldn't quite make it. And now they can clear their lines. Oh, it's a promising build up. There's plenty of really nice passing. Vinicius Junior! Madrid comfortable already. 2 to the good and flying. Now it's Vinicius Junior! Yamal. Madrid have scored 2 quick goals here and are firmly in the driving seat. 2-0 the score. Pedri. Barcelona disappointing in the end there. They lack urgency. Rafinha engages and forces him off the ball.
No, that's been intercepted. And Kunde. No, he's not played the ball, that's a foul. കടവുള്ള പോലെ ഞാൻ തടിയന്മാര് വരും വീണ്ടും അറിഞ്ഞൂടാ, ഐഡിയില്ല. വന്നാൽ നമ്മൾ ഞാൻ വന്നില്ല. ദൈവമുണ്ട് കണ്ണം ബ്രോ, ദൈവമുണ്ട്. അടുക്കൂല എന്തായാലും. Lucas Vazquez. Now it's Bellingham. Over to the left. Great ball. Can he finish? And it's there! And they are cruising away. Perhaps deserves a little bit of sympathy here, because that's a goalkeeper's nightmare. It's clear that the keeper was unsighted by his defence, and by the time he picked up the flight of that, it was too late. number yang gue boy. A case now of complete control. Ferran Torres. Bellingham. Now Mendy. And here's Vinicius Junior. Now it's Vinicius Junior. He scores! Hot knife through butter. They have done it again. The keeper deserves some sympathy there. He may not have seen that until too late. Clinical, just clinical. What a game this is turning out to be for him. This is frightening football. He has increased defensive fear on the way to that hat-trick. Madrid are having a ball here. To be expected, Peter. They've gone and stepped it up. Something they've been threatening to do and will continue to do by the looks of it. Mendy. He's coming up to the 30-minute mark. Rudiger does well to get it back. Mbappe. Welcomes it in. Oh, that's well spotted. De Jong. Dani Olmo. Yamal. He's through here. Courtois catches it. Arunanj, hi bro, welcome to the stream bro. Oh, that's a key interception. De Jong. Anuranj, okay. Very good boy. Illa, Kunde cuts it out. Yamal. Mbappe. Done delicately. Mendy is in a really good position out wide. Rafinha. The pressing's intense and it's paid off. And it's Lucas Vazquez. Carvajal. Madrid looking forward to the break after some very good work in the first 45 minutes. Mbappe given the lift of his goal. Vinicius Junior. Vinicius Junior! Terrific header. And ultimately harmless.
ഞാൻ മ്യൂട്ട് ഇട്ട് നോക്കിയാണ്ട ഇല്ലില്ല. കമന്ററി അങ്ങോട്ട് പോകണ്ടോന്ന് അറിയാനേ. അത് ഞാൻ ഒരെണ്ണം തീർത്തേ. രണ്ടും തീർന്നു. ഓക്കെ. De Jong. ഇനി ഒരെണ്ണം റണ്ണാന്ന് നോക്കിയോ. That's a good ball played into space. It's Pedri. Oh, he's certainly caught it വണ്ടി there. It's a ഹെലികോപ്റ്റർ free kick. തീർത്തില്ലേ? ഇല്ലില്ല. ഇനി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം ഉണ്ട്. ഒരു ജഗർനോട്ടുണ്ട്. ഞാൻ പോയി തീർത്തോ. Kubasi. നിങ്ങൾ വന്നോ? De Jong. അറിയോ? ഫ്രണ്ടില് ഏറ്റവും ഫ്രണ്ടില്. ഓ ആ Mbappe. മറ്റേ അങ്ങേര് പോയി ചത്ത്. ഏജന്റിന്റെ Vinicius ഫ്രണ്ടിലായിരുന്നു. Junior. That is നമ്മൾ good കറങ്ങി വരണമെന്നാണ് alertness. എനിക്ക് തോന്നുന്നത്. Rafinha. ഏജന്റ് അവന് വായിക്കാത്തോ. Ferran Torres. റോഡില് Oh, well played, well sorted out. Carvajal. Camavinga. And here's Vinicius Junior. Has a shot. Oh, he's kept it out. That's a അതിന് വന്ന great ഫ്ലൈറ്റിൽ save. കയറിയ There is the half-time ഇതിന് whistle. പ്രശ്നമൊന്നുമില്ല. ഫോണെ കുഞ്ഞി മൊബൈലിലാണ് വെച്ചേക്കണത്. പകലാണ് കൊണ്ടുവച്ചേക്കണത്. അതിനൊക്കെ അവന്റെ അങ്ങോട്ട് വായിക്കാൻ കണ്ണെത്തള്ള. Ripping things up big time here. Yeah, I think the first half performance that showed attack being the best form of defence. If they're in the face of the opposition that much, then there's little they can do in return. റോഡ് വഴി പോളെ. I'm not sure how long they can keep the intensity and the tempo up, but it's certainly paid off so far. Oh. Madrid Brilliant, have been nothing short of awesome in the first 45 minutes. A truly memorable performance on all counts, and it has to be said this match is well and truly already won. പിള്ളേരെ തോന്നുന്നു. പോയാ നമ്മളെ കേൾക്കാമോ? പതുക്കെ കളിച്ചാൽ സീനില്ല പതുക്കെ കളിച്ചാൽ. കേറിടുകാനാ റൈറ്റിൽ എടുത്തോണ്ട് കാറ് അവിടെ താഴെയുള്ള മരം ഞാൻ അടിച്ചോളാം. താഴെയുള്ള മരം ഞാൻ അടിച്ചോളാം. മുകളിലുള്ള നിങ്ങൾ അടിച്ചോ. അല്ല താഴെയുള്ള നിങ്ങൾ അടിച്ചോ. മുകളിലുള്ള ഹെലികോപ്റ്റർ അടിച്ചോളാം. അതൊക്കെ ലൈഫ് അടിച്ചാൽ സമയമുണ്ട്. ലൈഫ് ഉണ്ടെങ്കിൽ അടിച്ചോ. ലൈഫ് ഉണ്ടെങ്കിൽ അടിച്ചോ. അത് കളിച്ചാൽ മതി. ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറഞ്ഞില്ലല്ലേ? പിള്ളേരെ ബെൻമോന് തൊട്ട് നമ്മൾ എന്താ സീനാണല്ലോ അറിയാലോ.
ബൈക്ക് വന്നാൽ ബൈക്ക് വന്നാൽ അതൊക്കെ വന്നാൽ മതി അതൊക്കെ വന്നു. Muhammad Raihan, hi bro, welcome again bro. Rafinha. Camavinga. Mendy. Now Mbappe. That's positional gold, the utilisation of space. Mbappe. Mbappe! Oh, great effort, but he's produced a save to match. Another example of how comfortable this team is on the break. നല്ല മൈക്കി കൂടി സൗണ്ട് വരേണ്ട സ്കോഡിന്റെ അകത്ത് ലൈവ് ഈ പ്രശ്നമില്ല. ഇവിടെ കുറച്ച് സൗണ്ട് കൂടുതലാണ്. And we have our very first corner. ഇല്ല ഡിസ്കോഡിന്റെ മൈക്കാനും കണ്ട് മറ്റേ ഒന്നും കുഴപ്പമില്ല. He's gone for goal! Oh, impressive strike. Well, I think a little eagerness just got the better of him. He may have been thinking about back page headlines there. Rafinha. Bellingham. Mbappe. Vinicius Junior. Decent hit! It's in! And this is getting ridiculous. Borderline crazy. Okay. Well, I think we've reached the point when even damage limitations is ഫ്രണ്ടിൽ കൂടെ no പോയി longer കളയാ. an option. ഒരുത്തം തീർന്നേ നമ്മളെ കാലിലാണ് വേണ്ടി കാലിന് വേണ്ടിയിട്ട് നമ്മൾ തീരും കേട്ടാ. തീർന്ന് ഫ്രണ്ടിൽ കൂടെ ഓടിവാ. ഫ്രണ്ടില് അവിടെ തീർന്നു. അവ കഴിഞ്ഞ് ഫ്രണ്ടില് It's become a case of men against boys. Well, that had the makings of something quite promising, but Vinicius Junior! നമ്മുടെ സൈഡിൽ രണ്ടെണ്ണം പറയുന്നുണ്ട് അമ്മയൊക്കെ തീർക്കുന്നു. And it adds further to a heavily one-sided scoreline. This is getting punishing. It's a mass exodus now. Certain sections of the stadium are leaving in droves, and you can't blame them. അത് വന്നില്ല. നമ്മളെ മന്നേരുടെ അടുത്ത് പോകുമ്പം നിങ്ങളൊന്ന് മന്നേരുടെ അടുത്ത് പതുക്കെ പോവോ? അപ്പോഴത്തേക്ക് ഞാൻ ഈ ഏതിന്റെ കൂടെ പോകാം. ആ മന്നേരുടെ അടിക്കണേ. ചിലപ്പോൾ ആരെങ്കിലും ചെറുതായിട്ട് കാണും. ഇവിടെ നീ അടിച്ച് നിൽപ്പുണ്ടല്ലോ. നിങ്ങൾ മഞ്ഞ എത്തുമ്പം ചിലപ്പോൾ വരും തടിയാൻ. Well, they're very much the better team at the moment, Peter, and no doubt will be looking to cause even more damage here. Big chance! Has a goal! It's anyone's ball now. De Jong. Yamal. And he has been fouled there. Dani Olmo. It's Vinicius Junior. Bellingham looking to shake off some unwanted attention. Oh, look, Peter, this has been... He goes again. They've scored! They are getting horribly bullied, and it seems there is plenty more to come. Yeah, it has become ugly for one, but the other is still delivering beauty. And with that, the hat-trick is complete. Well, he's been on a crusade, and his first goal seemed to just whet the appetite. ഞാൻ കാലിലടിച്ചോളാം. അവിടെ നിന്നോ, ഞാൻ കാലിലടിച്ചോളാം. ഇല്ല ഞാൻ അവന്മാർ അടിച്ച് പപ്പടാക്കും. തീർന്നു. ഏജന്റിന് കുറെ വീഡിയോ ഉണ്ടോനാ പറയുന്നത്. ആ ഫ്രണ്ടിൽ നിൽക്കണവന്മാരങ്ങ് തീർക്കണം. No doubt as to who has the momentum here now. The only doubt is how many is coming. നല്ല വെടിയുണ്ടല്ലേ. Now it's Mbappe. Rudiger. Mendy. He's in plenty of space here. Mendy.
Late ഓടിക്കണം. So time for change, and this one has been on the cards for a little while. Yeah, their position is a dominant one now, Peter, so introducing one of the youngsters for some added experience is bang on. Se va a producir un cambio de jugadores. El dorsal 7 será reemplazado por el dorsal 16. Madrid perhaps contemplating their next change here. And no ഇങ്ങനെ പോകാൻ വേണ്ടി says it all. A piercing stare. Oh, that just required a bit more oomph to reach its target. Rudiger. Oh, played through for the wide man. Finds himself unceremoniously floored. Bellingham. Dani Olmo. It's Pedri. Dani Olmo. Almost 75 minutes on the clock now. And the shots! Goalkeeper's ball. They're looking at the referee, but he's waved play on. Dani Olmo are certainly playing with an intense focus in executing their plan here. Yamal. Oh, good looking ball. Szczesny can claim that. Rafinha. Mbappe. He's put his foot right through that one. Se va a producir un cambio de jugadores. El dorsal Both sides then taking this chance to turn to their benches. serán sustituidos por el dorsal 15. El Pedri. dorsal 42. Madrid will have one further opportunity to make a substitution after this, their latest change. Played back. He's got a side of goal. Put out the best in the keeper. Well, Peter, he clearly felt he was being invited to shoot, and it wasn't the worst decision he could have made. ഞാനും കണ്ണും ബ്രോ അങ്ങനെ കൊണ്ടുവരുത്തിരിക്കുകയാണ്. Se va a realizar un cambio de jugadores. Madrid have their second corner now. അവിവാദങ്ങൾ Cleared without hesitation. അർപ്പിച്ചുകൊള്ളുന്നു. Barcelona have the chance to go the other way. നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. Yamal into the last 5 minutes. Played out to the left flank. Fermin. ബ്ലാക്ക് സ്ക്രീൻ ആണല്ലോ മച്ചാനെ. Look, movement creates more options, and that was really sharply done. De Jong. Pedri. Time and again they are repelled. Where is Brazil? Pablo Torre. Yamal. 5 minutes to add. Mbappe. Good ball over the top. Szczesny deals with it effortlessly. Fermin. Tchouaméni. Madrid clearly now in lead preservation mode. Now Mendy. And time is up. Well, that was a tale of two very different teams. One driven, ruthless, prolific. The other quite the opposite in all of those areas. The result...
Zaina. 11:45. 1:45. 11:45. ആ നമ്മുടെ മെയിൻറ്റെയിൻസിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഇപ്പോൾ മെയിൻറ്റെയിൻസ് തന്നെ still maintains, ഇപ്പോഴും മെയിൻറ്റെയിൻസ്. ഇപ്പോഴും മെയിൻറ്റെയിൻസ്. നിങ്ങളുടെ താഴൊക്കെ തമ്മിലാണ് കളി. അവസാന ദിവസം വരെ മെയിൻറ്റെയിൻസ്. എല്ലാ ദിവസവും മെയിൻറ്റെയിൻസ്. ഇത്രേ ഉള്ളൂ. എന്ത് വേട്ടക്കളിയാണല്ലോ അണ്ണ ബ്രോ. അണ്ടിക്കളിയാണ് അത്. അങ്ങനെ വേണം പറയാൻ. ഒരാൾ ലൈവ് എന്നിട്ട് ആ ലൈവിന് ഇരുന്ന് കുറ്റം പറയണം. എന്താണ് അണ്ണൻ ബ്രോ? ആചാരനെ കുറിച്ചാണ് ടീമിനെ കുറിച്ചാണ് പറഞ്ഞത്. ജീറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലേ? ഈ ഫുട്ബോൾ പ്ലേ സ്റ്റേഷൻ ബുക്ക് ചെയ്താ? നാളെ നാളെ സർപ്രൈസ് ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ദിവസം തന്നെ കളിച്ചു ബ്രോ. പൈസ ഉണ്ടെങ്കിൽ കളിക്കും. ഇപ്പൊ 10 കോടി കിട്ടി ഇപ്പൊ തന്നെ കഴിക്കും. 10 കോടി എന്തിനാണ്? ജീറ്റിയാണല്ലേ ഞാൻ ചോദിച്ചേ. 10 കോടി. എനിക്ക് കാറൊക്കെ മേടിക്കേ. അക്ഷരം മാറ്റിക്കോ. കാറിലിരുന്ന ജീറ്റി കളിക്കാൻ പോണേ വേറെ കളികളല്ലേ? അത് ഇങ്ങേരെപ്പോഴും മറ്റേ കളികളാണ്. എന്താണല്ലേ ഈ വല്ലാത്ത കളിയൊക്കെ പറയും. കാർ enthusiast അതന്നെ. എന്നുവെച്ചെന്ത് തോന്നിയാസം പറയാന്നുണ്ടോ? കാർ enthusiast കാർ ഓടിച്ച് കളിക്കാണ്. എന്ന് വെച്ചിട്ട് തോന്നിയാസം പറയാൻ പാടുണ്ടോ? എന്ത് തോന്നിയാസം? എന്ത് തോന്നിയാസം? അതന്നെ ട്രിപ്പല്ലേ മച്ചാനെ? അയ്യോ അതിലല്ലേ ഒരു ഫ്ലൈറ്റിന്റെ ഇതന്നെ ഇനിയുള്ളോ? ഒരു ഫ്ലൈറ്റിന്റെ ഇല്ല. നിങ്ങ നെക്സ്റ്റ് അടിച്ചിരിക്കുക ഫ്ലൈറ്റ് ഓടിക്കാനുള്ള. അതിന്റെ പ്രിപ്പ് ചെയ്തില്ലല്ലോ. അതിന്റെ പ്രിപ്പ് കൊണ്ട് ഫിനാലെ ഉണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പോയി. അപ്പൊ മറ്റേ അവിടെ ഫെസിലിറ്റി തന്നെ ലൊക്കേഷൻ കൊടുത്തിട്ട് ഒന്നും കൂടെ ഇൻവൈറ്റ് ഉണ്ട്. കണ്ണമ്പ്രോളിപ്പോ എന്ത് പേടിക്കാൻ? നമ്മളിപ്പോ കില്ലാടി വേറെ ആരുമില്ലെങ്കിൽ ഇല്ലല്ലോ. ഞാനില്ലേ. വളരെ വളരെ ശരിയാണ്. അണ്ണം പ്രൊഫീസിയലിയുടെ മുമ്പിൽ കല്ലും മരമൊക്കെ മാറ്റണം. ഇന്ന സെഷനിൽ ഇൻവൈറ്റ് ചെയ്തോ? Nasim, hi bro, welcome to the stream bro. ഇൻവൈറ്റ് പടക്കാൻ പോണേ. ഇൻവൈറ്റ് പടച്ചേ കേറിക്കോളി. വെയിലത്തിരുന്നില്ലേ? വാ പരസ്യമായിട്ട് ചോദിക്കില്ലേ, രഹസ്യമായിട്ട് ചോദിക്കി. നല്ലതാണ്. മാച്ചിൽ കണ്ണമ്പറ പോരുമല്ലോ. 9 നിൽക്കല്ലേ One that looks as though it will continue no matter what else happens, no matter what the hand of fate deals both of these parties.
It has the look of a glitzy, Fascinating. grandiose occasion. Few venues rise to an occasion quite like this one. It is, of course, the world-famous Old Trafford. Jim, this one always matters. Well, we never really did friendly derbies, not when I was playing, Peter. But it's impossible to keep rivalries in check, completely in check. So while I'm not expecting everything to go flying at 100 miles an hour, this could get spicy. Secure? And this is now today's lineup. And it does appear that they are lining up, Jim, in a 5-4-1 formation. Well, a reinforced rear guard, Peter, and a compact midfield probably suggests that they're focusing much on giving very little away. I think if you commit to that, then you really can't afford to concede, because it clearly demands a quick change in approach if you do, which isn't always easy. Because in the build-up to this, believe me, they've been working principally on Akash, welcome to the stream, bro. and it's Alberto, not easy is he just to there? suddenly come out of that. അറിയാതിരുന്നല്ലോ ഞാൻ. അല്ലേ റമീസ് ബ്രോ? പാട്ട് പാട്. ഫെസിലിറ്റി ഒന്നാ കഴിഞ്ഞിട്ട് വരാം. ഓക്കേടാ, കുറച്ച് കഴിഞ്ഞിട്ട് പോയോ. ആൽബർട്ടോ, another episode of this age-old tale, uncompromising conflict. Oh, that's delightful. That looks a cracking ball. And the finish! It's there! Well, talk about a real rude awakening. It's almost as if the defence saw nothing coming. They just didn't anticipate. On heels rather than toes. Well, there's always a chance of being caught like that when you surrender the football. ഓൺബോർഡ് കമ്പ്യൂട്ടർ വണ്ടി താഴോട്ടെടുത്തണം, ഡാമേജ് ചെയ്യണം. ഞാൻ പോയി അപ്പുറത്ത് ആ ജെറ്റാണത്, അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാറ് പറത്തു. ഒപ്പറത്തോട്ട് അഞ്ചി കൊടുക്കാം. Manchester United are already chasing the game. They didn't envisage that. Not the most accurate pass. Now it's De Bruyne. McAtee. Bernardo Silva. Looking for a terrific header. Oh, he did the hard part right, but fluffed the finish. Beautifully worked to take the defence out of the picture, but there'll be no rush to see the replay on this. ഞാൻ താ പൊക്കോണ്ടിരിക്കുന്നു, ഫ്രണ്ടി എത്തി. വണ്ടി ചുമ്മാ വെടിവെച്ചത്. ഓട്ടിക്കാൻ അറിഞ്ഞിട്ടാണ് നമ്മളെ ഓട്ടിക്കുന്നത്. വെറുതെ ഓട്ടിക്കുക, അതിനൊക്കെ തിരിച്ചങ്ങനെ എത്തി മാസിനാണ്. Bernardo Silva, nice try, but he wasn't buying it. Bruno Fernandes. It's a deception. His positioning was spot on. Matches Nunes. Now Ruben Dias. Zirkzee. Mount. ബ്രൊമാൻസ്. Menu. കൊള്ളാമോ? It's a decent chance to counter-attack. And that has left him in a heap. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ.
Menu. Bruno Fernandes. Spartan, hi David bro, welcome da. Musan. Musan ഇപ്പൊ സിറ്റി കാണാറില്ല, കുറെ ആളായാലും സിറ്റി കണ്ടിട്ട്. ഞങ്ങളെല്ലാം സിലൊക്കെ കയറി അടിച്ചു പൊളിച്ച് കിടക്കുകയാണ്. നില ഇവന്റ് ഒക്കെ ഉണ്ടായിട്ടും കണ്ടില്ല, ഇവന്റിനൊന്നും വന്നില്ലേ? സാധാരണ ഉറക്കം തോന്നുന്നല്ലേ കണ്ട. What a touch! I mean, how good was that? Poetry in motion. മറ്റേ പടം മോഹൻലാലിന്റെ അതന്നെ കണ്ടിരുന്ന് ഞാൻ ഉറങ്ങാറുണ്ട്. എക്സാം ആയിരുന്നു. കഴിഞ്ഞു. എന്നിട്ട് വാ വെടിയായി. And that has added a whole new complexion to the game. Yeah, it's a very good contest with two very good sides, and with such great individual talent on show, it could go either way. Midway through the first period, and it's looking quite a game here. Menu. I think that's offside. Yes, it is. കയ്യ കടന്നവരെ ലൂസിയ അല്ല, ആരെങ്കിലും ഒരാൾ ചൂസ് ചെയ്യാം നമുക്ക്. ആരക്കൊല്ലണം. What is it though that really makes it work? Well, for me, what makes it work is the fact that everyone in this team has the courage to show for the ball. You can't shy away from it. കണ്ടുപിടുത്തായിട്ട് വന്നേക്കണ അല്ലേ? കാണാൻ ബ്രോ, ഒരു കണ്ടുപിടുത്തായിട്ട് വന്നേക്കണേ. ഇവനെ വെൻ ബോണ്ട് കണ്ടുപിടുത്തായിട്ട് വന്നേക്കണെന്ന്. ആരായിരിക്കും? അതൊന്നുമില്ല, മൊത്തം ചെറ്റായിരുന്നു മാർഗ. അതെ, അതത്രേ ഉള്ളു. ഓടി എടുക്കടാ ബോള്. മേരിന് ഇവനല്ലേ തേച്ചത്? അല്ല, And here's Bruno Fernandes. And that has been knocked clear. Vakkotty. Now it's De Bruyne. Now it's Bernardo Silva. Stood up well to him there. Bruno Fernandes. Oh, that is asking for trouble. That is good alertness. Forwards and with intent. De Bruyne. Zirkzee. And that's been one straight back. നിങ്ങളിവിടെ കാണില്ല. De Bruyne. That has been providing an outlet on that flank. And he's picked out the run. And the shots! Goal! Manchester United! And the game is well and truly turned on its head. That is about as cool as they come. He picked his spot expertly. That's expertly finished, and he's done that so often. സ്റ്റോറി ആയിരിക്കണം. ഏതല്ലേ Well, this is what we've been waiting for. Yeah, they deserve great credit for turning things around, but they'll now need the defensive resilience to equal that attacking flair. And the shot! Rather wayward. Yeah, that was a fantastic run, and it showed how brilliantly energetic he is. Kovacic. And Guardiol.
അത് കുഴപ്പമൊന്നുമില്ല, അത് കാര്യമാണ്. കാര്യം PC-ല് RBR2-ന്റെ അകത്ത് ഫ്രാങ്ക്ലിന്റെ കാറുകൊണ്ട് വന്നൊക്കെ അത് കാണുന്നേക്കാൾ ഏറ്റവും റീലുകളും This is promising. There will be 3 minutes added time. And Guardiola. PC പ്ലേയറിന്റെ കൈ കിട്ടി കഴിഞ്ഞ ഗെയിം പോയി. Shin to shin, bicep to bicep, and he wins out. Great chance. They are queuing up to have a go. അഭിനന്ദ് റമീസേ പറയടാ എളുപ്പമായിരുന്നു. And while that's fairly obvious, the rest of their attacking play is actually 4 മണിക്കൂറിന്റെ യാത്രയിലെത്തിയോ നീ? കല്യാണത്തിന് കൊല്ലം കായംകുളം തിരുവനന്തപുരത്തിലെ കണ്ണമ്പ്രോനെ കാണാം. കണ്ണേട്ടായി It's anyone's ball now. Well, they want another corner, and it looks as though they're going to get it. Corner number 2 then. Tries to get it clear. And we've reached half-time. Manchester United come roaring back in quite some style. We've got a very different game now. So there was the first half. Well, Peter, I'm just thinking of the best way to describe that. Frantic, frenzied. ഞാൻ ചെണ്ടയുടെ അടുത്ത് പോയി കുറച്ച് പാട്ട് കേൾക്കട്ടെ. ഓക്കേടാ, പാട്ട് കേക്ക്. എൻജോയ്. You have to say it's a game that has very much lived up to the pre-game expectations. Passions running pretty high. They can keep this up. Manchester United have ultimately had the better of things in the first half, ahead by the odd goal in 3. It is, of course, far from 1. Both managers in pensive mood as they head down the tunnel. It is 2-1 here at half-time. And hostilities have resumed at the start of the second half. Excellent challenge there, uncompromising. That's been cut out, well played. Gundogan. And it's De Bruyne. McAtee. De Bruyne. Played right into his path. Can he finish? ബ്രൈറ്റ് ഫാൻ റമീസ് FC25 കളിക്കാൻ വരുമോ? എടാ എൻ്റെ ഗെയിം ഇല്ലടാ, ഞാൻ ഫ്രീ ഗെയിം കളിക്കാറുള്ളൂ. ഞാൻ മണി FC25 നല്ല പൈസയാണ്. ഇപ്പോൾ ഓഫർ ഉണ്ട്, 1200 വേണ്ടാണ് ഇപ്പൊ. അതെ, പെയ്ഡ് ഗെയിംസ് ഇവിടെ അല്ല. Utterly inevitable. Well, his appreciation of space then was absolutely exceptional. A moving genius. GTA അങ്ങനത്തെ ഗെയിമുകളെല്ലാം കയറ്റാറുള്ളൂ. GTA, RDR വളരെ ചുരുക്കമുള്ളൂ പെയ്ഡ് ഗെയിംസ്. അത് അത്ര അത്യാവശ്യമായതുകൊണ്ട് മാത്രമേ കയറ്റുന്നത്. അതിപ്പോൾ പൈസ ഉണ്ടായിട്ടല്ലല്ലോ GTA ഒന്നും വാങ്ങിച്ചത്. ഒരുപാട് പൈസ ഇരുന്ന് പൂത്തിട്ടല്ല മേടിച്ചത്. അതാണ് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് അതൊക്കെ മേടിച്ചത്. Look, Peter, I was on the fence before a ball was kicked, and I still haven't moved. Okay. അടുത്ത നിമിഷം കേട്ടോ. Now it's De Bruyne. അവര് കാറൊക്കെ മേടിച്ചോ? ഇല്ല. Zirkzee. എടിക്കി അങ്ങോട്ട്. Oh, it's a nice idea, but the execution was lacking. And it's De Bruyne. Manchester United really just need to be careful for the next 10 minutes or so. Deal with the pressure and come again. And now they can clear their lines. Maniye? Bernardo Silva well to step in there. അത് കുഴപ്പമില്ല. അതില് ഒരു CR ആണ് തിരിച്ചു ചോദിച്ചാൽ മതി. ഒരു CR ഞാൻ അവനെ വാങ്ങിച്ചിട്ടുണ്ട്. Potential goal of the season contender, if only. Well, we can't question the quality of the run. He'll have to answer for the rest. The attendance for this match was 60 minutes. കുഴപ്പമില്ല. It's a good foot in there. Nicely aimed pass. Oh, well played, well sorted out.
Mount is being harried and hassled. Well, he needed subduing, and it was never going to be soft and gentle, so this could get ugly against him here. Oh, he's onto this. And he's onside. He's had a shot. Goal! Manchester United into the lead once more. The understanding between those two plays a big part in that, and releasing the run on side proved the key ingredient. Number 8. And now he has 2. Russian intelligence. The manager can make a change for the first time in the game here. Hoyland to come on, a change that had been mooted for a while. Yeah, he's looking for instructions, probably something along the lines of go make a nuisance of yourself. Starting shooting. Substitution on the field. Manchester United take the lead. Coming on the field. Manchester United are, of course, in in position to go to the bench should the need arise. പുതിയ കഥ അല്ലേ? De Bruyne. Well, it's good stuff. This is better. They're coming again and again. They just need to sort out their end product, and quickly. Bruno Fernandes really was well marshalled there because he was denied the opportunity to turn. Shaw can't anticipate. He's played it through. Now there's a Malayalam. Now the finish! They've Terror. scored! 2 up bomb now, run. and they are cruising. Yeah, I'd call that transition with bite. They won it back and bit hard. Well, it's an inspired substitution. Terrific move by the boss. That's just as the manager would have seen it. An impact sub. ഇരുമ്പ് കൊണ്ടുണ്ടായിരിക്കും ചീത്ത അല്ല കല്ല് കൊണ്ട് ഞാൻ ഓട്ടിക്ക് നിങ്ങള് സീറ്റ് മാറിയിരിക്കാൻ പറ്റും സീറ്റ് മാറിയിരിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു സീറ്റ് കയറിക്കുമ്പോൾ സ്പേസ് താഴോട്ട് ബോംബ് തൊഴിൽ താഴോട്ട് വീണോണ്ടിരിക്കും നിങ്ങൾ നോക്കി കാണും ഓടിവാ. Well, their manager seems to have them always thinking about the next goal. When's the next goal coming? They're such an entertaining watch. Well, the run has been sold a little bit short there. Quality deserted them when they really needed it. ബോംബ് ഇട്ടുകൊണ്ടിരുന്നോ? Manchester United have, after this, one further opportunity to make a substitution. നിങ്ങൾക്ക് വേറെ വല്ല വെടി വയ്ക്കാൻ സീറ്റ് മാറാൻ പറ്റും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഏതോ അക്ഷരം ഏതോ അക്ഷരം ഇപ്പൊ ഹോൾഡ് ചെയ്യാൻ കാണിക്കും അവിടെ എത്തുമ്പോ. Casemiro. Oh, that's clever. And he's there to get it away. Well, they've got it back in a hurry. Gundogan. സീറ്റ് മാറുള്ള ഓപ്ഷൻ പറയാം. Rodri. Loose pass. Mount is in a really good position out wide. Bruno Fernandes. Oh, shooting chance! Oh, just lacked a decent finish. Oh, no, that was a chance. What a chance. Substitution.
couple of changes then in quick succession. I think you have to admire his willingness to keep plugging away, but the manager has done him a big favour, I think, by taking him off. You know, he was looking very, very leggy. Ruben Dias. Bernardo Silva. Oh, he's getting hounded, really hounded. Hoyland looking to add to his goal, and that could set him on his way. Ruben Dias. Vardiol. That's Gundogan. Now it's Grealish. Bernardo Silva. And it's Gundogan. They need to play this quicker in transitions like this. That is a great pick out. Ruben Dias. Well, he certainly wasn't in the mood to take any risks. Has been indicated. Mouse McAtee. And he's in on goal. അന്ന് എനിക്ക് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുതരല്ലേ, എനിക്ക് ചെയ്തതെന്ന് ആനന്ദാണ്. ഈ മിഷൻ മാത്രമാണ് നന്നായിരുന്നു. And the lead is extended still further. Manchester United clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. ഹെലികോപ്റ്ററിന് വേണ്ടി പോയി. ഈ അമർത്തിയാണ് എന്തെങ്കിലും അക്ഷരം വരും. Manchester United blast themselves into a 3-goal lead. Oh, he's onto this. He's got the shot away. And that is that. What a terrific response it was to adversity. What a fantastic game from those players. What unity, what joy. That was so very, very good. Bruno Fernandes picking up the Man of the Match award, and no surprise there. The end of the game. Reflection. മലബാർ ജില്ലയിൽ കറണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അടിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. മലബാർ ജില്ലകളിലെ എത്ര 440 kV കറണ്ട് കമ്പിയൊക്കെ അടിച്ചു പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. മലബാർ ജില്ല അതേത് ജില്ല? മലബാർ ജില്ല, മലബാർ ജില്ലകൾ. എനിക്കറിയില്ല. അതിപ്പോ ഒരു 5 മിനിറ്റ്. കറണ്ട് പോയല്ലേ? പിന്നെ കളിക്കാൻ മച്ചാനെ പിടിക്കണം. ഞാൻ ഇറങ്ങി. പോയി തമിഴ്നാട് ഇപ്പൊ വരാൻ തോന്നി. ഇപ്പൊ പോയി. RDR ഇല്ല. വേറെ ഏതൊക്കെ ഉണ്ട്? വേറെ ഈ ഫുട്ബോള്
ഈ ഫുട്ബോൾ Able ball. 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 അല്ല പാടം ഉണ്ടാണ് ബ്രോ. പടം എന്തേല് ഞാൻ ഈയിടക്കാത്തൊരു പടം കണ്ടില്ല. മറ്റേ വേറെ ഒന്നുമില്ല. നെഹി നെഹി. ഏ ഇല്ല ഒന്നുമില്ല. ഹലോ, സൗണ്ട് ക്ലിയർ അല്ല കേട്ടാ. ആരാ? ഇപ്പൊ കറക്റ്റ് ആയി. വേറെ പടം ഇല്ല. ആ ഇവിടെ എന്താ പരിപാടി? യൂട്യൂബ് ഇട്ടിരിക്കണ്. നീര് പോയോ? ഹലോ 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 പറഞ്ഞേക്കണോ? ഹലോ ബ്രോ. ഹലോ 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 പറഞ്ഞേക്കണ്ടോ? കേക്കണ്ടൽ പോട്ടോ. റമീസ് ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും പറയണേ കേട്ടോടാ കേട്ടാ. രമേശ് ഒന്നും പറയാനുള്ള ബ്രോ ലൈവ് പോലും ഇല്ല. ഹലോ, ആ വന്ന എന്തായി കാര്യങ്ങളൊക്കെ? നല്ല ഇല്ല. ഒന്നുമില്ല, കുറ്റം പറഞ്ഞ ലൈവ് കേട്ടിട്ടാ. രമേശ് ബ്രോ എഴുതിയതല്ലേ. കുഴപ്പമില്ല. ലൈവ് നാണയമായിട്ടാ കുറ്റം പറയണ ഒരു കുറ്റം പറയും, നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറ്റം പറയാണ്ട്. ആരെ സബ് ചെയ്തിട്ടുണ്ടല്ല. ഫുട്ബോൾ ഫോർ ഷോർട്സ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് ബ്രോ. കോൾമിറായിക്കുന്നില്ല ആർപ്പി വന്നോ? കോൾമിറ കാർപ്പിലുണ്ടായിരുന്നല്ലോ. ആ
എനിക്ക് ആർപ്പില്ല എന്റെ ബോഡി സെറ്റ് ചെയ്യണം. പോഡ്കാസ്റ്റ് ഇറങ്ങിയില്ലേ അന്ന് വേണ്ടിട്ട് കേട്ടാ ജിമ്മാവന നമുക്ക് വാങ്ങണ്ട് ഏതാണ്? കൊണാതി പോഡ്കാസ്റ്റ്. ആ പാൽബോട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കണ്ട് നോക്കിയാൽ മതി. അതെ, എത്രയാണ് പറഞ്ഞ പരിപാടി. ആരണേലും വന്നേക്കണത് അതുവഴി ഓ കുറേ ടാട്ടൊക്കെ അടിച്ച് കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് ടാറ്റു അടിക്കാൻ എന്തിനാണ്? ടാട്ടൊക്കെ അടിച്ചിട്ടുണ്ടാകും നമ്മളെ മസിൽസ് കാണാൻ. ടാറ്റു അടിക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ടാറ്റു ഷോപ്പിച്ചില്ല അതൊക്കെയാ. ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണ്ടേ? അത് വേണം. എന്റെ മറ്റേ LMCയുടെ ഡ്രസ്സും ടാറ്റും എല്ലാം കൂടി നല്ല മാച്ചാണ്. ഹെൽമെറ്റും എല്ലാം ഡ്രസ്സ് ഞാൻ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഞാൻ ബ്ലാക്ക് മറ്റേ സ്ലീവ് ഉണ്ടോ നോക്കണ ഉള്ളിലിടാനായിട്ട്. എനിക്ക് റെഡ് കരിപ്പുള്ള കളറാണ്. So hello and welcome to everybody who has ബ്ലാക്ക് joined us റെഡ് കണ്ടാൽ for the മെരിക്കുന്നു. build-up to this occasion of ultimate tribalism. And as you would expect, that build-up Yeah, is when man, remarkable. games They fight here season not 3 just for the ഉണ്ട് pride of കേട്ടോ. their manner, അത് but ആസമാണ് in the ജോൺ ultimate show of one-upmanship. വെള്ളം ട്രെയിലർ And we have in front of us this gloriously imposing Hello, arena. Dan. Absolutely perfect for a game of this nature. Jim, this one always matters. Well, exhibition match sounds like an easy game of football. ട്രെയിൻ ടു ബുസാനെ കണ്ടോ? Picture perfect occasion until the word pride gets a mention. And it's likely to have quite a big say between teams that could easily be sucked into an excuse for another ട്രെയിൻ ടു feud. ബുസാൻ കണ്ടോ? Why let an exhibition match get in the way of that? So these two will be Indian going zombies at it very, very strongly. സോംബി എനിക്ക് ഇഷ്ടമില്ല മച്ചാനെ. അത് ഒന്ന് ഭൂമി എവിടെ കണ്ടു? വല്ല റോബറിനെ ഞാൻ കാണാം, ഇത് ഭയങ്കര ഇഷ്ടമാണ്. മണി വേസ്റ്റ് കണ്ടോ? മണി വേസ്റ്റ് ഉണ്ട്. ഇതില് ഫ്രണ്ട് മാന്റെ ഫോട്ടോ സ്പെഷ്യൽ ഈവന്റ് Another episode of this age-old tale, uncompromising conflict. Bernardo Silva carries the ball down the right. Garnacho. Jim, you've played in games of this nature. Who can make the difference? Well, we all know that Harry Maguire has come under a lot of scrutiny over the years, Peter. But I think he's passed most tests with flying colours. It'll be interesting to see how the opposition might test him using pace. Marvellous goal! They would have been looking at him to produce the goods, and that was very kind of him to oblige so early. And that will surely go down as one of the easiest goals he could ever score. Well, his appreciation of space then was absolutely exceptional. A moving genius. കറക്റ്റ് സമയത്ത് പോട്ട് വരാം. അല്ലെങ്കിലും കലാകാരൻ ഇത് കൊലാകാരനാണ്. അല്ല ഗുണ്ടെന്നല്ല പറഞ്ഞത്. വേണ്ട. വണ്ടിങ്ങനെയായിരുന്നു. They have what they wanted, the first breakthrough. Well, the roof's just about stayed on, but the crowd പക്ഷേ പാടാൻ അറിയാറുന്നല്ലോ. Positioning was spot on. പാട്ട് പാടാൻ കഴിയില്ല. കഴിവ് കൂടുതലാണ്, ഓവർ ടാലന്റഡ് ആണ്. എന്താ പരിപാടി? ഈ ഫുട്ബോൾ
Casemiro. ഇത് കഴിയണ നീ നോക്കണ്ട, ഇതൊന്നും ഫുള്ള് തന്നെ ആയിരിക്കുള്ളൂ. McAtee. ഓക്കെ ബെൻബോൺ ആർപ്പിയിലുണ്ട്. Does well to get it back. So just one early goal to report so far. And the score is 1-0. McAtee. Casemiro. Maguire gets over and intercepts. Menu to Bruno Fernandes. Bruno Fernandes. Looking for options for movement. And that interception was most necessary. He read that really well and stopped it. And it's Bernardo Silva. ഗോപാലുണ്ടല്ലോ സിറ്റിയിൽ, കാലത്തൊട്ട് കയറുന്നത്. Disappointed with that. പാട്ടൻ ഓപ്പൺ ആയി. സെറ്റ് ഇപ്പൊ നോക്കാടാ, ഞാൻ പോയിട്ട് റോബറി ആയിട്ടാ ഗോപാലി നേരത്തെ ഓപ്പൺ ആയിട്ടുണ്ട്. That's gone loose. വന്നിട്ടുണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണം. മാച്ച് കഴിഞ്ഞിട്ട് നോക്കാം. നീന്റെ റോബറിക്കുണ്ടോ? Kovacic. Well, it's a move of great promise, but will it prove productive? Well, he got really busy pressure. Delicate ball, and it needs to be. No luck with that. Dink over the top. മുസാൻ പറ്റിക്കേണ്ട ആവശ്യമില്ല. Bruno Fernandes. അങ്ങനെ പറ്റിക്കപ്പെടുന്ന ആളാണ്, He's not getting past him അല്ല there. പറ്റിക്കുന്ന ആളാണ്. That a foul? Yes. പറയ് ഗെയിം മാസ്റ്ററിന് പൈസ കൊടുക്കല, പൈസ കൊടുക്കണ്ടോ? ടാർഗറ്റ് ആരാണ് നോക്കട്ടെ. എന്ത് ടാർഗറ്റ്? മുസാൻ സിറ്റിക്കാരനാണ്, ആൽബർട്ടോ സിറ്റിയിലുണ്ട്. ചെറിയ റോബറി പരിപാടിയൊക്കെ ആയിട്ട്. And Casemiro. റോബറി ചെയ്യാൻ പറ്റില്ല. ഓ പിന്നെ മിസ്റ്റർ എക്സിലോ റോബറി ചെയ്യാത്ത ഒരാള്. Proverbial cul-de-sac there. എക്ക കള്ളന്മാരാണ് അവിടെ എന്നിട്ടാണ്. And it's Casemiro. Threads one in. That's a modern defender's instinct. ഫോണിലല്ല PC-ലാണ്, അപ്പൊ PC-ൽ ഓപ്പൺ ആയിട്ടുണ്ടാവും ബ്രോ. Matches Nunes did just about enough to come out on top there. Neither party overly willing to compromise. ചേട്ടാ ബെൻബോണ് സിബ് ഓപ്പൺ ആയി, എല്ലാവരും കണ്ടു. Here's Højlund. The pressing's intense and it's paid off. Yeah, that's top defending and preventing him turning, which can open up many possibilities. Well, it was a chance, but meat and drink for the keeper. Okay, it's come to nothing, but it's a warning of threat on the break. ഇന്നലെ ഞാൻ ആദ്യമായി ഫ്രീ കിക്ക് ഗോളാക്കി. Menu to Casemiro. ബെക്കാമിനെ കൊണ്ട് വീഡിയോ എടുത്ത് വെക്കണായിരുന്നു, പക്ഷെ ഇന്നലെ ലൈവ് പറഞ്ഞില്ല. ഏറ്റവും വലിയ ഗോൾ Tries to clear. ബെക്കാമിനെ കൊണ്ട്. Good read, needed to be. It looks very much ബെക്കാമിന്റെ വരെ കണ്ണുള്ളി പോയി. ഇന്നലെ ഫ്രീ കിക്ക് ഗോളായത് കണ്ടിട്ട് ബെക്കാമിന്റെ വരെ കണ്ണുള്ളി പോയി. അതായിട്ട് തന്നായിരിക്കും അവര്, അല്ലാണ്ട് അങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയില്ല. എങ്ങനെ അടിച്ചാലും ഗോൾ പോസിറ്റീവ് ഫ്രീ കിക്കിൽ മറ്റേ ഗോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് ഞാനിപ്പോഴാണ് പഠിച്ചത്. അതുപോലെ പലതും പ്രസ് ചെയ്യാനായിട്ട് ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. സത്യം പറയാം എത്ര നാളായി കളിക്കും. Well, he certainly wasn't in the mood to take any risks. McAtee. Famous Oh, the ball's come loose here. Oh, he's been caught napping. And that has been cleared. Great hit. As the first half draws to a close. Well, a very decent watch up to now, but just the one goal so far. It has been competitive
and combative അല്ല throughout. മച്ചാനെ പെട്ടളി. There's plenty of positives to take despite Best what we player. ഇത് വേഗം നമുക്ക് തീർക്കാം. Peter, I think playing well, good energy, പണ്ടെങ്കിൽ a ആദ്യം little more വെച്ചതാ. composure up front perhaps. That's not എന്താ too ഇത്ര much കഴിഞ്ഞു to നിന്റെ ask. പോഡ്കാസ്റ്റ്? Well, it's been an enthralling Football game കണ്ടില്ലേ? so far. അതൊക്കെ This City കാരാണ്. meeting of regular rivals, high intensity, high in passion. ഓ ആൽബർട്ട് മറ്റേ കാർ എടുക്കാനുള്ള പരിപാടിയുണ്ട്. അത്രയല്ല കാറിന്റെ എല്ലാ കോമൺ വണ്ടി പോലെ കാർ അതാ കുഴപ്പം. കാരണം എല്ലാവരും ആ സാധനത്തിന് വേണ്ടി ക്രെയിം ചെയ്യും. എന്താ കേട്ടില്ല എന്തിന് ലീന സന്തോഷ് കുമാർ ഓൾ സ്കിൽ വീഡിയോ ഇടുമോ? ഓൾ സ്കില്ല എന്തൊക്കെ ഓൾ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്നാലും അത് കൊടുക്കും ചെയ്ത് സ്കില്ലിന്റെ വീഡിയോ ഓരോ സ്കില്ലിന്റെ ആണോ? അങ്ങനെ ചെയ്യാനായിട്ട് എന്റെ പറ്റില്ല, കാരണം ഞാൻ ജോയിസ്റ്റിക് അല്ല കീബോർഡാണ് യൂസ് ചെയ്യണത്. അപ്പൊ ഇതില് സത്യം ഞാൻ ഡ്രിബിൾ പോലും നടക്കൂല. ഡ്രിബിളിംഗ് ഇല്ല ഇതില്. എല്ലാം റമീസ് ബ്രോന്റെ കാശാണ്. പിന്നെ ചോദിക്കേണ്ടത് എന്തിട്ടാണ്? അല്ലേ ഇവന് നോക്കാ മറ്റേ 1 കോടി രൂപ കൊടുക്കാനേ. ആർക്കാണ്? ഇവനെ അവനോട് കൊടുക്കാനുണ്ട്. തന്നെ എല്ലാ റമീസ് ബ്രോന്റെ കാശ് എന്റെ ഒക്കെ തന്നെയല്ലേ. നീ പണിക്ക് പോകണമെന്നല്ലോ. നീ എന്ത് പണിക്കാ നീ പോണേ? നീ ആ കാറ് പോയത് എന്ത് പണിക്ക് പോയിട്ടാ? കൂടാണെന്നിട്ട് നല്ല പണിയല്ലേ? Casemiro showed plenty of zest in getting to the ball, but couldn't quite sort it out. അച്ഛനെ ഒന്ന് ഗാരേജിൽ ഇറക്കാവോ? എനിക്ക് റിക്വസ്റ്റ് ഇടാമോ? ബ്രോ പീസിലാണ് കളിക്കുന്നത്. ഞാനേ PvP കളിക്കാറില്ല, കാരണം നടക്കൂല VP കളി. പല ബെസ്റ്റ് PvP തന്നെയല്ലോ. അതിനായിട്ട് കളി നടക്കാനുള്ള ബ്രോ ID ഇട്ടോ, ഞാൻ റിക്വസ്റ്റ് ഇടാം. Your impression so far, Jim? Well, I think it's pretty clear. The message is to get the job done and the sooner the better. Manchester United can now introduce the first of their substitutes. I don't think there's anything tactical or injury related here. I think it's just all about the push for a goal now. Vinicius Nunes. ബ്രോ കാന്താരി മേക്കിംഗ് പറഞ്ഞു തരാവോ? കാന്താരി പറഞ്ഞു തരാടാ, എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള സംഭവം. ഞാൻ ഇന്ന് സിറ്റി കയറുമ്പോ ഒന്ന് ലൈവ് കണ്ടാ മതി, അതിൽ ഞാൻ കാന്താരി മേക്കിംഗ് കാണിച്ചു തരാം. ജസ്റ്റ് പറഞ്ഞു തന്നാ മതി എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അല്ല അതിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ലൈവ് കാണണം. പറഞ്ഞു തരാനാണ് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. എന്റെ ബെസ്റ്റ് ഇല്ല എന്നാ പിന്നെ എങ്ങനെ ഐഡിയ തരാൻ പറഞ്ഞത്? ഞാൻ SC മൊബൈൽ കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കളിക്കാറില്ല മൊബൈൽ ഗെയിംസ് ഒന്നും ഞാൻ കളിക്കാറില്ല. സിറ്റി വന്നാൽ കാണാൻ പറ്റുമോ? സിറ്റി വന്നാൽ കാണാലോ, തീർച്ചയായിട്ടും. ഇവിടെ സിറ്റി ഇൻ ഗെയിം നെയിം എന്താണ്? അതുപോലെ ആൽബർട്ടോ നമ്മളെ മറ്റേ പരിപാടി ഇത് പൊട്ടി എന്താ മനസ്സിലായ സംഭവം? ആൽബർട്ടോ പോയല്ലേ? കണ്ണം ബ്രോയും പോയാ? മറ്റേ സംഭാരത്തിന് അവിടെ ഫ്യൂസ് പോയി റെഡിയാക്കണം, അത് നമ്മൾ റെഡിയാക്കിയില്ല. നെയിം ഏതാ? എന്റെ ദാവീദ് അബ്ര സിറ്റിയില്ല. നിയോൺ റാം. ഓക്കെ ബ്രോ, ഒരു കാര്യം ഞാൻ LMC ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ബ്രോ എങ്ങനെയെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ മതി. കാന്താരി ചെയ്യുമ്പോ കൂടെ കൂട്ടാം. ആടാ സെറ്റ് കൂടെ കൂട്ടാം. ബ്രോ എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് മീറ്റ് ചെയ്ത് ഫോൺ നമ്പർ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നിയോൺ റാം അല്ലേ, എനിക്ക് ഓർമ്മയുണ്ടാവും. ജസ്റ്റ് ഒന്ന് വന്ന് പരിചയപ്പെട്ടാൽ മതി. പെസ് ബാഡ്, FC മൊബൈൽ ഗുഡ്. ഓക്കെ, രണ്ട് സത്യം പറഞ്ഞാൽ ബാഡ് എന്ന് പറയാം. നല്ല ബഗ് ഉണ്ട് ഹെഡില്. ഹലോ Onana, will they claim to that? Looks a good ball through. Has a goal! രണ്ടും ചാപ്പങ്ങൾ.
ഓക്കെ, പൈസ ഇല്ലാത്ത ഞാൻ ഒന്നുകിൽ LMC ഉണ്ടാവും, അതിലേക്ക് ട്രക്ക് പിന്നെ എവിടെ ഉണ്ടാവും, അതോ അല്ലെങ്കിൽ ഈ ഇലീഗൽ ഏരിയയിൽ ഫിഷിങ്ങിൽ ഉണ്ടാവും, അതോ അല്ലെങ്കിൽ കാന്താരിക്ക് പോകും. ഇതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി. ഇതിങ്ങനെ മാറി മാറി ചെയ്യും. സ്ക്വാഡ് കാണിക്കാമോ? സ്ക്വാഡ് കാണിച്ചു തരാം. ഇത് ഡ്രീം ടീം അല്ല ബ്രോ, ഇത് മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആണ് ഡ്രീം ടീം. ഇത് ഓപ്പൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. Well, I think it's just the reward for their application. They played with great courage to try and kill this off, and for me, it looks like they've just about done it. That is a jarring tackle, but apparently nothing wrong with it. He is through here. Gets his head to it. That's what I'm thinking. They really should have been made to pay. Shaw. Bruno Fernandes. Leading by 2 and the finishing line in sight. And it's Grealish. ഇത് ഇവന്റ് എന്താ നോക്കിയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ ഗ്യാപ്പ് എടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ലൈവ് ഇടും. ഇവന്റുകളെ കൊട്ടടിക്ക് തീർക്കണം. Communication breakdown there, it seems. Manchester United really seem to be at loggerheads trying to sort this out. Is it the passing or the movement that's the problem? I think both. Yeah. Substitutions taking place. Checks on the touchline. A change about to occur. His willingness to keep plugging away, but the manager has done him a big favour, I think, by taking him off. You know, he was looking very, very leggy. And he's there to clear it. Speculative strike. And the goalkeeper watches it past. സിറ്റിയിൽ എപ്പോ കയറും? ഞാൻ വൈകിട്ടാവുന്നോണ് ബ്രോ. ഈവന്റ് തീർന്നു വരുമ്പോ മിക്കവാറും വൈകിട്ടാവാറുണ്ട്. അയ്യോ Resisted the temptation to go to his pocket. It's just a stern lecture. ബ്രോ ഫുഡ് കഴിക്കാൻ പോണു ബ്രോ. അഡ്രസ് Masraoui. Good alertness. And they've got a throw. ആയോ പെരിക്കോലല്ലേ കാന്താരി? അതെ അതെ, കായ പെരിക്കോലാണ് കാന്താരി. 5 minutes to add. 5090 വേണ്ടപ്പാ. 57 Grealish. Gundogan. ഓക്കെ Menu. Mount. Now Masraoui. Shin to shin, bicep to bicep, and he wins out. And time is up. Perhaps not quite utopia, not what was entirely നമ്മളിപ്പോ ഓപ്പൺ ആയി നോക്കാൻ പോവാണ്. ഓപ്പൺ ആയെങ്കിൽ ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഏത് കാണിച്ചു? ലോഡിങ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തോ ആയിട്ടുണ്ട്. എന്താ കൂടിയതാണ് അവിടെ ചെല്ലുമ്പോ മെസ്സി പച്ച ഉടുപ്പും നീല നിക്കറും. ലോഗിൻ ആയിട്ടുണ്ട്. അമ്പോ ചാൻസ് ഓഫ് ഡീൽ, എല്ലാ ദിവസവും ചാൻസ് ഓഫ് ഡീല്. എന്റെ മോനെ 8-ാം തീയതി തൊട്ട് 29-ാം തീയതി വരെ എല്ലാ ദിവസവും ചാൻസ് ഓഫ് ഡീല്. 1 2 3 4 5 6 7 8 9 10 11 ചാൻസ് ഓഫ് ഡീലും 160 ഗോൾഡ് കോയിനും. ഇഷ്ടപ്പെട്ടു. ഫ്രാങ്ക് റിബറി റോള് അതിപ്പോ സ്പിൻ ചെയ്യല്ലേ, അത് എല്ലാം ഒരുമിച്ച് സ്പിൻ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്. എന്താണ് ചാൻസ് ഓഫ് ഡീല് എല്ലാം ഒരുമിച്ച് സ്പിൻ ചെയ്യല്ലോ, അല്ല ഓരോന്ന് പോയിട്ട് ഓരോ ദിവസം പോയി സ്പിൻ ചെയ്യല്ലേ, അതെല്ലാം കളക്ട് ചെയ്ത് പോയി നിങ്ങള് സ്പിൻ ചെയ്യല്ലേ. സെറ്റ് അണ്ണാ ബ്രോ പറഞ്ഞോണ്ട് ഒന്നും ഞാൻ അനക്കുന്നില്ല.
എന്നിട്ട് നിങ്ങളൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിടും. ആ ഗെയിം പ്ലാൻ ഉണ്ടാക്കിയിട്ടിട്ട് അതിന്റെ ഏറ്റവും ബേസ്ഡ് പ്ലേയേഴ്സിനെല്ലാം എടുത്തിട്ട് അവിടെ 30 ഫ്രീ ട്രൈയും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, സെറ്റ്. ചേട്ടാ അപ്പൊ അത് കളക്ട് ചെയ്ത് വെച്ചാൽ മതി. അത് സ്പിൻ ചെയ്യാൻ നിൽക്കില്ല. എന്റെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്ന കുറെ കളിച്ച പ്ലേയേഴ്സിനെ എടുത്ത് അവിടെ ഇടണം. അതെ, എന്നിട്ട് സ്പിൻ ചെയ്യാൻ പോയാൽ മതി. 30 ദിവസം കഴിഞ്ഞിട്ട്. സെറ്റ് സെറ്റ്. എല്ലാ ദിവസവും കയറുമല്ലോ. അതെ, ട്രൈ ചെയ്ത് നോക്ക്. നല്ല വില കിട്ടുമെന്ന് നോക്കാം. എല്ലാം കിട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് ട്രൈ ചെയ്യാം. അത് എപ്പിക്കിന്റെ ആണോ? എപ്പിക്കിനെ എന്താ നോക്കിയിട്ടില്ല. വന്നിട്ടുണ്ട് ഫ്രീ ട്രൈ. എന്താ നോക്കട്ടെ. എപ്പിക്കിനെയാണോ നോക്കിക്കോ. അയ്യേ, എന്താണ് ഈ കാണുന്നത്? ഓപ്പോസിറ്റ് സൈഡിൽ അടിച്ചിട്ട് പോസ്റ്റ് കൊണ്ട് ഗോളി എല്ലായിടത്തൊക്കെ ചാടിച്ച്. ഗോളിനെ പറ്റിച്ചമ്മ. 1 2 3 4 5 6 7 8 9. കടവള പോലെ. ഇവിടെ ഉണ്ട് സെലക്ഷൻ കോൺട്രാക്ട്. ചാൻസ് ഓഫ് ഡീല് വേൾഡ് ഉണ്ട്. സെലക്റ്റീവ് കോൺട്രാക്ട് ഉണ്ട്. ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട്. അഡ്വാൻസ് സ്കില്ല്, ക്ലിയർ ഒബ്ജക്റ്റീവ്. ഏനായിട്ട് 3 കളി. ടൂർ ഇവന്റ് വിൻ ഫേസ് 2 എണ്ണം. PVP 1 എണ്ണം. കുഴപ്പമില്ല. നമ്മ സെറ്റ്. 20 ദിവസമുള്ള കാണണം ബ്രോ. അതിനുള്ളിൽ നമ്മ സെറ്റ് ചെയ്യണം. 20 ദിവസം കളക്ട് ചെയ്തിട്ട് നിങ്ങള് അതെ പിന്നടിച്ചത് വേൾഡ് നമുക്ക് കിട്ടുക. വേൾഡ് എത്ര പേരുണ്ട് നോക്കട്ടെ. ഓ 300 പേരുണ്ട് വേൾഡില്. എന്റെ മോനെ, മൈക്കിളോവൻ, ബാറ്റിസ്റ്റൂറ്റ, അവർക്കാമ്പ്. വേൾഡില് എപ്പിക് കാർഡ് അടിപൊളി. അതിൽ നമുക്ക് 8 എണ്ണം കണ്ട് നമുക്ക് തരും. അതെ, ഇപ്പൊ തന്നെ ലോഗിൻ ചെയ്യട്ടെ. ഒരെണ്ണം പ്രൊട്ടക്ട് കഴിഞ്ഞാൽ നമ്മ രായാവും. ഒരേ ഒരു രായാവും. എടാ എത്ര 6 8 കാർഡടാ. ബാറ്റിസ്റ്റൂറ്റ, എന്തോരം, നക്സാട്ട, പിന്നെ വാൻ ബൂറ്റൻ. ഇത് ഇതിന് മുന്നേ വന്നിട്ടില്ല. ഡാനിയൽ വാൻ ബൂറ്റൻ, മെസ്സിമോഡോ, ബ്ലൂലി, മൈക്രോവൻ, അതന്നെ, അബിയാട്ടി, വെർക്കാമ്പ്, ക്രിസ്ത്യൻ അബിയാറ്റി. റെൻഗോക്കു ഗെയിമിംഗ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. 300 കാർഡിൽ 8 കാർഡ് ഉണ്ട്. അതാണ് ആകെ പറയാനുള്ളൂ. ഒരെണ്ണം സെലക്റ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മ ആരെടുക്കും? ആരെടുക്കണ്ടേ? അബിയാട്ടി ഗോളിയാണ്. ഒരുമിച്ച് ചെയ്യണുള്ളൂ. നോക്കണം ആരെയൊക്കെ കിട്ടും. നോക്കണം. അതല്ലേ പറഞ്ഞത്. തീരുമാനിച്ച സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചേരണ്ടേ. എന്തൊക്കെ കളിക്കണം നോക്കട്ടെ. വലിയ പോരാട്ടമായിരിക്കും. അതെ, പെനാൽറ്റി ഷൂട്ടൗട്ട്, ഇംഗ്ലീഷ് ക്ലബ്ബ്, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? പൊസിഷൻ ട്രെയിനിങ്, ഓക്കെ. 10,000 സ്പാർട്ടൻ സ്ക്വാഡ് കാണിച്ചേ. ഒരു മിനിറ്റാ, 10 മിനിറ്റ്. ഇതാണ് സ്ക്വാഡ്. ഡേവിഡ് വിയ, ഫെർണാണ്ടോ ടോറസ്, യമീൻ യമാല്, ബെക്കാം ജൂനിയർ, കാന്തെ, വിസ്കറ്റ്സ്, പിന്നെ ഉപ്പുമെക്കാനോ, ബസ്റ്റോണി, മർക്കിന്യോസ്, ഒബ്ലാക്ക്, പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടില് ഡൊണറുമ്മ, ജോൺ സ്റ്റോൺസ്, മെഗാലിയസ്, റോഡ്രി, കിമ്മിച്ച്, പെഡ്രി, സബോസ്ലായ്, നെയ്മർ, മെസ്സി, ഹാരിക്കെ, ടോഗ്ബ, മബാപ്പെ. അത് കഴിഞ്ഞിട്ട് റിസർവ് ചെയ്യും. ചിലപ്പോൾ താഴ്ത്തുനിന്ന് വരാം.
ഇവിടെ കിടക്കുന്നുണ്ട്, ഗ്രീസ്മാൻ കിടക്കുന്നുണ്ട്, ഡിബ്രോയിൻ ഉണ്ട്, വിക്ടാരോ മാർട്ടീനസ് ഉണ്ട്, ജൂലിയൻ അൽവാരസ് ഉണ്ട്, സാന്റിയാഗോ ഗിമിനിസ് ഉണ്ട്. ലെവൻഡോസ്കിയെ വെറുതെ എടുത്തിട്ടാണ്, സാധാ കാർഡാണ്. ലുക്കാക്കുനെ വെറുതെ ഇട്ടാണ്. ലെറോസൈൻ ഉണ്ട്, അടിപൊളിയാണ്. ഫിൽഫോഡൻ, ബുക്കായോ സാക്ക, ബാർക്കോള, പൊളിസിക്ക്, ഷാക്കെ ഏതാണ്, റാഫിനെ വെറുതെ ഇട്ടാണ്. ഫെർണാണ്ടോ സിൽവ അത് ഇത് കിട്ടണാണ് ഡെയിലി. പോൾ പാമർ അത് ഡെയിലി കിട്ടണാണ്. സാവി സൈമൺസ്, ഡാനി ഓൾമോ അടിപൊളി കാർഡാണ് കേട്ടോ, സൂപ്പറാണ്. POTW കിട്ടിയാണ്. ഗ്രീസ്മാൻ, ഇത് വേസ്റ്റ് കാർഡാണ്. ജമാൽ മുസിയാല അടിപൊളി കാർഡാണ്, സൂപ്പർ അടിപൊളി കണ്ടോ, അടിപൊളി സാധനം. ബെല്ലിംഗാം അതും ബേസ് കാർഡാണ്. ജസ്റ്റിൻ കുവേർട്ട് നല്ല കാർഡാണ്, POTW ആണ്. പിന്നെ വ്യക്തത്വം കൂടി ഇല്ലാന്ന്. ജേസാബോസ്ലൈഡ് അടുത്ത കാർഡ്. പിന്നെ ജെയറെമറി, ലൂക്ക മോഡ്രിച്ച്, വെല്ലറ്റി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. വെല്ലറ്റി, കൈസേഡോ, ഹക്കീമി, ജൂറിയൻ ടിംബർ 2 ഉണ്ടായിരുന്നു. പിന്നെ തിയോ ഹെർണാണ്ടസ് അതും അടിപൊളി കാർഡാണ്. സ്റ്റീഫൻ ഡിവർജ്, വെർജിൻ വാൻഡിക്ക് ഇതൊക്കെ വേസ്റ്റ് കാർഡാണ്. ആനൽ നോയിനറോ, ബ്ലാക്ക്, ഇന്ത്യയുടെ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ്. കാർഡ് നമ്മുടെ ഇതിനാണ് പ്രാവശ്യം കിട്ടി, കാരിയോ. പിന്നെ മാനേജേഴ്സ് ഉള്ളത് ഫൈഫ് ഉണ്ട്, സാവിലോൻസോ ഉണ്ട്, ജോസ് മൊറിഞ്ഞോ ഉണ്ട്. ബാക്കിയൊക്കെ ഫ്രീ 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 ഫ്രീ. ലെജൻഡ് സ്പാനിഷ് ക്ലബിനായിട്ട് ലെജൻഡില്ല, എന്താ മോനെ അടിച്ചോടിക്കോലോമാര്. ഓഫ് എൻകോഡ് സ്റ്റാർസ് മെയ് 8 അതൊന്നും നോക്കണം, എന്താ സംഭവം. നിങ്ങൾ സത്യം എന്ന് വിചാരിച്ചിരിക്കും. നമ്പറൊന്നും വീശിയില്ല. ആരെന്നെന്തോ വെച്ചേട്ട്, നിന്റെ വെച്ചേട്ട് 440 3115. Structure എന്താണ് ഡിഫറൻസ്. ഞാൻ കണക്കായിരിക്കും അറിയാലോ. ബോൾ അല്ലേ? അതെ, കഴിഞ്ഞ് വരുമ്പോ മിക്കവാറും രാത്രിയോ. ഓ എന്താടാ, ഞാൻ ഇന്നലെ കുറച്ച് പാട്ടിൽ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിൽ കണ്ടിട്ട് അലമ്പ് പടങ്ങൾ നിരക്കിരുന്ന കണ്ട അവസ്ഥ. നല്ല കാര്യമാണ്. കൊറേ കാലയുടെ പടയെ കണ്ട് കളി പ്ലെയർ കളിച്ചോട്ടെ. എന്റെ GT ഓൺലൈൻ 2 ഇല്ലേ, അതന്നെ ഞാൻ ഇതിൽ അടിച്ചു. അടിപൊളി. GT ഓൺലൈൻ അല്ലാതെ 2 ഉള്ളതില് 3 ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ട്രീമർ ഉണ്ട്, അയാളുടെ രാറ്റ് അടിച്ചു. എന്താണ് RP മാത്രമേ ഉള്ളൂ, ഫുള്ള് RP ബാക്കാണ്. മോശം മോശം. അവനെ കളിച്ചത്
ഇന്നാര് ഫോം മോശമാണ് ലക്കത്തിന്റെ ഫോം. അങ്ങട് എന്തോ രീതിയിൽ നിന്ന് എന്തോ ഒരു കാർഡ് കിട്ടും. So we're all back together again, fresh still in our minds, those memories, the unbelievable highs, the unforgettable lows. And as the sides return to cross swords for the first time again, we just remind ourselves of the magic of this game. This is what it does to you. It keeps bringing you back, no matter what. Well, there's a real familiarity about these scenes here. The followers of one of the most formidable teams in the history of football, ensuring that yet again this will be an occasion for the game's ultimate literati. Well, if you did just... Can he finish? He's delivered all right. എന്റെ കളിക്കാരൊന്നും പരിസരത്തില്ല. എന്താ ഔട്ടർ വൈഡ് നമ്മളാണല്ലോ മരിക്കേറിയിരിക്കണത്. ഇത് ഭയങ്കര കേറിയ നിക്കണമാര്. It is a super start. So far, so very good. Armstrong. Patterson. Beckham. And Neymar. Busquets. Oh, that's an inviting ball. That is good alertness. Bannon. Armstrong. Now here's a good battle, bicep to bicep, and he's managed to... Big chance! And again! A quite incredible spell. Not so much sophistication as doggedness and sheer bloody-mindedness. That's really good anticipation too, Peter. Just instinctively knew where the ball would be and where he needed to put himself. So that's 2 now without reply. Well, their manager seems to have them always thinking about the next goal. When's the next goal coming? They're such an entertaining watch. Well, I wouldn't quite advise they should resort to risk-taking at this stage. There's plenty of time left yet. That is to the goalkeeper. Speed acceleration. Couple. Ona goalkeeper. Gabriel. Barcelona looking to pass their way through. Abiati. Oh, Berkham, whole player na. Oh, terrible pass. Just the keeper's a great chance. Just one. The game takes on a whole new complexion. Don't miss the fight or you will die there. The certainty of finish. I'm not making any apologies, but I was willing him to supply the finish, and he came up trumps. Barcelona back into contention. Listen, goals change games, and that has changed the whole complexion of this one. Well, that was a period of possession which carried just about no threat at all. David Villa. Still very early doors, but it is a closely contested affair. Bannon. Now he's off and running. Patterson.
Windass. And he's only too happy to take that back. And Armstrong. Gabriel did well to step in there. That was more than necessary. De Bruyne. He's got the shot. And it's in. It had to come. It just had to come. Fernando Silva കളിക്കാൻ ഇറങ്ങിയ ഗോൾ അടിക്കണം. Fernando Silva. No space, no problem. You just cannot stop him. ഞാൻ ആദ്യം ഇറക്കണെന്ന് ഇറക്കിയ ഗോൾ അടിക്കണം. വല്ലപ്പോഴും നോക്കാനാ വല്ല കാണാൻ എങ്ങനെയാണെന്ന് അറിയാനൊക്കെ തന്നെ ഇറക്കിയിട്ടുണ്ടാവും. നല്ല പവർ ഉണ്ടായിരുന്നില്ല അടി. അതാ പറഞ്ഞത് 300 എണ്ണത്തിന് They've gone and stepped it up, something they've been threatening to do and will continue to do by the looks of it. It's Ronaldo Silva. De Bruyne. Neymar. Barcelona have hit a quick-fire double here and are right back on level terms. ഡെയിലി ലോഗിൻ ചെയ്തോട്ടാ, ഡെയിലി ഗെയിം ബോക്സിന്റെ കിട്ടും. De Bruyne. സംഭവം പറ്റിക്കേതായിരിക്കും, പക്ഷെ Cleared without hesitation. അത്രേ ഉള്ളൂ. That's just playing it safe and simple. And he was alert to it. Patterson. Windass. Windass. Bannon. Bannon and Armstrong. Over to the other side. Oh, they could be caught out here. He has found the way through. David Villa. David Villa! It's run loose. Who's going to get there? Oh, he's been caught on it here. Can he finish? And for a moment, time stood still. Bannon. And he's being shifted off it. Windass. And it's half-time here. Barcelona come out of a half that has been quite extraordinary on many counts. High-scoring, truly exciting, but neither side able to hold a lead. So there was the first half. Well, what an enjoyable first half. Just when you think a 2-goal lead can be decisive, it's gone again, and I hope the goals keep coming. Quite a half. More of the same, please. Score at the interval, 2-2. So once again, we're underway. Armstrong. De Bruyne. David Villa. No, that's been intercepted. Patterson. Armstrong. Threads one in. Yeah, that's top defending and preventing him turning, which can open up many possibilities. Nice physical challenge. Busquets is the guilty party there. Pinches it off him. David Villa. Bannon. Armstrong. And it's De Bruyne. David Villa. David Villa! അയ്യോ കഷ്ടപ്പാടും പോട്ട്.
Armstrong. And again, they're pressing effectively. Neymar. Gabriel. Barcelona finding their passes. Now it's Beckham. Goal, Barcelona! They've done it! It was coming! They have their reward! Swift, incisive, deadly. All done in a matter of seconds. Quick, decisive and unerring. This sound clear allada. This football chairman into counter attack. That'll do for me. It's one. and top player. Taken with style. 2 up now and they are cruising. Superstar la കളിച്ചു കഴിഞ്ഞാലേ ബോൾ കിട്ടൂല. The smoothest of finishes. എനിക്ക് ബോൾ കിട്ടാറില്ല കാരണം പകുതിയോളം എന്തോ വേറെ പിന്നാലെ അവിടെ ഓടാ. വേറെ ഈ സാധനം ഈ ബെന്റെ കളിച്ച് തീർക്ക്. Armstrong. Neymar. David Villa. Shot could be shapes to shoot. On goal അടിച്ച്. Patterson. Goalkeeper na kay mata tuloy kiri. Neymar. He can run onto that. Oh, that was expansive and incisive. The type of move to please any coach. മനസ്സിലായോ? Good read. That's great positioning. So good from him. Size really matters, and it's time to make it matter now. And now they can spring out of defence. Looking for the run. Beckham. Bernardo Silva. Passing is crisp and sharp. Here's Rodri. He's coming under serious pressure here. Well, this chance. Fine stop. Really looked sharp there, didn't he? That's very well played. Corner number 2 then. He's gone for goal! And that should get the job done. And it's Neymar! And he's there to retrieve it. And that's been won straight back. Looks to go up and over. And he's had it nicked away. Armstrong. That's a modern defender's instinct from a modern coach's mindset. Out of play for a goal kick. Gets his pass away. Barcelona making another change here. Fernando Torres to come on. Easier. Had been mooted for a while. Yeah, he's looking for instructions, probably something along the lines of go make a nuisance of yourself. He's found a way through. Now it's Torres. No way through, so back it comes. Look at the tries a shot. That's a half-decent try. Well, he's furious with himself, but at least the boss is applauding his effort then. Barcelona making consecutive changes here. De Bruyne taking his leave here, having got himself on the score sheet. Look, you can only give your all, and he's delivered in that regard, and I think the manager has probably just spotted now. The manager in the game playing, looking ball that. Well played, well sorted out. It's Fernando Torres. And here's Drogba. നിന്റെ ഗെയിം പ്ലേ സ്റ്റൈല് അവർക്ക് പൊട്ടിക്കാനുള്ള സാധനമായിരിക്കും. മനസ്സിലായോ?
അങ്ങനല്ലേ പറഞ്ഞു. ഇവന് മലയാളം മനസ്സിലാവണ്ടേ നിനക്ക്? And he's been shifted off it. Neymar couldn't quite squeeze that one through. Gabriel wins the duel this time. Bit of a communication breakdown there, it seems. And time is up. What a terrific response it was to adversity. രണ്ടെണ്ണം ഫസ്റ്റ് അടിച്ചാണ്, 4 തിരിച്ചടിച്ച് ഞങ്ങൾ പകരം കിട്ടി. എവിടെ സ്റ്റോപ്പ് ആവുള്ളതാണ്. പിന്നെ നിങ്ങളുടേതാണ് VP അങ്ങനത്തെ സിറ്റുവേഷൻ അല്ലേ? ആർസണല്ല വെട്ടിക്കേറി പട്ടിക്കിട്ടൊടുത്തേ. ജയിച്ച് അല്ലേ? ജയിച്ചിട്ടില്ല. 39-ാം മിനിറ്റില് 4 ഗോള്. 39-ാം മിനിറ്റില? സൂപ്പർ പ്ലേ ആണല്ലോ. അതല്ലേ ഞാൻ കിടന്ന് പറയണേ, ഇത് എന്ത് ടീമാണെന്ന്. അതേ ഇറക്കാൻ പോണമാരൊക്കെ ഭയങ്കര ഫോം എന്നിട്ട് എഴുതി ചേർക്കണേ. ഇറക്കി കഴിയുമ്പോ എന്താണ് ആളെ കളിക്കാൻ പോണത്? ഇതിലിറക്കാനൊന്നും ആരുമില്ല, ഇതിലുള്ളവന്മാരെന്നെ ഉള്ളൂ. ഉള്ളവന്മാരുടെ ഭയങ്കര ഫോം ആണ് കാണിച്ചേക്കുന്നത്. ഇറക്കി കഴിയുമ്പോ എന്താണ് പറയാൻ പോണത്? Hello and welcome one and all. The atmosphere building very nicely here. Gorgeous, gorgeous evening. The skies are clear, the noise is fervent, the atmosphere frenetic. And nobody in this atmosphere can hide from the truth about how much this game matters. The scene overflows with colour and passion. If you're just joining us, we are already underway. അന്ന ചലഞ്ച് ചെയ്തോണ്ടിരിക്കണല്ലേ, എനിക്ക് ബോറടിക്കും. David Villa, and it's played forward. Bit of a communication breakdown there, it seems. Cantwell, that's really well manoeuvred. Who do you think this turns on, Jim? Sergio Busquets' quality is beyond reproach. I'm sure he'll assume the role of a deep line playmaker again, a destroyer. And the finish! Well, once more, it's him, and we can't be surprised because his instinct for doing this is incredible. Yeah, I'd call that transition with bite. They won it back and bit hard. An early launch, just as they wanted, just as they hoped it. Barcelona leading here thanks to that early goal. 1-0 the score. Well played, that has snuffed out the danger. Oh, it's a promising build-up this, plenty of really nice passing. Martin. Cantwell. And it's Beckham. Well read, nice interception. But Cantwell. Yeah, that works for me. The denial of movement, blunt and brusque. Neymar. David Villa. Beckham! And that has earned a few nods of approval from the bench. All he needs to do is to place this between the goalposts and basically let them attack it. And now they can spring out of defence. Neymar does well to get it back. Travis. Well, he's going to be disappointed with that. David Villa
Fernando Torres. No, that's been intercepted. Cantwell. But Travis. കളിക്കാർ ക്ഷണിച്ചപ്പോഴാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ? Space out wide here. He's found a way through. Defending of the desperate variety. And he's only too happy to take that back. David Villa proving a very adept defender. It was a good tackle too. He's dealt with that very well, Peter. It's a real show of discipline. For a moment you felt that was going somewhere, but they'll have to go again. Now it's Cantwell. Cross deflected over the goal line for a corner. And he's taking no chances there. Got a throw in. Van Dijk running with the ball. Now it's Neymar. Oh, shooting chance! Oh, that is rather wayward. Yeah, they got away with it, but that was a defensive letdown to see him march through like that. David Villa. Neymar. It'll be a throw-in. Barcelona can certainly afford to see this half out now and reset during the break. Travis. Challenge just a bit on the firm side. And it's Beckham. Oh, there's a probing ball. Neymar. Neither of these two want to come off. Has a go! And kept out by the most elastic of saves. Beckham really must be thinking what he has to do to score there. Blackburn have the chance to go the other way. Oh no, no circumventing this opponent. David Villa. Pinches it off him. Chip through. Not pretty, but it gets the job done. Cantwell. He's tried one! There will be 1 minute added time. That was superb goalkeeping. Really looked sharp there, didn't he? That's very well played. And he's managed to get rid. Neymar. That's played into space. Nicely worked. And there's the end of the first half. Steady, solid, and for now, where they want to be. Just one goal, and they have it. Good effort from both sides, but at half-time, it is 1-0. So your views on the first half? At least, Peter, not conceding another goal has kept them in this game, and they can up their response in this second half. Barcelona come off having scored the only goal of the game so far. It's been tight, it's been exciting, and there is certainly plenty for us to chew on during the break. And if you have just joined us, well, we've just begun the second period here. Barcelona definitely want to carry on in a similar manner, although I would exercise some caution, Peter. You wouldn't want to leave yourself open in the early minutes trying to kill this off. He's Torres! And he's really put himself on the line here. Corner number 3 coming up. He's going for goal! Just off target.
Sergio Busquets really looked as though he had chosen correctly then, and yet we quickly realised he hadn't. Some resolute defending there. Neymar. David Villa. Oh, this looks sharp. Oh, And the ball is out of play. Superstar top player. He might be in here. Can he finish? ശ്രദ്ധ പോയി ഗോളും കിട്ടി. They have done it. They have their equaliser. Oh, listen, the writing was on the wall. It looked like this was going to happen, and it has. I was impressed with both the movement and the pass, both causing lots of problems for that defence. That has certainly made things interesting. Oh, look, Peter, there's a great ebb and flow to this clash, and it's above all expectations for me. We're in for an intriguing second half now, contrasting moods. That could reverse in a flash. He really is being given no time to think on the ball now. Well, he's a spark, trying to light fires everywhere, so it's time to snuff him out. Just about up to the hour now. And that should get the job done. It is a corner. And he's gone looking for safety. Oh, what has happened here? Ball is over the line. So time for change, and this one has been on the cards for a little while. Well, he's someone renowned for his pace and those darting little runs, but also for being a very good ball carrier as well. They want to add more dynamism to that front line. Cantwell. Whatever he had in mind, that was not it. He's in space and looking for options. Oh, how that cross missed everyone is an absolute mystery to me. It warranted a finishing touch. That's just playing it safe and simple. Now it's Torres. Great ball if he can get there. He's had a hit! Barcelona! And again they hit the front. Well, it always comes down to the telling final pass, and that was a beauty. Jose Mourinho outer wide long ball A change that had been mooted for a while. Yeah, I think the manager might have feared his team could become a little tentative, conservative even, Peter, but this will make a nice change. Barcelona take the lead. Listen, when it comes to goals, Peter, in this team, he's always the #1 contender, and he's done it again. Looking for options for movement. Barcelona perhaps contemplating their next change here. Closing in on the last quarter of an hour. Bit too much weight on the pass. That's going to go a long way. David Villa. David Villa charging forward, the ball at his feet. Well, it's a move of great promise, but will it really prove productive? Beckham. Well, that's cause for mild irritation. Well, they've got it again. Soboslai! Now, who's going to be first to this? Busquets. Hello. Oh, what a ball he's in here! And he's straight offside. There's a real appetite from them to finally put this game to bed. ഏതിന്റെ സർവറാണ് കത്തിപ്പോ നമ്മള് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചോദിച്ചാണ്. Neymar.
And that's been intercepted. He read that really well and stopped it. David Villa. Well, that looks a decent ball. Decent hit! Fizzing low. Substitution in progress. Barcelona can make their change now with a break in play. Well, his stamina was called into question then, but there's absolutely nothing wrong with his heart and the efforts he put in. He was very willing, though, not quite able. Look, there has to be more urgency here. The ball has to get to the other end much faster. I think we're about to see a frenetic finish. No half measures from here. Special കഴിവ് വേണം അല്ലേ? Oh, terrible pass. I think we're just about done here. Blackburn with a corner and hardly any time left on the clock. Cleared without hesitation. Excellent challenge there, uncompromising. Neymar going full steam ahead down the left flank. He's picked his way through. Turns and goes back. There's the shot! Look, there just wasn't much of a gap to begin with. I think it was a fine drive. He's a bit unlucky in that instance. പക്ഷെ കമന്റ് ഇടാൻ പറ്റണില്ലല്ലോ. അതെന്താ ഇന്നലത്തെ പൊതു വെച്ചപ്പാ അതെന്താ എനിക്കറിയില്ല. ഈ സ്റ്റുഡിയോ പോയിട്ട് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാക്ക് ടെസ്റ്റിൽ ഇറങ്ങണതാ. രണ്ട് സ്ട്രീം കൊടുക്കട്ടെ. Well, for me, this was the obvious substitution. He'd become just a little jaded, and as a result of that, he was most likely to make a mistake. I think sometimes when the body becomes tired, the brain goes with it, and I think that's happened in this case. Barcelona not made for kids. ഇതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അത് വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ മാറ്റണം. Is there still time for a response? That will be the final act. So smiles all round as they shamelessly indulge in the post-whistle euphoria. A win achieved through the right balance of industry and inspiration. A really satisfying day's work. David Villa voted man of the match and deservedly so. Your final thoughts, Jim? Well, the look on the manager's face says it all. He knows he set his attack up perfectly. ഞാൻ പറഞ്ഞുതരാം കുറച്ച് സാധനങ്ങൾ. എന്ത് വീഡിയോ ഇടാലോ അത്രേ ഉള്ളൂ. പിന്നെ നല്ല ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ഒന്നുമില്ലേ? ക്വാളിറ്റി ഒക്കെ സെറ്റ് ആക്കാം. എടാ ഇൻഫിനിറ്റി വീഡിയോസ് ഇട്ടാ മതിയെടാ. ലൂഫിഡില്ലേ അത് കോപ്പറേറ്റ് അടിക്കും. പിന്നെ സാധനത്തിന് പൈസ ഇട്ടാലും ഞാൻ മറ്റേ മഴ വീണ സൗണ്ട് ഇട്ടാലോ? ഇട്ടോ മഴ ഇടിവെട്ട് പിന്നെന്താ മറ്റേ അങ്ങനൊന്നുമില്ലടാ. ഒരാള് പാടിയ പാട്ടല്ല അത്. അയാൾക്ക് കൊടുക്കാലോ കോപ്പറേറ്റ്. എടാ അതെ പെക്സല് പിന്നെ അങ്ങനത്തെ കുറച്ച് സൈറ്റുകളുണ്ട് വീഡിയോസ് കിട്ടണ കോപ്പറേറ്റ് ഇല്ലാത്ത വീഡിയോസ് കിട്ടും. പെക്സൽ എന്നൊക്കെ വേണ്ട നോൺ കോപ്പറേറ്റ് വീഡിയോസ് അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ കുറെ സൈറ്റുകളാണ് അത് വീഡിയോസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ഇടാം. അതും കിട്ടും, സൗണ്ട്സും കിട്ടും. നോൺ കോപ്പിറൈറ്റ് റെയിൻ സൗണ്ട് എന്നൊക്കെ അടിച്ചിട്ട് നാലഞ്ചെണ്ണം അല്ല ഞാൻ പറയണ നീ ഒരു 4000 എണ്ണം ഇടും. എടാ 4000 എണ്ണം അറ്റ ടൈം ഇട്ട് കഴിഞ്ഞാൽ ഒരാള് ഒരെണ്ണം 1 മണിക്കൂർ കണ്ടാൽ നിന്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. യൂട്യൂബിൽ നിന്ന് ബാനാണ് എന്തിനാ വരണേന്ന് നോക്ക്. മഴയുടെ സൗണ്ടിന്റെ വീഡിയോ ഉണ്ട് പക്ഷെ റെക്കോർഡ് ചെയ്തിട്ട് കുഴപ്പമാകുമോ? മെറ്റിനോട് പറഞ്ഞോണ്ടല്ലേ. The execution of it, not quite so. Well, that's down to a simple miscalculation. No more, no less. അതല്ല മഴയുടെ വീഡിയോ ആനിമി മോഡൽ വീഡിയോ അല്ലേ?
വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ടാക്കാം. അതെ കയറി ബോൾ എടുക്കാൻ ഡേവിഡ് വീണ കഴിഞ്ഞിട്ടുള്ളൂ ആൾക്കാർ. പാസ് കൊടുക്കണേ എന്റെ ഡേ കൂടി ബോൾ അങ്ങോട്ട് തട്ടി പറിച്ചു കൊണ്ട് ഒറ്റ അടിക്കും. വൈറ്റിംഗ് സ്പിരിറ്റ് ആണല്ലേ? വൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. കിക്കിംഗ് പവർ നല്ലോണം ഉണ്ട്. കിക്കിംഗ് പവർ എന്നാലും കൺട്രോൾഡ് ഷോട്ടാണ്. ഫിനിഷിംഗ് അടിപൊളിയാണ്. All he needs to do is to press this between the goalposts and basically let them attack it. I need a landscape of downtown that rain and thunder. Chance to counter. The crowd demanded and he was thrilled to oblige. എന്താണ് ഇവിടെ കളിക്കുന്നത്? And it has to be said, an absolute gift. That's two now without reply. No doubt as to who has the momentum here. The only doubt is how many is coming. Oh, that's well spotted. Barcelona are already cruising here. 2-0, a fabulous start. പിന്നെ പ്രകൃതി സ്നേഹികളൊക്കെ ഒച്ചയൊക്കെ കെട്ടിരിക്കും. അല്ല ചിലവരുടെ കാര്യം പറഞ്ഞാണ്, നീയാണെന്നല്ല പറഞ്ഞത്. ഏതാ ഓക്കാച്ചി? അതെ, വണ്ടിയുടെ ആക്സലറേഷന്റെ സൗണ്ട്. അതല്ല ഐഡിയ ഉണ്ടാ, എൻജിൻ സൗണ്ട് ഒക്കെ. ഇൻഡിക്കേറ്ററിന്റെ സൗണ്ട് അങ്ങനത്തെ കേൾക്കണവര് കേട്ടോളൂടാ. ഒറിജിനൽ സാധനം. എടാ നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ തോറ്റ ടീമിന്റെ ടോപ്പ് പ്ലെയറിൽ? അതുപോലെ എനിക്കും കിട്ടിയത് 17 മിനിറ്റ് 3 കൊടുത്ത്. ഇത് നോക്കട്ടെ ഏട്ടാ, ഇത് ക്യൂൻസ് പാർക്ക്. ഇതേതോ ചണ്ണ സാധനം. ഗോൾ എടുക്കാൻ കഴിയുകയില്ല അവന്മാർക്ക്. അന്റെ ഗോൾ കീപ്പർ മരിച്ചേ വേണം, മരിച്ചു. ഇത് ഇവന്മാര് നിന്റെ പോസ്റ്റിൽ തന്നെ ഇപ്പൊ കളിക്കണമാര്. അടിപൊളി. ടീമാണ്. ഞാൻ മറ്റേ പ്രശ്നം കാണണം. ഇപ്പൊ പൈസ ഉണ്ടാക്കണല്ലേ? ഒരു കൊടം തൈരായിട്ട് വന്നിട്ട് ആ തൈര് പാലാക്കിയിട്ട് പശുവിനെ വാങ്ങിച്ചിട്ട് പശുവിന്റെ പാലുകൊണ്ട് തൈരുണ്ടാക്കിയിട്ട് അത് വിറ്റിട്ട് കൊറേ പശുവിനെ വാങ്ങിച്ചിട്ട് ആൽബർട്ടൊക്കെ ചിരി വന്നിട്ട് ചിരി അടക്കി പിടിച്ചേക്കണേ. There's the clearance. That's pretty much the end of that. Best. Shifted it to the flank. Fernando Torres. And that has been cleared. Colback. Now it's Torres. It's loose and there's a race for the ball. William Saliba. David Villa. ഇൻഫിനിറ്റി വീഡിയോ ഏതെങ്കിലും ഇട്ടോടാ, കുഴപ്പമൊന്നുമില്ല. ലൈവല്ല, അമ്മാരെ നിർബന്ധിക്കുന്നില്ല കാണാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. നോക്കാം.
Half time coming up, and Half time little varunde, doubts as to which of the two sides is the happier. ഇതം ലൂപ്പാക്ക ഒരു 5-6 മിനിറ്റ് ആക്കിയതാ. ലൂപ്പാക്കിയാ മതി. And he was alert to it. And there's green grass ahead of him. Communication breakdown there, it seems. അറിയായിരുന്നു എഡിറ്റ് ചെയ്യണ്ടേ അതാലേക്ക് നീ Heavy challenge. അതിപ്പോ ഇനി എൻഡ് ചെയ്യുന്നവരെങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക 4 മാസം 4-5 മാസം ബാക്കിയോ ഇനി സെർവറായിട്ട് ഓടിക്കുന്നവരെ ഓടും. Now who's going to be first to this? നമുക്ക് തള്ളക്കി വിളിക്കും. ഉറപ്പാ അതുണ്ടാവും. ഇൻഫിനിറ്റ് ആയിട്ട് ഓടുന്നുണ്ട്. ഇവർക്ക് എന്താ കുഴപ്പറിയോ നമുക്ക് കോപ്പറേറ്റ് വാങ്ങിയിട്ടില്ല ലൈസൻസ് പോയിണ്ടാവും. കുറച്ച് ചില ആൾക്കാരാണ് ഇറക്കണത്. വേറെ സ്ക്രീൻ ഷെയർ ആണ്. ആൽബർട്ടോ ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഇല്ല Barcelona very much in control here. 3 up. പ്രശ്നമില്ല. And if you're back from your break, you've missed very little of the resumption of the second half. വ്യൂസ് നോക്കിട്ട് നമുക്ക് കഴിച്ചാൽ എന്തായാലും മഴയ്ക്ക് നല്ല വ്യൂസ് ഉണ്ട്. മഴ ഇത് മതി ഇതിട്ടോ. ആനിമേറ്റ് തരുമല്ലേ. അതെ ഈ സാധനം എങ്ങനെ ഈ ഫോറവർ ആക്കുക ഇൻഫിനിറ്റി നമുക്ക് ബാക്ക് ആവണം കണ്ടോ. ആ സാധനം അറിയാതിരിക്കാൻ വേണ്ടിട്ട് റിവേഴ്സ് ഇട്ടാ പറ്റുമോ? റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നേരെ മഴ ആകാശത്തോട്ട് പോലെടാ. മണ്ടത്തരം പറയല്ലേ. ഓനെ ഗ്ലാസ് തുറന്നിട്ടോക്കണോ? നീ ഡോണ്ട് മൂവ് ഫോർവേഡ് ജസ്റ്റ് ഓൺലി റെയിൻ. അതിന്റെ സ്പേസ് ഇട്ട് ഇൻഫിനിറ്റി ലൂപ്പ് നോടിക്കും. സ്പേസ് ഇട്ട് ഇൻഫിനിറ്റി ലൂപ്പ് നോടിക്കും. ഇതാണ് ഫസ്റ്റ് ഡിവൈഡിങ്. ആടാ ഓക്കെ ഇൻഫിനിറ്റി ലൂപ്പ് നോടിക്കും. And infinity spelling കറക്റ്റ് INFI N കഴിഞ്ഞിട്ട് I ഉണ്ട്. N കഴിഞ്ഞിട്ട് I ഉണ്ട്. അടിച്ച് കറക്റ്റാണ്. അടിച്ച് ലൂപ്പ് അടിച്ചോട്ടെ വെച്ച് അവിടെ ആനിമേറ്റ് ആവട്ടെ. ടൈ പോണ് വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോണേ. തെറി പറയാൻ വീട്ടിൽ ചേട്ടാ ഒന്ന് ഇവിടെ ഇരിക്കാം. ഇല്ല ഇന്ത്യ കളിച്ച് തീർക്കാണ്. രാത്രിയാവും. ഇപ്പൊ കുറച്ച് നോൺ കോപ്പറേറ്റീവ് വീഡിയോസ് നോക്കട്ടെ. വണ്ടി പോട്ടെ പുല്ലേ പൈസ എടുത്ത് വാങ്ങാൻ പറ്റാൻ വണ്ടിയല്ലേ. സെറ്റ് ഒന്നാകെ വാങ്ങിയാല് ആരെന്താ പൈസ തന്നാ മതി. ഞാൻ വണ്ടി ആർക്കെന്ന് ഗിഫ്റ്റ് തരാം. അല്ല വേണ്ടവർക്ക് നമ്മൾ കൊടുക്കും. ആൽബർട്ടോ തന്നെ ഒന്നല്ല ആരാദ്യം വരണോ നമ്മൊരു എമൗണ്ട് പറയും. ഷോക്ക് വീഡിയോ ഉണ്ട് ഇൻഫിനിറ്റി ലൂപ്പിന്റെ. അല്ല ഞാൻ പറഞ്ഞേ ഷോക്ക് വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ കോപ്പറേറ്റും ഇല്ല. ഞങ്ങൾ പഠിച്ചോ He'll be irritated with that, Peter. He really did spring into life as he made his run. And he's gone looking for safety. Are certainly playing with an intense focus. The score, and very little to suggest that much is going to change.
Very nicely done. Gabriel did well to emerge with the ball. That's a contest to keep an eye on. Well, you could see he was eager to get a shot away, but there was too much flesh and bone in his path. Looking for the runner. Yeah, we get to see this more and more. Defenders popping up in these positions. Well, he's going to be disappointed with that. Well, the defence just about came out on top, but they were certainly tested. He really is being given no time to think on the ball now. Well, he's profited handsomely already in this match, and at last their sense of danger has brought them to a possible solution. Rodri does well to get it back. David Villa. ഹൈ ക്വാളിറ്റി ഉണ്ടാ അല്ല ഈ കണ്ണടച്ചേക്കണ എന്തായാലും വീഡിയോ കാണൂല കേട്ടാ അല്ല അതാലോചിച്ചാ മതി. That is lovely. Goal kick. No, I stand corrected. It's a corner. അടിപൊളിയാ കമന്റ് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് ചാനൽ കുടിപ്പിക്കും. അതെ. Here comes another cross. പണ്ടത്തെ പരിപാടിയല്ലേ കസാര ആടുന്നത് വേറ്റവരാണ് വേഗത്തിന്റെ. Barcelona perhaps contemplating their next change here. There's going to be another change here. Well, he can certainly make his side a lot more unpredictable, Peter. You know, he has a very good eye for a pass and a tricky one at that. Minecraft lo padikale. The goalkeeper. Minecraft lo video. Almost 75 minutes on the മിക്കവാറും ഞാൻ മറ്റേ സെർവർ ഡൗൺ ആക്കട്ടെ ഇപ്പോ. മൈൻക്രാഫ്റ്റിന്റെ സെർവർ ഡൗൺ ആക്കും. The pass is intercepted. And it's Beckham. Well, played right into his path. ബ്ലോക്സ് ബ്രോ TDM ഗണ്ണ് എങ്ങനെ എടുക്കാം? TDM TDM എങ്ങനെയാ ഗണ്ണെടുക്കണേ? ഏത് TDM ആണോ ബ്രോ? സിറ്റിയിലാണോ? നമ്മൾ ഓൾറെഡി ഗണ്ണ് വേണ്ടേ? ടാബ് ഇൻവെന്ററി വരും കേട്ടോ. ഹോട്ട് ബാറിൽ ഇട്ടിട്ടുണ്ടാവണം. ടാബ് ഹോൾഡ് ചെയ്ത് പിടിക്കണം ബ്രോ. അരേനയിൽ മാത്രം ടാബ് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഞാൻ പറഞ്ഞ 4000 എണ്ണൂടുക ഉള്ളൂ. അല്ലെങ്കിൽ 4000 എണ്ണല്ലോ, ഓരോ ദിവസം ഓരോന്നും ഇങ്ങനെ നീ ടൈം സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എപ്പ വാച്ചവറും സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ആവണോ അപ്പൊ അങ്ങോട്ട് നിർത്തിയാണ്. ഇതിപ്പോ അരമണിക്കൂറുള്ള ഈ വീഡിയോ അത് നമുക്ക് ഇവർക്ക് ഒരുപാട് വീഡിയോസിന്റെ പാർക്കോറിന് തന്നെ എന്താ ഇതിൽ 15 എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം ഒക്കെപ്പാടെ മെർജ് ചെയ്തൊരു ഒരൊറ്റ ഇതിലാക്കുക, വീഡിയോ ഒക്കെ, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്തെടുക്കുക. അതാകുമ്പോ ഒരു 6-7 മണിക്കൂർ ഉണ്ടാവും. ഈ കണ്ടവര് പിന്നെയും കാണുമ്പോ ഈ സെയിം സാധനം തന്നെ ഇവര് വരിക. ആദ്യം നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് സാധനം മാറുമ്പോ എഫക്റ്റ് ഒക്കെ ഇട്ട് മാറുമ്പോ നല്ല രസമുണ്ടാവും. ഇവർക്ക് എന്തല്ല 2 മണിക്കൂറിന് പാർക്കോർ വീഡിയോ ഡൗൺലോഡ് ചെയ്താലും cleared without complication. Quality ball. And he was quick to react. Habrá 3 minutos de descuento. That's a nicely David Villa. പക്ഷെ ഇതിന് പാട്ട് തന്നെ പാടില്ല, കുഴപ്പമില്ലേ? പാട്ട് പറഞ്ഞ കോപ്പറേറ്റ് ഉണ്ടാവില്ലടാ. അല്ല അതില് ട്യൂണ് മാത്രമേ ഉള്ളൂ.
to hear right now is the final whistle. They've been humiliated. And that means just one thing. Well, you had to fancy him, Peter. He seems to be growing in stature with every goal. Barcelona are at the peak of their powers. As for their opponents, the final whistle. Barcelona looking by any yardstick formidable. Truly enjoyable to watch and clearly so. മഴയുടെ വീട്ടിൽ സെറ്റ് ഈ സാധനം റീപ്ലേസ് ചെയ്തിട്ട് മഴയുടെ വീട്ടിലാക്കാം. വീഡിയോ ഞാൻ നിനക്ക് സൂപ്പർ ഐഡിയ പറഞ്ഞേ. സുനോ AI ഉണ്ട് ആപ്പ്. അതില് സോങ് ക്രിയേറ്റ് ചെയ്യുക, ഇൻസ്ട്രുമെന്റലിനാക്കിട്ട് ചെയ്യുക. അപ്പൊ പാട്ടില്ലാണ്ട് പാട്ടും വേണമെങ്കിൽ കിട്ടോ, അല്ലെങ്കിൽ മ്യൂസിക് മാത്രം വരും. അത് ഇൻഫിനിറ്റി ലൂപ്പിൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ആ പാട്ട് ഒരു സെയിം പാട്ട് തന്നെ റിപ്പീറ്റ് വന്നോളും. അല്ലെങ്കിൽ 5-6 പാട്ട് ഉണ്ടാക്കുക. ഒരു ദിവസം 20 പാട്ട് അങ്ങോട്ട് ഉണ്ടാക്കുക. 10 പാട്ടോ 20 പാട്ടോ അതുണ്ടാക്കിയിട്ട് ഓരോ ദിവസം പുതിയ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ട്രൈ ചെയ്ത് നോക്കി. എടാ കോൺട്രാക്റ്റിൽ 5 എണ്ണം വന്നല്ലോ. വേൾഡ് എൻകോഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട്. ജോൺ സ്റ്റോൺസ്, ഫെറാൻ ടോറസ്, വിനീഷ്യസ് ജൂനിയറിന്റെ ഒക്കെ പഴയത്. ഞാനിപ്പോ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കണ അതിന്റെ ഒരു കറക്കാൻ. ആരെ കിട്ടിയാലും മതിയല്ലോ അല്ലേ? ആരെ കിട്ടാനല്ല, അതിലുണ്ട് 6 കേട്ടുണ്ട്. ഒസാമി, പിന്നെ സിമിയോൺ, ജസ്റ്റിൻ ഗ്ലോ, ജൂലിയൻ അൽവാർസ്, സെയിം തന്നെ എന്നാണ് എൻ്റെ ഉള്ളത്. മൈക്ലോലീസ്, ഫെറാൻ ടോറസ്. ഇത് കൊള്ളാട്ടെ. വിനീഷ്യസ് കൊള്ളാം. പിന്നെ മാർട്ടിൻ ഓഡിഗാർഡ്, റൊണാൾഡോ അറൂജോ. ഒരാളെ ജസ്റ്റ് ബ്ലാക്ക് സ്ക്രീൻ മാത്രം വെച്ചിട്ട് സൗണ്ട് മാത്രം മതി അതായത് മതി. ഇല്ല ഒരു എന്തെങ്കിലും ഫോട്ടോ എടുക്കണം അല്ലാണ്ടാ. എടാ 300ന്റെ ഇതിലില്ലേ പുതിയതോ വെർക്കാമ്പിന്റെ ഒക്കെ അതിലേക്ക് 4 എണ്ണം കിട്ടി കറക്കാനായിട്ട്. ഇപ്പൊ കറക്കൂല, കണ്ണം ബ്രോ ഇപ്പൊ കറക്കണ്ടാവും. 20 ദിവസത്തിനുള്ളിൽ കറക്കിയാൽ മതി. 20 ദിവസത്തിനുള്ളിൽ എത്ര എണ്ണം കിട്ടണോ അത് മൊത്തത്തിൽ കറക്കാം. എന്നിട്ട് ലാസ്റ്റ് ആരെങ്കിലും കിട്ടാത്തതിൽ ഏറ്റവും ബെസ്റ്റ് ആരെന്ന് നോക്കിയിട്ട് മറ്റേ സെലക്റ്റീവ് കോൺട്രാക്ടിന് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതെ, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയവനെ തന്നെ പിന്നെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എടുത്തവനെ പിന്നെ കിട്ടും. വീഡിയോ അല്ലേ ഡിസംബർ 2021 ഉണ്ടാക്കിയതാ. ഡിസംബർ 2021 തുടങ്ങിയ സ്ട്രീം ചെയ്യാനും. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിണ്ടാവില്ലേ? ലൈവ് പൈസ ഇട്ടില്ലേ റമീസ് ബ്രോ? പറയടാ. അതായത് ഇപ്പൊ ഞാൻ 24 മണിക്കൂർ ലൈവ് ഇട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അത് വാച്ച് അവർ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടേ ഇരിക്കില്ലേ? വാച്ച് അവർ അല്ലടാ, നീ അതിവിടെ പരസ്യത്തിനാണ് പൈസ. അതാ മനസ്സിലാക്കുക. അല്ല പൈസ അല്ല, ആദ്യം വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിട്ടല്ലേ. വാച്ച് അവർ കംപ്ലീറ്റ് ആയാൽ മതി. ഞാൻ പറയും, നീ ഒരു 4000 വീഡിയോ ഉണ്ടാക്കിയിടുന്ന അപ്പൊ ഒരാൾ 1 മണിക്കൂർ കണ്ടാൽ തന്നെ 4000 പേര് കാണുമ്പോ 4000 മണിക്കൂർ അപ്പൊ തന്നെ കഴിഞ്ഞില്ലേ? നിനക്ക് ഞാൻ ടാസ്ക് തരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ചാനലിൽ തന്നെ ഈ 4000 വീടുമ്പോ യൂട്യൂബിൽ വല്ല സ്പാം ഒക്കെ ആവൂലേ? ഇല്ല, 4000 ലൈവ് അല്ലേ പോണത്. അതിന് യൂട്യൂബിന് എന്ത് ചെയ്യാൻ പറ്റും? ഞാന് കാര്യം പറയട്ടെ, നീ ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല അവർക്ക് മനസ്സിലാവൂലേ? എന്തോരം പേര് ചെയ്യണവരുണ്ട്. നീ ഇൻഫിനിറ്റി വീഡിയോ കണ്ടാവുന്നുണ്ട് കേട്ടോ, അത് നോക്കണ്ട. എല്ലാ ഫീൽഡിൽ കുറച്ച് വീഡിയോസ്. നീ ഇന്ന് പെരുന്നുണ്ടാക്കിയില്ലേ ഇതുപോലെ? ഇതിന്റെ ഒപ്പം തന്നെ നാളെ വേറൊരെണ്ണം കൂടി ഉണ്ടാക്കാം, മറ്റന്നാൾ വേറെണ്ണം കൂടി ഉണ്ടാക്കാം. ഒരാള് 4, 6,
10 ലൈവ് അറ്റ് ടൈം ഇട്ടാണ് ഇവിടെ ആ ഒരു ചാനലില്. ഫുള്ള് റെയിന്, ഡാർക്ക് സ്ക്രീന്, റെയിനാണ്, കാറ്, ഓഷ്യന്, സ്നോ സ്ട്രോം, എല്ലാതും ഉണ്ട് വണ്ടിയിൽ. പ്യുവർ റിലാക്സിങ് വൈബ്സ് ചാനലിൽ വരുന്നതാ. ആൾക്കാർ ഇന്ന് കാണുന്നുണ്ട് കേട്ടോ. നീ എന്ത് കേട്ടറിയോ? നല്ല ബീച്ചൊക്കെ അല്ലേ, അവിടെ പോയിരിക്കുക മഴ ഉള്ളപ്പോ. എന്നിട്ട് നല്ലൊരു മൈക്ക് പിടിച്ചാൽ പോയിരുന്നിട്ട് ആ സൗണ്ട് നടക്കും ചെന്നാലും കാക്കട ഒച്ചയും പൂച്ചയുടെ കരച്ചിലൊക്കെ കേൾക്കും, മഴ മാത്രം കേൾക്കൂലേ? നോക്കൂ. ആ പട്ടിയോള് അങ്ങനല്ലേ ഉദ്ദേശിച്ചത്. അതായത് ബീച്ചിന്റെ സെന്ററിൽ കൊണ്ട് വെക്കുക, മഴ ഉള്ളപ്പോ ആരും കടലിനെ നടക്കൊണ്ട് വെക്കുക, അതായിരിക്കും കുറച്ച് മണി ബെറ്റർ. ആടാ ഞങ്ങളെ കപ്പല് കൊണ്ടേക്കാ. അതാണ് കുറച്ച് മണി ബെറ്റർ. അല്ലെ നമുക്ക് ടൗണിലെ സൗണ്ട് കൊടുത്താലേ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർക്ക് അത് വെറുത്തിട്ട് ആൾക്കാർ പോണായിരിക്കുള്ളൂ അവിടെ നിന്ന്, അത് വെച്ച് കൊടുക്കണം. എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും അന്വേഷണം വരും ആൾക്കാരെ. ചായക്കട കൊണ്ടുവെക്കാം. അതെ, ചായ അടിക്കണേ. ആ പറഞ്ഞ കറിയൊക്കെ വേവണ ഒച്ച, പൊരിക്കണ ഒച്ച. This stream is current bit rate 1000 kbps is lower than വീഡിയോസ് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരാടാ. നീ തൽക്കാലം സ്റ്റാർട്ട് ചെയ്യും. recommend to use So we're all back together 1000 again, fresh still in our minds, those memories, the unbelievable highs, the unforgettable lows. And as the sides return to cross swords for the first time again, we just remind ourselves of the magic of this game. This is what it does to you, no matter what. Well, there's a real familiarity about these scenes here. The followers of മണം കിട്ടാനായിട്ട് കുറച്ച് ഒരു മീൻ വറുത്ത് എടുത്ത് വെച്ചോളാൻ പറയാമോ? ensuring that yet again this will be an occasion for the game's ultimate literati. Well, as you can see, we've already started here. എടാ അതിന് 900 എന്താ ബിറ്റ് റേറ്റ് അടക്കുന്നത്. അത് മാറ്റം ഇങ്ങനെ മാറ്റണമെന്നാണ് യൂട്യൂബ് പറയുന്നത് എന്നോട് കേട്ടോ. നല്ല സീറ്റ് യൂസേജ് ഉണ്ട്. സെർവറിലല്ല റൺ ആവണത്. അങ്ങനെ CPU യൂസേജ് വരുന്നത് അത്തിപ്പോ എല്ലാം കൂടി. ഏത് സെർവറുണ്ട്? സ്പെസിഫൈ തന്നെ. മാറ്റിക്കോ, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താലേ. മാക്സ് ബിറ്റ് റേറ്റ് 2400 അവ 2500 മതി. അപ്പൊ ഫുൾ HD വീഡിയോ ഒന്നും വേണ്ട, 720 പിക്സൽ HD മതി. 2048 അപ്പേ ഫുൾ HD വേണ്ട, കാര്യമില്ല. ഫുൾ HD കൊണ്ട് കാര്യമില്ല, ആ ക്വാളിറ്റി കിട്ടൂല. 450 പിക്സൽ 720 പിക്സൽ ധാരാളം മതിയോ? കൃഷ്ണൻ കിട്ട ബ്രോ, എന്റെ കയ്യിൽ ഫോർലാൻ ഉണ്ട്, ഞാൻ ആരെ എടുക്കും? ഷൂട്ടൗട്ട് ഓർ ഓവൻ? നിങ്ങൾക്ക് സെലക്റ്റീവ് കിട്ടുക. ഓവൻ എടുക്കാനാണ് വെൻ ബോം പറയണത്. എനിക്കറിയില്ല ബ്രോ അതിനെ കുറിച്ച്. എങ്ങനെയാണ് ലോങ് റേഞ്ച് അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. അതെ, ഞാൻ ജസ്റ്റ് ബിറ്റ് റേറ്റ് മാറ്റിയോട്ടെ കേട്ടോ. അല്ല, അവനതിന് ഇത് കിട്ടിയ സെലക്ട് കൊണ്ട് ആൾക്കാർക്ക് കിട്ടിയ എത്ര അവിടെ ഫ്രെയിം റേറ്റ് എത്ര കൊടുക്കണ്ടേ? ഫ്രെയിം റേറ്റ് 24 മതിയോ, അല്ലെങ്കിൽ 30. സിനിമാറ്റിക് 24 ഉണ്ട്. ഞാൻ മാറ്റി എന്തൊക്കെ വെച്ചാ ആ മാക്സ് റേറ്റ് ഇല്ലേ, ആ സാധനം അതിൽ എത്ര കെ ആണ്, വിത്ത് റേറ്റ് അല്ലേ. പിന്നെ പിക്സൽ ഫ്രെയിം ഇല്ലേ, അത് എനിക്ക് കാണിക്കുന്നത് 420p കാണിക്കുന്നത്. പിക്സൽ എന്ന് പറയുമ്പോ കുറവല്ലടാ, ഞാൻ പറഞ്ഞ HD ഇല്ല.
ഭയങ്കര ക്വാളിറ്റി കുറവ്. കുഴപ്പമില്ല, സീനില്ല. ലൈവ് ഇട്ട് നോക്കുന്നേ പറയാൻ പറ്റും. ഓക്കെ ബ്രോ ഒന്ന് സെറ്റ്. The two sides separated by the game's only breakthrough moment to this point. 1-0 the score. And here's Mbappe. And Torres! Oh, it's come loose. In for the pieces. Has another goal. Sticks it away. അടിച്ച് തൂഫാനാക്കി കളഞ്ഞു. റമീസ് ഞാൻ വീട്ടിലെത്തി. എടാ എത്ര നീ പോയി വന്നു? ഇതാണോ 4 മണിക്കൂറിന് യാത്ര? തൂഫാനാക്കി കൊടുത്തു. സൂപ്പർ ഗോളായിരുന്നു. ഇവിടെ നിന്ന് അടിച്ച് മറ്റേ യമാല അടിച്ച് പിന്നെ ടോറസ് അടിച്ച്. ഞാൻ 8 മണിക്ക് കയറിയത്. ആ ഓക്കെ. Barcelona are sitting pretty, 2-0 up. Well, that's really winded the opposition. You can see their manager screaming on the touchline, telling his team to calm down. But they'll need to do that pretty quickly. It's composure from here. That pass isn't the best. കളിക്കാൻ പോയില്ല, കളിക്കാൻ പോകണ്ട. Quality deserted them when they really needed it. Pass is just off target. Zaire Emery. Great ball if he can get there. He's going to be disappointed with that. Can he get it through? എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ഒരു ചോദിക്കാറ്. അപ്പോ ഞങ്ങള് മതിയുടെ വീട്ടിലാണോ? മതി. അപ്പോ ഞങ്ങള് മതിയുടെ വീട്ടിലാണ്. മാമി അവനെ എഴുതിയല്ലോ. കുഴപ്പമാണ്. എനിക്ക് വായിക്കാറിയില്ലാന്നോ? പോടാ. That's Busquets. Here's Rodri. Oh, red. Nice interception. Subimendi. Torres. Martin. Coming up. വരന്റെ കല്യാണം വരണല്ലേ വിളിക്കാടത്തോടത്ത് വേറെള്ളതിന്റെ ഉണ്ട്. Expertly cut out, really nicely done. Mikel Oyarzabal, Subimendi, and Kubo. ഓർഡറ ബോളും കൊണ്ട് മാക്സിമം ബിറ്റ് റേറ്റ് കിട്ടണ 1000 കേട്ടോ. ഇതിലാകെ 150 kbps ആണ് മാക്സിമം ലിമിറ്റ്. 1 MB ഇൻബൗണ്ടാണ് പോകുന്നത്. ഇൻബൗണ്ട് 400 KB 2 Mbps ഉള്ളൂ മാക്സിമം സ്പീഡ്. മറ്റേ MIBV അത് നെറ്റിന്റെ സ്പീഡാണ് ഉദ്ദേശിച്ചത്. I understand. Okay. Just a little bit too I strong. understand, but one condition. Has it out wide and in space. Habrá 2 minutos de descuento. Floats it up and over. Team finished 220. Well, that is one way to stop him. Oh, perfectly measured that. He is Mbappe. എനിക്ക് പോയിട്ട് വേണം ഐസ്ക്രീം തിന്നാ. ഞാൻ ഇന്ന് തിന്ന് മരിക്കും. ആഹാ സൂപ്പർ. മാമൻ ഓപ്പോസിറ്റ് മാമി. അതൊക്കെ മനസ്സിലായടാ. കല്യാണം എന്റെ മാമിയുടെ കൂട്ടുകാരിയുടെ ആണ്. ഞാൻ 8 മണിക്ക് ലോല യൂട്യൂബും ഡിസ്കോർഡ് എല്ലാം കൊണ്ട് നെറ്റ് കത്തുട്ടാ. കത്തട്ടെ. Peter, do I really need to say anything, or can I simply refer you to the scoreline? Barcelona 3 goals to the good after a really excellent first half that's been intriguing to watch. Plenty of highlights to show you during the break. We're already back up and running after half time. Auto stop enable ആക്കാൻ വേണ്ടത്. ഓട്ടോ സ്റ്റോപ്പ് ഡിസേബിൾ. Subimendi. Auto start enable. ഓട്ടോ സ്റ്റാർട്ട് enable. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ആവണ്ട. പിന്നെ Martin.
Mendes. Whistle's gone, that's a foul. Start അടിക്കുക. അടിക്കണം. Marine. Now Subimendi. Busquets takes control of it and he's on the move. And with the goal at his mercy. അങ്ങനെ 22 GB ബാക്കിയുണ്ട്. പിന്നെന്ത് വേണം? ഓക്കെ 150 കോയിൻ ആവാൻ പോകണ്ട. ആൽബർട്ടോ നിന്നെ വെട്ടിക്കാൻ പോണ്. വെട്ടിച്ചെന്നാണ് തോന്നുന്നത്. ലോലൻ നിന്നെ വെട്ടിച്ച്. ലോലൻ വെട്ടിച്ച്. ആൽബർട്ടോടെ ലോയാലിറ്റി എടുത്ത് കളഞ്ഞാലോ? സ്പാനർ കൂരി വലിച്ചു കൂരി കളഞ്ഞാലോ? Well, he got rid because he was under pressure. ഫൗൾ. ഓ അടിപൊളി. ദേടാ നിന്റെ കോയിൻ എടാ അങ്ങനെ നോക്കാൻ പറ്റില്ലടാ. ആകാശ് നോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാടാ. എന്റെ എല്ലാത്തിന്റെ ഡാറ്റ ഉണ്ട്. കൊടുത്ത സെറ്റിംഗ്സിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് അതെന്തായാലും ഞാൻ വരുന്ന ഒരു പ്ലെയർ ആവട്ടെ. ഓട്ടോ സ്റ്റോപ്പ് ഡിസേബിൾ ആട്ടോ. സ്റ്റോപ്പ് ആവില്ലായിരിക്കും. സിഗ്നൽ പോയാൽ മാത്രം ഓഫ് ആവുള്ളൂ. ഓഫ് ആവില്ല. ഓട്ടോ സ്റ്റോപ്പ് ഓഫ് ആക്കി ഇത് പോവില്ല. സെർവറല്ലേ? ആൽബർട്ടോ എന്നോട് കോയിൻസ് എത്ര കാണിച്ചു കൊടുക്കാൻ. ഒറ്റക്ക് വരാം വാശിക്കുണ്ടെങ്കിൽ. ചോളം പറയണം. പേടിയാണ് ചോല. ഓഫ് കോഴ്സ്. എന്താണ് ലൂപ്പ്? റെയിൻ കമ്മകെ സീനി തന്നെ മതിയില്ലേ? മടത്തുള്ളി ഇങ്ങനെ വീണ് റെയിൻ ഡ്രോപ്പിന്റെ ഒരുപാട് എടുത്തത്. ഓക്കെ And he's looking at the referee, but the referee is shaking his head. Aramburu. നമ്മളപ്പോഴും സംഭവിക്കില്ല. എനിക്ക് 146. Oh no, this does not look good. ഞാൻ പോയിട്ടോ. നമ്മളെപ്പോഴും സമ്മതിക്കണം. അതെ കമ്മിറ്റിച്ച് ആൽബർട്ടനെ വെട്ടിച്ചിട്ടേക്കെ. നീ കണ്ണംബ്രോ ഉണ്ട്. കണ്ണംബ്രോ വരുമ്പോ ഇതുപോലെ അടിക്കാൻ പറ. അത് കണ്ട് ബെൻബോൺ 500 കോയിനായിട്ട് മുന്നേറിയിരിക്കും. ബെൻബോണേ പോയാ? ബെൻബോണൊക്കെ പോയല്ല. ബെൻബോണെ ശവായി മിക്കവാറും ചെക്കൻ കൊണ്ടുപോകും. No doubt as to who has the momentum here now. The only doubt is how many is coming. That's just playing it safe and simple. Well, they've got it back in a hurry. Hoisted upfield by the keeper. Barcelona do have options available on the bench if they want to go that way. ശവായി കിട്ടും റമീസ്. തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ശവായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബെൻബോൺ വെച്ചതാണ്. No, that's been intercepted. Aramburu. ഒന്നാം സ്ഥാനമായിട്ടല്ല കേട്ടോ. ഒന്നാം സ്ഥാനം ആയി നിൽക്കുമ്പോ മോണിറ്റൈസർ ആകുമ്പോ അങ്ങനെയാണ്. മോണിറ്റൈസർ ആകുന്ന സമയത്ത് ആരാണ് ഒന്നാം സ്ഥാനം അവർക്കാണ് ശവായി പറഞ്ഞേക്കുന്നത്. ബെൻബോൺ കാരണം 500 കോയിൻ വെച്ച് ആര് കയറാത്ത കാരണം അങ്ങനെ മുന്നേറി നിൽക്കായിരുന്നു. How many interceptions have we seen now? Someone's... It's Neymar! And he hits the net! Yeah.
മോണിറ്റൈസർ അല്ല, മോണിറ്റൈസേഷൻ ചാനലും നമുക്ക് ഇത് കിട്ടൂല്ലേ, പൈസ കിട്ടൂല്ലേ ആ സംഭവം. ടിക്ക് പൈസ കിട്ടുമ്പോ ഫസ്റ്റ് ഒന്നാമത് നിൽക്കുന്ന ആരാണോ അവർക്ക് ഷവായിന്ന് പറഞ്ഞേക്കുന്നത്. I think the manager's claiming an assist here. Well, it's been an absolutely fabulous spell for them, and they're starting to look unstoppable. There could be more on the way. Barcelona have now used up all but one of their substitution windows. Mbappe! Now, who's going to be... Oh, what has happened here? In he goes again! He's got a goal! അങ്ങോട്ട് കൊടുത്ത് ചറ. They are getting horribly bullied, and it seems there is plenty more to come. Look, all they want to hear right now is the final whistle. They've been humiliated. Barcelona making consecutive changes here. I think you have to admire his willingness to keep plugging away, but the manager has done him a big favour, I think, by taking him off. You know, he was looking very, very leggy. And things are much healthier in their favour. Mind you, you would have thought that when the last one went in. ചറപറ മഴ പെയ്ത് തൊപ്പിക്കുടയുടെ കാലത്ത് ആടാ കലാകാരനുണ്ടാ. ഷവായി വേണ്ട, PC മതിന്ന്. ഷവായിക്ക് 1500 രൂപ ആവുള്ളൂ, PCക്ക് 19,000 രൂപ. അതെ, നിനക്കത് പോരെന്നറിയാം, പക്ഷെ എനിക്കത് മതിയാവും. ഷവായിയാണ് ഗിവ്, ഷവായി. 4 added minutes on the board. It's run loose here. He's a sharp little ball here. And that's the finish. ഷവായിക്ക് 500, അതിന്റെ കൂടെ ഒരു 200. 700 രൂപയ്ക്ക് ഷവായി. ഓക്കെ, ഒരു 200 ഷവായി 200 200. 2 പൂജ്യം ഇട്ടുതരാം, 0 ഇട്ടുതരാം, വെറുതെ ഇട്ടുതരാം. It was a pulsating performance. Mbappe, very much the hat-trick hero. അതില് പാട്ടുണ്ടാ, അത് എപ്പഴാ കേൾക്കുന്നത്? വോളിയം കൂട്ടണം. 50 കോപ്പറേറ്റ് അടിക്കും പാട്ട്. കോപ്പറേറ്റ് ഈ ലൈവ് കട്ടാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവർ ആ സാധനം ചെക്ക് ചെയ്തിട്ടേ പറയുള്ളൂ ഉണ്ടോ ഇല്ലയോ. ഞാനിപ്പോ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം, ഇന്നത്തെ ഇത് തീരൂല. ഷവായുടെ 500 കൂടെ 2 പൂജ്യം മാത്രം മതി, എനിക്ക് എപ്പോ കിട്ടുന്ന പൈസക്ക് എനിക്ക് PC. ഷവായുടെ കൂടെ നീ 2, 4, 10, 20 പൂജ്യം കിട്ടും. അതിന്റെ ഇഷ്ടം പോലെ നീ കിട്ടും. 500 മാത്രം ഞാൻ തന്നേക്കാം, അതൊക്കെ എത്ര എന്ന് വെച്ചാ നീ കൂട്ടിട്ടോ, ഇത്രേ ഉള്ളു. അപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു വിടാ. പിന്നെ ഞാൻ തരുന്നു വന്ന് ഞാനപ്പോ ഫുഡ് കഴിച്ചിട്ട് പറയാം. വേല പോയി ഫുഡ് കഴി, വെറുതെ കിട്ടണമെന്ന് വെച്ചിട്ട് ഭാര്യ വെച്ചിരുന്നരുത്. കഴിക്കുക. കില്ലർ മലയാളം ബ്രോ ചാനൽ ബ്രോ ഫ്രണ്ട് ആക്കിയാൽ 500 റുപ്പീസ് തരാം. മുഹമ്മദ് മഹദി എടാ, ഒരു 500 രൂപ കിട്ടും, കാരണം ഈ ആളെ ഫ്രണ്ട് ആക്കിക്കോ. ഓ എന്താടാ, അത് പോട്ടെ, ചലഞ്ചൊക്കെ പോട്ടെ, അത് കുഴപ്പമില്ല, ആ വഴിക്ക് പോട്ടെ. ഞാൻ കഴിച്ച് കില്ലർ മലയാളി വെൽക്കം ടു ദി സ്ട്രീം. അപ്പൊ ബ്രോ ഞാനപ്പോ ഒന്ന് അക്ക് പോവാണ് ഫുഡ് കഴിക്കാൻ, പോയിട്ട് വരാം. ബൈ.
guys, I'm back. ഇതെല്ലാം ആരൊക്കെയോ എന്തൊക്കെയോ പോയിട്ടുണ്ടല്ലോ. 550 എന്താ നീ നടക്കുന്ന ഗീവ് വേണോ? സഞ്ജയ് വി എസ് ഹായ് ബ്രോ, വെൽക്കം വെൽക്കം. ഞാൻ ഫുഡ് കഴിക്കാൻ പോയാണ്. ഐ ആം സോറി അളിയ. ഹലോ, ആരെങ്കിലും ഉണ്ടോ വിസിയിൽ? ആരുമില്ല, എല്ലാവരും പോയി. നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണ്? ഫുട്ബോളിലാണ്. ചില്ലർ മലയാളി ബ്രോ ഹായ് ബ്രോ, ഫുഡ് കഴിക്കാൻ പോയാണ്. പറയൂ ബ്രോ. പ്ലീസ് ഫ്രണ്ട് മീ മുഹമ്മദ് മസേടെ. എന്തിൽ ഫ്രണ്ട് ആക്കാനാ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബിൽ ഫ്രണ്ട് ആക്കാൻ പറ്റില്ലല്ലോ. ഏതിലാ നീ ഫ്രണ്ട് ആക്കാൻ പറയുന്നത്? പെസ്സില് MHD മാസി. എടാ പി സി ആണോ നീ കളിക്കുന്നത്? പി സി ആണോ? മൊബൈലാണെങ്കിൽ ഫ്രണ്ട് ആക്കാൻ പറ്റില്ല, പി സിയിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആക്കാൻ പറ്റുള്ളൂ. ഈ ഫുട്ബോളാണിത്, പെസ്സല്ല ഇപ്പൊ. എൻ്റെ ഒരു പെസ് ഇല്ല, അപ്ഡേറ്റഡ് ആണ്. Substitute. Ta-da-dum. Ta-da-dum. Dun-dun-dun-dun-dun-dun-dun-dun. No. क्या हुआ भाई? क्या चाहिए तेरे को? So welcome one and all to a picturesque evening here. A clear night, all the ingredients for a showcase game that the passionate crowd demands. And the mood is boisterous. It is a perfect ambience for the central characters who are ready now to perform. The action has already started. But it is clear to see that he is not at all happy with that. Clearly is miffed, having made the run and not get picked out. Pau Torres gets across to intercept that. മൊബൈലിൽ കളിക്കാത്തത് എന്തേ? എനിക്ക് മൊബൈലിൽ കളിക്കാൻ എയിമില്ല ബ്രോ. എനിക്ക് ടച്ച് ഒട്ടും വരില്ല. ഞാൻ കുറെ കളിച്ചിട്ടുള്ളതാ. സുഖമില്ല, ഇതിൽ തന്നെ പറ്റുള്ള വരിക കളിക്കാൻ. ഞാനാണ് പബ്ജി, ഫ്രീ ഫയർ ഇതൊന്നും കളിക്കാത്ത. ടച്ച് ഒരു ഫീലില്ല എനിക്ക്, കളിക്കാൻ അറിയാൻ പാടില്ല കേട്ടോ, അതാണ്. They've played it short. And it's hoisted clear. And now they can spring out of defence.
Jim, which player is best equipped for this game? Well, Peter, I'm going to highlight somebody with special talents, maybe a special mentality, and it's this guy, Emi Martinez. As a goalkeeper, he is just a big presence. He's a big strength in the team, and we know he has a reputation for gamesmanship. He has a reputation of trying to get in the heads of his opponents, and it all comes with a lovely personality and a different character, and it's good to see that in the game. Yes, he'd be my pick too. It's going to be all about how they get the best out of him. Szoboszlai. That's a sharp pass. Barcelona are still to register a shot on target. As a matter of fact, a shot of any type. Griezmann. Can he finish? Pau Torres gets rid without sophistication. Good read, needed to be. Onana. Tielemans. Bumps him off it and wins back the ball. For a moment you felt that was going somewhere, but they'll have to go again. Vinicius Junior. And here's Griezmann. Well seen, saw that coming. That was well played, well stopped. Yeah, that's top defending and preventing him turning, which can open up many possibilities. Konsa. Pau Torres. And it's Digne. And that has left him in a heap. Szoboszlai. Rodri. To Marquinhos. And here's Vinicius Junior. Camera. Tielemans. Now Konsa. Pau Torres. And it's Digne. Mbappe. And it's Griezmann. Vinicius Junior. Oh, that was one big no-no when you've got a queue formed in the box. Azrael Ibrahimullah. Hello, Indonesia. Hello, India. Welcome, bro. Welcome to the stream, bro. And he's there to get it away. And that's another throw. Digne getting this one clear. Well, quality clearly deserted him at the crucial moment. Well, that's down to a simple miscalculation. No more, no less. Oh, perfectly measured that. And here's Griezmann. Vinicius Junior. Cash. Still waiting for the game's first breakthrough goal. Now it's Tielemans. And he's had it nicked away. Griezmann. And here's Mbappe. Yamal. And he's there to belt it away. This might spell danger. Griezmann! This time. Off. Adangane off. Oh, that's not going to count. iPhone കളിച്ചാലേ ടെക്ക് കിട്ടുമേ. Yeah, the assistant called it iPhone കളിച്ചാലേ correctly. There's കിട്ടും. some ടെക്കിന് disagreement കിട്ടും. as usual, but they've got it right. A moment's uncertainty there, but it is the And right the call. class iPhone Android അങ്ങനെയല്ല ബ്രോ. ഓരോരുത്തർക്ക് ഓരോന്നാണുള്ള ഗെയിം. എനിക്ക് ടച്ച് ഫോൺ തീരെ ഗെയിമല്ല. ഹലോ ഹലോ റെഡി ഈ ഫുട്ബോൾ വ്യാഴാഴ്ച. Now it's Griezmann. That's going in strongly. ഞാൻ ഇങ്ങനെ വൈഫൈ റേഞ്ച് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കേ. ഇവിടെ ഇരിക്കണത്ത് ഭയങ്കര ചൂട്. ചൂടാണല്ലോ, റേഞ്ചിന്റെ പ്രശ്നമില്ലല്ലോ. അല്ല ഞാന് ഇപ്പൊ ഇരിക്കണത് മേലെ ഭയങ്കര ചൂടാ. താഴത്തെ റൂമിലേക്ക് എടുക്കാറ്. അപ്പൊ എടുക്കാൻ റൂമിക്ക് റേഞ്ച് 2 വട്ടേ കിട്ടുള്ളൂ. മൊബൈലില് ഫുൾ റേഞ്ച് കിട്ടും, പക്ഷെ ലാപ്പില് 2 വട്ടേ കിട്ടും. അത് ലാപ്പിന്റെ സെൻസറിന്റെ പ്രശ്നം ഉണ്ടാ? അല്ല ഞാൻ നോക്കി അപ്ഡേഷൻ ഉണ്ടോ നോക്കി. അല്ല അപ്ഡേഷൻ അല്ല, അതിനത്രയും കഴിവുള്ളൂ.
ഇല്ലെങ്കിലും മൊബൈല് വഴി മറ്റേ റേഞ്ച് എക്സ്റ്റെൻഡർ ആക്കണം മൊബൈല്. പിന്നെ എനിക്ക് കുറച്ച് പാടുപെട്ട പണിയാ. അത് ഞാൻ കുറെ നേരം ഇരുന്ന് നോക്കുന്നു. ഞാൻ ലാപ്പെടുത്ത് താഴെ പോയിരുന്നു കുറെ ഒന്നും പണി നോക്കി. ഈ ഫുട്ബോളൊക്കെ ഭയങ്കര ഇവന്റാണ് വരുന്നത്. കണ്ടമാനം ഫ്രീ ട്രൈകള്, കണ്ടമാനം ഫ്രീ ട്രൈ. അതുപോലെ ഒറ്റ പാക്കില് 300 കാർഡുകള്, 8 എപ്പിക്ക്. Shade too heavy, keeper could pick that up. Pau Torres. That's Digne. Konsa to camera. Vinicius Junior puts his foot on the gas. And here's Griezmann. Pau Torres is there and he can get that clear. Cash. Konsa. Pau Torres. Tielemans. And it's Digne. And there's green grass ahead of him. Last-ditch defending, but that'll do. Vinicius Junior. Well, into the second half, and it's still goalless. Cash. It's a pretty loose pass. He can run onto that. Konsa kept aware, and it is reclaimed easily. Camera. Mbappe. Himself on the line here. Lola. Well, height could make all the difference on these set pieces. Clear or run and now a sudden chance to counter. Soboslai. Oh, super! Can he put it away? They've got to be quick to recover this. Now that is commitment to the cause. Substitution in progress. ഇല്ലടാ ഒന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് ഇന്നലെ വെച്ച ഫോട്ടോ അല്ലേ? അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ വരുന്നത്. ഞാൻ ഗൂഗിളിൽ കണ്ടുപിടിക്കാം. And now a sudden chance to counter. Barcelona do have options available on the bench if they want to go that real chance. And it's in. Just the pick-me-up the whole game needs. The understanding between those two plays a big part in that, and releasing the run on side proved the key ingredient. So time for change, and this one has been on the cards for a little while. Well, Peter, I don't think there's anything tactical or injury related here. I think it's just all about the push for a goal now. Boss tries a shot! They've scored! A 2-goal lead, and they're firmly in control. Barcelona clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. And it didn't take him long. Just sitting on the bench and waiting moments ago, already he has scored. I think the manager's claiming an assist here. So that's 2 now without reply. To be expected, Peter. They've gone and stepped it up, something they've been threatening to do and will continue to do by the looks of it. A couple of changes then in quick succession. Number 27 coming on the field Marquinhos. is number 17. Barcelona have scored 2 quick goals here and are firmly in the driving seat. 2-0 the score.
Camera. Rashford. That is good pressure, just hounded him off it. Remise. Parada, Lola. Marlon. Peter, how many times have we seen that kind of thing? Way too many for my liking. It's just lazy. He's had a hit! Oh, that is rather wayward. Barcelona were again presented with an opportunity to break and look very, very threatening. എന്നതില് വായിക്കുന്ന എന്തില് വായിക്ക എണ്ണത്തില് വായിക്ക എന്താണ് ഉദ്ദേശിച്ചത്? Barcelona are making a change. After this, just one opportunity to do so. ഈണത്തില് വായിക്ക. റമീസ് വായിച്ചല്ല. Camera. ഏതാണോ നീ ഉദ്ദേശിച്ചത്? And it's Neymar. That looks a good ball through. Chance! And it's എന്തമ്മാ ഇന്റെ റൂമിലുണ്ട്. And the lead is 3. It is surely done. ലോല പാട്ടുള്ളാണ്ടത്. എന്റെ പേര് വെച്ച് പാട്ടില്ലല്ലോ. നിന്റെ പേര് വെച്ച് പാട്ടുള്ള പാട്ട് കേട്ടിട്ടില്ലേ നീ? A case now of complete control. Now it's Neymar. Pau Torres spots it and intercepts. Just 5 minutes remaining now. Oh, that's beautifully weighted. He can get that clear. And they're back on the ball again. Konsa. കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ പോലെ ലോല എന്ന് പറയുന്നേ. അത് കേട്ടിട്ടില്ലേ? ചക്കുളം പള്ളിയില് അതിന്റെ തുറക്കം അങ്ങനെയല്ലേ? Now it's Rashford. Busquets wins the duel this time. Neymar. Fernando Torres. There will be 5 minutes. Camera. Vinicius Junior cuts out the pass. 153 അത്രേ ഉള്ളൂ. 2 ദിവസം ഇരുന്നാ മഞ്ഞോറടിക്കും. പെൺകൊണ്ട ശവായി മേടിച്ച വീട്ടിൽ പോകും. Cash. No, again there's no way through. Bastoni. അത്രേ ഉള്ളൂ. I wouldn't fancy playing up front in these circumstances, to be honest. There's absolutely no supply. Soboslai. There's the hit. It's there. Players ecstatic, fans delirious. This is utopian. Added time is up, and there goes the whistle. This is a side which is purring, picture perfect, to win they will relish having. കുറച്ചു കാലം മുമ്പ് ഞാനും ലൈവ് ഇടുമായിരുന്നു. എന്തിട്ടാണ് നീ ലൈവ് ഇട്ടിരുന്നത്? ഏത് ഗെയിമാണ്? 2 കളി. ഇവിടെ നെറ്റ് ഇല്ല, വൈഫൈ സെറ്റ് ചെയ്യടാ. ആ നെറ്റ് ലൈവ് ഇടാൻ ഏറ്റവും സുഖം വൈഫൈ ആണ്. ഇവിടെ അവിടെ വൈഫൈ ഉണ്ട്. ഓക്കെ. സ്കൂളിൽ പോവാൻ വീട്ടിൽ പോവല്ലേ? അവിടെയാണ് വൈഫൈ ഉള്ളത്. ഓക്കെ. സ്കൂൾ ഫുഡായിട്ട് നമ്മളോട് ഇരുന്ന് കമ നേക്കണോ? അങ്ങനെ വരട്ടെ. കാണിച്ചേ.
വൈഫൈ എക്സ്റ്റൻഡറിനൊക്കെ 1300 രൂപ. സെർച്ച് സ്മാർട്ടർ ഗെയിമിംഗ് സോൺ ലൈവ്. ഒരു മിനിറ്റ്. സ്മാർട്ടർ ഗെയിമിംഗ് സോൺ ലൈവ്. ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് വീഡിയോ അല്ല, ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ സബ്സ്ക്രൈബർ ഞാനാണ്. ഫ്രീ ഫയർ അല്ലേ നീ കളിക്കണത്? അത്രേ ഉള്ളൂ. ദദ്ദാണ്. റമീസ് ബ്രോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. ഈ വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്ത വൈഫൈ നെറ്റ്വർക്ക് ഇല്ലേ, അത് സെയിം സ്പീഡ് തന്നെ ആയിരിക്കും വൈഫൈയുടെ? സ്പീഡ് സെയിം ആയിരിക്കും. റേഞ്ച് എല്ലാം റേഞ്ച് കൂട്ടുന്നുണ്ട്. സ്പീഡ് സെയിം ആയിരിക്കും, സ്പീഡ് കുറയുന്നില്ലല്ലോ. സ്പീഡ് കുറയൊന്നുമില്ല. മാക്സിമം നിനക്ക് എത്ര സ്പീഡാണ് ഫുൾ റേഞ്ച് കിട്ടുന്നത് അത് അകലേക്കും കിട്ടും. റേഞ്ച് എന്ന് ഉദ്ദേശിക്കണത് മാക്സിമം സ്പീഡ്. അതാണ് നമുക്ക് എത്ര കിട്ടണോ അത്രേ ഉള്ളൂ. ഞാൻ താഴെ പോയി 2 വട്ടമുള്ള സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. 7 Mbps സ്പീഡ്. അതായത് 45 to 60 ഉള്ളിൽ നിന്ന് നേരെ ഇറങ്ങി വന്നത് 7 to 10. അടിപൊളി. And now a sudden chance to counter. That's a good ball out wide. Who do you think this turns on, Jim? Well, a lot has been said, Peter, about this guy, Alvarez. Now, who's going to be first? Oh, he's been caught napping. Looking for the run. റമീസേ അതാണ് അടുത്ത ഐഡി എന്ന് തോന്നിട്ടുണ്ടല്ലോ. ലാലന്റെ അങ്ങനെ 3ാമത്തെ ഐഡിയും കണ്ടുപിടിച്ചു. Somewhat off target. That's a great effort. There was very little backlift to indicate what was coming. ID expose, 3rd ID expose. അതെ ലോഗോ അടിപൊളിയാടാ. സൂപ്പർ ലോഗോ ഉണ്ടാക്കിച്ചാണോ അതാണെങ്കിലും അടിച്ചു പറ്റിയതോ? Spread neatly. And he's managed to get rid. Anything noteworthy in the early part of the match, Jim? Well, I think both teams probably feel it's too early for either to start taking real risks. So they're still very much in a phase of testing the waters and sizing each other up. Sané pulls it back. Tries to get it clear. Koi log arko illa. That's my brain. Athre ullu. Barcelona so far providing no real test at all for the goalkeeper. And it's Fernando Torres. ആരണ്ടാ ഇതിട്ട് കളിക്കാൻ? സൗണ്ട് ബോർഡ് ഇട്ട് കളിക്കാനാണ്. കിളിയുടെ പോലത്തെ ഒരച്ചേക്കാം. മുകളിലത്തെ വായിക്ക് ഒരു ആപ്പ് എടുത്തു, ഒരു ലോഗോ എടുത്തു, അതിന്റെ മുകളിൽ വേറൊരു ലോഗോ ഇട്ടു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കണം. The most accurate pass. Surlot. Well, the movement is slick, the speed is slippery. The defence, though, able to hold on this time. Longley. De Paul.
Rodri does well to stand firm and defend it. And it's Fernando Torres. Mbappe! Just miss. Good first touch and സൂക്ഷിച്ചു നോക്കിയാൽ എന്റെ ലോഗോയിൽ എന്റെ പേര് കാണാം. നോക്കടാ ഒരു മിനിറ്റ്. Go to channel. എടാ നിന്റെ പേര് കാണാനില്ല കേട്ടാ. കാണാനില്ല. Barrios. And he's away. Tries a shot. Goal! ചാനലിലെയും അല്ല എവിടെയാ? ചാനലിലെയും ഉണ്ട്, ഞാൻ അത് എത്തിച്ചേക്കണുണ്ട്. Barcelona are in front now. The game's only goal. Listen, when it comes to goals, Peter, in this team, he's always the number one contender. എനിക്ക് ഇന്നലത്തെ ലൈവ് മിക്കവാറും ഇത് കിട്ടിണ്ടാവും കോപ്പറേറ്റ്. ഇന്നലെ മറ്റേ ഫെസ്റ്റിവലിന്റെ ഇടയിൽ വേറെ മറ്റേ കുറച്ച് പരിപാടി ചീർ ബോയ്സ് ആയിട്ട് കിട്ടി കോപ്പറേറ്റ് കിട്ടി. ഫെസ്റ്റിവൽ അല്ല, അത് മറ്റേ ഇതായിരുന്നു. അതായത് മറ്റേ ഞങ്ങള് ചീർ ബോയ്സ് ആയിട്ട് ചട്ടിപ്പുറത്ത് ഡാൻസ് ഉണ്ടായിരുന്നു. എപ്പ സമയത്ത് പാട്ട് വെച്ചിട്ട് ഗാങ് സ്റ്റൈലും മറ്റതും മറ്റേ ശീലാക്കി ജവാനി ഇല്ലേ, ജവാനി, അത് ആക്ഷൻ എടുക്കാം, ഇറേസ് ചെയ്യാലോ. That is good alertness. He won't be happy with that one. Javi Galán really added the width there thanks to his willingness to make the run. That's a nicely measured pass. Barcelona really should be happy to let this half run out now and go again second. Galán. ഓരോന്നായിട്ട് ചെയ്യണല്ലേ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. എത്ര മണിക്കൂർ? 2 മണിക്കൂറോ? കുറച്ച് ടൈം എടുക്കും. അത് എത്ര പാട്ടുണ്ട്, എത്ര ടൈം ഉണ്ട് ലെങ്ത് അനുസരിച്ച്. 2 പാട്ട്, 2 ഫുൾ പാട്ട്. അപ്പൊ 8 മിനിറ്റ് അല്ലേ, 2 മണിക്കൂറിലേക്ക് ഞാൻ നോക്കാറില്ല. ഞാൻ റിസൾട്ട് ഇട്ട് പിന്നെ മൈൻഡ് ചെയ്യാറില്ല. 2 സോങ് വരുമ്പോഴേ ഒരെണ്ണം കഴിഞ്ഞിട്ട് വേണം അടുത്ത് കൊടുക്കാൻ, ഓരോന്ന് പറ്റുള്ളൂ. 111 വ്യൂ ഇന്നലെ. വാച്ച് അവറോ? ഇന്നലത്തെ അതിന്റെ വാച്ച് അവർ കാണിക്കില്ലല്ലോ, മറ്റേ ഇതല്ലേ കോപ്പറേറ്റ് അല്ലേ, ഒന്നും കാണിക്കുന്നില്ല. വാച്ച് അവർ കാണിക്കും, കോപ്പറേറ്റിന് ആവശ്യമില്ല. കാണിക്കുന്നില്ല, അപ്ലോഡ് ആയി കഴിഞ്ഞാൽ കാണിക്കില്ലല്ലോ. അപ്ലോഡ് കഴിഞ്ഞു, ഓക്കെ. അങ്ങനെ ടോട്ടൽ വാച്ച് അവർ ഇപ്പോ Neymar. 426. മെയ് 3-ാം തീയതി വരെയുള്ള. And this could be the final action of the first half. And they've got rid. Sané. And that'll be the last act of the first half. ലോലം വെൽക്കമിങ് ലോലൻ. പക്ഷേ എന്റെ ആർക്കെങ്കിലും പീസ് ഉണ്ടായിരുന്ന വീട്ടിൽ പോവായിരുന്നു. അങ്ങനെ വല്ല ഓരോ വീട്ടിൽ നിന്ന് കളിക്കുക, എന്നാലേ നമ്മൾ സ്വന്തം വീട്ടിൽ എന്ത് ചെയ്യണണ്ട. അതെ, അത്രയുള്ളൂ. എല്ലാവരും വീട്ടിൽ പോകുമ്പോ 2 ദിവസം ഉണ്ടാവും. ഞാനതുകൊണ്ടോടെ പോവാറില്ല. ഇതാണ് സുഖം. 2026 ഏപ്രിൽ 26 PS5 GTA 6 വരുന്നത്. അതെ അതെ. To force the issue that bit more. Barcelona go in at half-time with a slender 1-goal lead. And we are already promptly back underway. Barcelona definitely want to carry on in a similar manner, although I would exercise some caution, Peter. And it's been given away. It's anyone's ball now. അപ്പൊ PC വരുന്നത് എപ്പോഴായിരിക്കും? അതും കഴിയോടാ, എന്തായാലും മിനിമം അതും കഴിഞ്ഞ് ചിലപ്പോ 1 വർഷം വരെ എടുക്കും മാക്സിമം. കാരണം PS5 പരമാവധി അവർക്ക് കച്ചവടം കിട്ടണം, എന്നാൽ മാത്രമേ അവരുടെ അടുത്തേക്ക് ഇറക്കുള്ളൂ.
റിലീസ് ഡേറ്റ് മാറ്റിയായിരുന്നല്ലേ? ആ ഏപ്രില് അടുത്ത കൊല്ലം. അടുത്ത കൊല്ലൊക്കെ ആക്കിയില്ലേ? ഇതിലേക്ക് വരുന്നുണ്ടല്ലോ അവസാനം. വീഡിയോ കണ്ടില്ലേ ട്രെയിലറിന്റെ? കണ്ട്. ഞാന് കൊല്ലം വിചാരിച്ചിങ്ങനെ ഇരിക്കാം, മാറ്റി. കഴിഞ്ഞ കൊല്ലം ഈ സമയത്താണ് ഇറങ്ങിയത് ട്രെയിലർ. എന്താണ് അവര് പണി ചെയ്ത് വെച്ചിട്ടുള്ളത് അറിയണല്ലോ. അവര് പൈസ ഇറക്കാനുള്ള സാധനം ഉണ്ടാവും. അത് എല്ലട ഫുള്ള് NPC ഒക്കെ പോയി ഇപ്പൊ ആണ്. അല്ല അതിന്റെ ഇടയ്ക്ക് വേറെ സാധനം കേട്ട് ഇനി ഇറങ്ങാൻ പോണ ഗെയിംസിലൊക്കെ ഈ ബോസ് ഫൈറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, RPG ഗെയിംസ് ഒക്കെ. അപ്പൊ ഈ ബോസിന്റെ ഫൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് നമ്മളെ ഫൈറ്റ് അനുസരിച്ച് അവര് കോമ്പിനേഷൻ മാറ്റും, ഓട്ടോമാറ്റിക് മാറും. അതായത് ഇപ്പൊ ബ്ലാക്ക് തൂക്കോവിൽ കണ്ടിട്ടില്ലേ, ഒരടി മേലക്കോടെ അടിച്ച് അടുത്തടി താഴേക്കോടെ എന്ന് പറഞ്ഞ സാധനം. ആ സാധനം ഇപ്പൊ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എങ്ങനെയാണെങ്കിലും അടി വരും. അതാണ് എന്താ ഇനി ഗെയിമുകളൊക്കെ ഹാർഡാവും. അത്രേ ഉള്ളൂ. മറ്റേ ബഗ്ഗസ്പ്ലോട്ട് പോലെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. Barcelona just about have their noses in front. It is the slenderest of leads. Barrios. De Paul. Passing is crisp and sharp. Mbappe under intense pressure. Yeah, as you'd expect, Peter, that defence ought to know when to step up or drop off, and they finally made a decision to get tighter. Oh, he's put a shade too much on that. That's a decent clearance. Oh, he's been caught on it here. Mbappe gets flagged offside. നമുക്കറിഞ്ഞില്ല. 2006 PC വാങ്ങും. ഏറ്റവും PC GTA5 ഒരു ഗ്രാൻഡ് മദർ എനിക്ക് സ്പോൺസർ ചെയ്തത്. ഗ്രാൻഡ് മദർ അടിപൊളി. നല്ല നോക്കി 1.5 ലക്ഷം 2 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തോ. നല്ല സ്പോൺസർ അല്ലേ. മേലാല് അമ്മൊന്നും പറയരുത്, നീ വാങ്ങിത്തരാം അങ്ങനത്തെ ഒരു സാധനം. ബിരിയാണി ഒരു വാങ്ങിച്ചു കൊടുക്കൂല. അതെ. എടാ PS5 എടുക്ക്, GTA 6 കളിക്കാം. അപ്പോഴും എനിക്ക് ചന്ദ്രിക സോപ്പ് കിട്ടിയത്. സോറി PS5 വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, GTA5 ഇറങ്ങുമ്പോ അതും കൂടെ വാങ്ങിക്കണ്ടേ? അതെ. PC റിലീസ് ആകുമ്പോഴേക്ക് 2 ഇയർ കഴിയുന്നു. അത് അറിയാം. I think the manager's claiming an assist here. So that's 2 now without reply. You can really sense how important this goal was for them. They needed it. Now they have it. Dexter or series ഉണ്ട്. Terrific at snuffing out the threat. Now അടിപൊളി സീരീസ് ക്രൈം ഡ്രാമയാണ്. Gallagher. 53 മിനിറ്റ് ഓരോ മണിക്കൂറുണ്ട് ഓരോ എപ്പിസോഡ്. പുല്ലി. Now it's Mbappe. He's through and all alone. Shapes to shoot. കണ്ണാ കോയിൻസ് ഒന്ന് നോക്ക്. കണ്ണം ബ്രോ എക്സ്ക്ലാമേഷൻ പോയിന്റ് കോയിൻസ് ഒന്നാക്കിയേ. എങ്ങനെ കാണിച്ചോട് കമറ്റിക്കാൻ പോണല്ലോ അവരെ. കൊണ്ട ശവായിയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് ലോലൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇറങ്ങണേ, ഞാൻ പോയിട്ട് ഇതിന് പടയിരുന്ന് കാണട്ടെ. സുഹൃത്തും ഗെയിം കളിക്കാൻ തോന്നുന്നില്ല. ഗോളിയുടെ തലയുടെ മോളിൽ കുരടിച്ച് പോസ്റ്റിലോട്ട്. Don't fear Lolan is here. അതെ, കത്തറുള്ളൂ. ഓൾറെഡി പോസ്റ്റിലോട്ട് പോകേണ്ട ബോളാറുണ്ട്. കുമ്മനടിച്ചാണ് നെയ്മർ പോസ്റ്റിലോട്ട് അടിച്ച ബോളാറുന്നത്. There's going to be another change here. Well, it's an interesting move, this, Peter. It just gives opposition defences a very different challenge. A case now of complete control. Well, it's been an absolutely fabulous spell for them, and they're starting to look unstoppable. There could be more on the way. Mbappe with the foul. You know what I do.
Cambio de jugadores en el Barcelona. El dorsal കണ്ണോയ് കീബോർഡാണോ കൺട്രോൾ ചെയ്യുന്നത് ജോയ്സ്റ്റിക്ക് ആണോ? കീബോർഡാണ് ബ്രോ. അതാണ് ഈ ഡ്രിബിൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കീബോർഡിലാണ് കളിക്കുന്നത്. And that interception was most necessary. That's great positioning. So good from him. Gallagher. Oh, it's a sweet ball that. Now it's Mbappe. And somehow he's managed to കണ്ണം പോയി എന്ന് തോന്നുന്നു. അത് കണ്ണം പോയി. On a football pitch, he had too much trickery for that defense. Brilliant. കണ്ണൻ പോയി. couple of changes then in quick succession. I just think that's really good management, introducing one of his younger players when the pressure's totally off, just allowing him some valuable easy on-field experience time. Galan. Longley. Alvarez. Now it's Griezmann. Oh, that's such a good run. More of that, please. And he's intervened well there. പോയി. The normal. പിന്നെന്താണ് ബ്രോ ജോയ്സ്റ്റിക്ക് കളിക്ക് ബ്രോ. അപ്പോൾ ഗെയിം പ്ലേ കുറച്ചുകൂടി ബെറ്റർ ആവും. ജോയ്സ്റ്റിക്ക് ആവാൻ പൈസ ഇല്ല ബ്രോ. ഗ്യാങ് ആയി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് മോൺസ്റ്റർ. അത്രേ ഉള്ളൂ. Javi Galan. Neymar has set up one goal so far. ചായ കുടിച്ചിട്ട് വരാം. അതെ ചായ കുടിച്ചിട്ടോ. Ahead by 3, but they won't want to take their foot off the pedal. All Black is there to clear. And it's Griezmann. It's loose and there's a race for the ball. That pass isn't the best. Gallagher. Griezmann. Correa. എന്താണ് കാണിക്കണം എന്റെ മക്കളെ. Griezmann providing an outlet on that flank. And he's in on goal. അടിപൊളി. Neymar unable to make it happen for all his good intentions. വൈഡ് ജോയ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിന് അത് 600 രൂപയ്ക്ക് 500 രൂപയ്ക്ക് കിട്ടും. 600 രൂപയ്ക്ക് കിട്ടും. 190 രൂപ ഉള്ളൂ. അതെ അതെ. ഞാനേ ചാനൽ മോണിറ്റൈസറായിട്ടാണ് ചിലവാക്കി തുടങ്ങാനായിട്ട്. ഞാൻ പ്ലേ ചിലവാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഇതിൽ കളിക്കാം. ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസറായി സെറ്റ് ആവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരൊന്ന് സെറ്റ് ചെയ്യാം. സ്റ്റിയറിംഗ് വീല് അത് ഇത് കുറേ ഉണ്ട്. Llorente. And it's Correa. Mbappe. Great chance! Oh, the ball's come loose here. De Paul. Allah. And that is it. The referee has seen enough. Barcelona can look back on a nigh-on perfect performance here. A super contest in which they swept their opponents aside. കേട്ടില്ല. എന്റെ മൈക്ക് ഒന്ന് പൊത്തിപ്പിടിച്ചേക്കണം. ആ മൈക്ക് ഒന്ന് പറ്റി അതൊക്കെ സംസാരിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കേട്ടായിരുന്നു. ശ്വാസം ഇവന്റെ കഴിയാനായി. അതാണല്ലേ നീ ചോദിച്ചോണ്ടിരുന്നത്. ഇവന്റില് ഇനി എത്ര കളി? ഏനായിട്ടുള്ളപ്പോ കഴിയും. ഏനായിട്ട് ഒരു കളി കൂടി കഴിഞ്ഞാൽ ഏനായിട്ടുള്ള കഴിഞ്ഞു. ഇല്ല ഏനായിട്ടുള്ള കഴിഞ്ഞിട്ടില്ല. ലെജൻഡ് കളിക്കാൻ പറ്റില്ല. പിന്നെ പ്ലെയർ വേഴ്സസ് പ്ലെയർ ഉണ്ട്. ഞാൻ കുറച്ചധികം കാർഡിന് ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3 കളി കൂടി ജയിച്ചു കഴിഞ്ഞാൽ വേൾഡ് കാർഡ് 2 കയ്യില്. അടിപൊളി. ഞാൻ മറ്റേത് ഏനായിട്ടുള്ള ഡിവിഷൻ 3rd റാങ്ക് കയറിട്ടാ. 3ാമത്തെ ഡിവിഷനിൽ കയറി. ഇല്ല ഇപ്പൊ അതല്ല, ഇവന്റ് കളിക്കാനുണ്ട്. കയറിന്ന് പറഞ്ഞാണേ.
Welcome to those who have joined us all here on a beautiful, clear evening. The conditions contributing to a fantastic atmosphere in the stands. This really is the place to be. Well, the pre-match build-up has been fantastic. Now, the game itself. And as you can see, we've already started here. No, that's been intercepted. Well, it's a move of great promise, but will it really prove productive? Strong running down that left flank. Looks a good ball through. Mbappe! Oh, that is rather wayward. Well, I think a little eagerness just got the better of him. He may have been thinking about back-page headlines there. Who you pick out as the telling individual today? Well, Peter, it's hard to overlook this man, Ivan Perisic, who plays with a... Mbappe! That's a half-decent try. Size really matters, and it's time to make it matter now. PSV are looking to go forward now. Now it's Luke de Jong. Fair man. Now it's Till. He rises! That's really well cleared. And he's only too happy to take that back. And he's managed to get free. Mbappe, well, he was given the time and room initially to hold on to the ball, but eventually he was squeezed that bit harder and the task became too much. I think he's got to be a little quicker in his distribution then and get others into the match. Till, well, that is one way to stop him. Bit of an appeal, but nothing doing. Some good work on the right flank here. He could be in here, and the flag has stayed down. So it is still 0-0. Till. PSV clearly are trying to establish themselves as a team that likes to retain the ball, Peter. And it's a good watch, Jim, isn't it? Well, it is, and it's always a pleasure for me to see a team move the ball in silky fashion like this. But you know what's coming next, Peter. It has to be with a mean cutting edge. Cleared without hesitation. Bastoni does well to stand firm and defend it. Fair man. The fullback is in acres of space here. Not the most convincing of passes. Marquinhos. Barcelona looking to pass their way through. Fernando Torres. Neymar. Till. That's Perisic. Out for a throw. Fair man. Oh, good spread. That has not gone well. Rodri. And that's put paid to a promising move. Lang. He's got away. Great ball and he's in. Great hit! Oh, that was nice, but not quite the end product required. That was created because of good, lively movement, which pretty much dictated the pass. Bit of a communication breakdown there, it seems. Fair man. Well, they're certainly pressing with purpose here. Till driving on and making good progress. Yamal.
A goal here just before half-time could mean a great deal. Luc de Jong. Fairman. Luc de Jong. Can he finish? Goal! PSV! Just so calm under pressure, and he managed to fashion a fine finish. Yeah, he won the jostle, and it was a very good finish, and I think he'll go away feeling pretty good about that one. So we have our breakthrough. Well, this will present the manager with a few interesting options, Peter. Try sitting on this or push on with the opposition now forced to come out. Now it's Luc de Jong. And it's Fernando Torres. Well played, that has snuffed out the danger. And that's another good win of the ball. It's a pretty loose pass. There will be 1 minute added time. He's found the way through. Perisic. Referee's had a look, and he's blown his whistle for half-time. It's a half which has simmered along nicely, warming up to what may be a more open second half to follow. Well, for me, Peter, things have never really got going, but at least this will be a good time to reflect and regroup. I can see a few changes coming, because whatever they've been doing, it just hasn't gelled. Welcome our lads to the field. Whistle goes, and we start the second half. Well, I think in these circumstances, it's all about how to adjust the balance of your team. I mean, you want to get back in it as soon as possible, but without leaving yourself too open. Oh, he'd have done well to reach that. Fairman. Lang. Truthfully, it was hard to see any better outcome there. Oh, that's a key interception. Nicked it back promptly. And it's Luc de Jong. Ball's gone out of play. Rodri. That's a sharp pass. And that has put paid to that. Yamal puts his foot on the gas. And he welcomes it in. Hits one! And it's in! They have come roaring back! Well, it certainly livened things up a bit, and that next goal now is absolutely crucial. Well, his movement is all based on fine margins, and the timing of his run then was ideal. That has certainly made things interesting. Oh, look, Peter, I was on the fence before the ball was kicked, and I still haven't moved. Oh, he's felt that, hasn't he? Stood up well to him there. Shifted upfield. Perisic. A noticeable change in the approach to defending here. Much more in your face. Well, he's a spark, trying to light fires. Tries a shot! Goal! Barcelona! And the game is well and truly turned on its head. Well, we've seen the hunger to win it back and the focus to make it count. A very tasty combination. After 61 minutes is Barcelona choosing to make the first change.
Foden coming on here. A change that was broadly anticipated. Yeah, they've gone for more energy up front. This is a clear message, Peter. Barcelona go into the lead. Well, their manager seems to have them always thinking about the next goal. When's the next goal coming? They're such an entertaining watch. Oh, that's really good play on the right. He's driving forward. And he's intervened well there. Marquinhos going full tilt down the left. Looking for the run. No, that was never going to make it. Substitution on the field. Corner number 2 then. Coming on to replace him is number 21. Decent hit! No messing about, just bludgeoned away. Speculative strike. Into the arms of the goalkeeper. Well, it was an ambitious attempt, but it'll keep the defence on its toes at least. He can run on. Mbappe! Barcelona perhaps contemplating their next change here. Now it's Mbappe. That's going to go a long way. PSV making another change here. Yeah, I think he's been told to play that role of the tactical pivot, spraying the ball about sometimes, driving it forward from the middle of the park. Number 20. Aimed in towards the centre. On the field. Cleared away. Number 28. So, third corner of the game. Defending of the desperate variety. And now a sudden chance to counter. Yamal. And the pass is intercepted. Played out to the right. He has found the way through. Luke de Jong. A reprieve, albeit perhaps momentary. Played out to the left flank. And the shot! Oh, the ball's come loose here. Oh, what has happened here? PSV really might just end up kicking themselves after that. That could well have been it. Now it's Neymar. Mbappe! Now it's Foden. And that has left him in a heap. Barcelona probably could have killed things off, but they should be okay here. Thinks one through. Well, that's well spotted. Neymar. Well, it didn't look good for a while, but that was brave defending, and they got away with it. You know, it was an intervention that had to be made. It's Neymar! And one more try! And he hits the net! And surely that clinches it! There really is no way back now! Yeah, I'd call that transition with bite. They won it back and bit hard. Barcelona after 90 minutes. Barcelona are making a change now. Well, for me, this was the obvious substitution. He'd become just a little jaded, and as a result of that, he was most likely to make a mistake. I think sometimes when the body becomes tired, the brain goes with it, and I think that's happened in this case. Barcelona could not have picked a better time to snatch a 2-goal lead. Is there still time for a response? Well, that's a really bitter blow. I think it's going to be very hard for them to find the character to respond from that. And here's Perisic. It's a good run down the right. PSV could have here their final chance. Substitution in progress.
Kane. The most accurate pass. And that will be the final act. So the winners bullish and belligerent after a remarkable collective effort.
Well, this really is quite uplifting. There is so much to raise the mood all around us. After all, this is when, in the face of anything, hope springs eternal, and the fans puff out their chests proudly. And this place is living up to its reputation as one of the noisiest corners of the footballing world. No decibels spared in this collective chorus. If you're just joining us, we are already underway. Strong running down that left flank. And he welcomes it in. Well, that is not the best ball, and he offers an apologetic look. Oh, that just required a bit more oomph to reach its target. Back into the middle. And he's quick to get it clear again. Who do you, Jim, see making the difference here? I've always been impressed with this boy, Pau Cubarsí. It never ceases to amaze me, Peter, how the Catalans always manage to unearth all of these gems, especially in an age where the demand is quite high on defenders. He's really the perfect package. Well, belts one. And he skips past his man. Tries a shot! Goal! Barcelona! Barcelona are in front. Yeah, I'd call that transition with bite. They won it back and bit hard. Barcelona have their opener. It is a goal of real significance. Yeah, although that first goal is a welcome. Oh, shooting chance! Decent enough try. A more than decent attempt, Peter. And he was quick to react. And the two sides separated by the game's only breakthrough moment to this point. 1-0 the score. And that's been won straight back. Well, the boss won't be happy about that at all. They were pedestrian in possession and carried almost no threat at all. David Villa. Griezmann! Oh, fine stop from the keeper. Griezmann is offering a wry smile there. Barcelona with the corner, they're first. And the ball's come loose here. Not pretty, but it gets... He's having a hit! He has hit that forcefully. Well, he looks like he's annoyed with himself there. He didn't do an awful lot wrong, did he? Martinez is there, and he can pick it up. Araujo, Vinicius Junior. He's tried one! He's done very well to get to that. He's definitely living up to the occasion here. He just loves being out there amongst it. The pressing's intense, and it's paid off. Mbappe. He can run onto that. It's Griezmann! A real chance and a real let-off. Yeah, it wasn't the worst decision in the world to go for the shot, even if he was being closely marshalled. Oh, that is a nice touch. No, again, there's no way through. Oh, he's going to be disappointed with that. Gives it back. Really got in his face there, and it was well played. Not the most accurate pass. Barcelona have turned up with a human blockade. This is top defence. Foot in.
Shin to shin, bicep to bicep, and he wins out. Oh no, that was never going to make it. Araujo goes on a run down the left wing. Now that's well seen too. 1-0 here just before the break, and it looks as though it's going to stay that way for now. Passing is crisp and sharp. Griezmann. Floated through. Oh, he's been caught napping. He's through, it's one-on-one. Shot a goal! It's a goal! It's a goal. A two-goal cushion, and it's looking safe. More or less by himself, as cool as you like. Well, he always had the measure of the keeper there. Such confidence and composure. Barcelona are now luxuriating in a two-goal lead. Well, now's the time you can afford to be more daring, Peter. It may be tempting to sit on this, but I'd say go and grab a third. Pedri. Oh, that's a key interception. Cartagena finding their passes. Habrá 2 minutos de descuento. No, that's been intercepted. Now he's off and running. And it's Griezmann. Oh, that's well spotted. And it's half-time here. Any strong opinions on the first half? Well, it's looking pretty straightforward, Peter. They've got themselves into a very good position, so why dither from here when they can repeat their first half success with another show of strength? Barcelona ahead 2-0, and they are looking good. And we're off again. Mbappe. Oh, this looks sharp. Oh, it's inches away from being a really good ball. It's an inviting looking ball, that. Oh, strongly challenged there. That's a good ball played into space. Played into space out wide. That's just playing it safe and simple. They want to be quick here. It's breakaway time. Gently done. He's picked his way through. No way through there. David Villa. That is a great pick out. He's found some space. Great chance! Loose ball now, and there's a change. Oh, what has happened here? And the keeper's in command. It's a good foot in there. Barcelona in a very solid position, 2 to the good. He is through here. Tries a shot. They are rampant. Pomp, panache and passion. This a man full of it all. That really is quite fabulous. All his own doing. Yeah, and having the thrust to get there is one thing. Having the composure to score is another. And there was his third, and boy, he looks the business, doesn't he just? Well, you had to fancy him, Peter. He seems to be growing in stature with every goal. 3-0, and things are starting to look awfully cosy. Oh, they can break here. Just eases him off the ball. It looked as though that might lead to something quite promising, but it turned out that that was not the case. Griezmann is being harried and hassled. Oh, look, Peter, this has been a textbook illustration of how not to defend, and finally they've decided to single him out.
Well, he got rid because he was under pressure. Barcelona have really been terrific at snuffing out the threat. Now for something different. Kubasi. That is good pressure, just Pedri! And that is a truly outstanding save. Barcelona have their second corner now. Can he finish? He's kept it out just. Oh, look, I don't want to sound too dismissive, but from here, that looks the harder thing to do. Corner number 3 coming up. And he's there to clear it. Cartagena are looking to go forward now. And that's gone loose. And he's managed to get free. Barcelona have hit one! It's loose now and they want to get it back. That's really well cleared. Bumps him off it and wins back the ball. He's got away. Big chance! Can he put it away? Oh no, a quite unbelievable miss. Barcelona certainly look a very capable counter-attacking team. They're direct, they're quick, and to be honest, they're full of belief that it'll pay off. David Villa, and he's intervened well there. They've got to be quick moving this forward. Neymar, now there's a fine ball. Well, it didn't look good for a while, but that was brave defending, and they got away with it. Oh, that's brilliantly defended, though. It looked destined for a goal. Could have been dangerous, but it came to nothing. Well, there is a look that says it all. A piercing stare. Yeah, the idea was right. The delivery wasn't. They can revisit that further on. Oh, he's done very well to take that back. That is good alertness. And here's the chance to counter. That's been cut out, well played. He's looking wide. And he's picked out the run. He's one-on-one, shot. Decent hit! Oh, taken with style. Yet another goal in an awesome performance. They are in complete charge. And that really is so impressive. Yeah, that's what the game is all about. Excitement and entertainment. What a lovely moment. It's become a case of men against boys. Well, it's a move of great promise, but will it really prove productive? They'll want to make the most of this turnover. The referee looks at his watch and blows his whistle. Barcelona can celebrate now. സ്പോർട്സ് ഷോർട്സ് ബ്രോ ഫ്രണ്ട്ലി കളിക്കാനുണ്ടോ? ഇപ്പൊ ഇല്ല ബ്രോ, ഞാൻ ഇവന്റ് കളിച്ച് തീർത്തോണ്ടിരിക്കുകയാണ്. ഇത് 2 കൂടിയും ബാക്കിയുണ്ട്. പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല.
ഫ്രീ ട്രൈ ആരെങ്കിലും കിട്ടിയോ? ഫ്രീ ട്രൈ നോക്കിയിട്ടില്ല ബ്രോ, എടുത്ത് വെച്ചേക്കാണ്. ഒന്നിച്ച് തെറ്റ് കറക്കാന്ന് വിചാരിച്ചു. മേല് ക്ലിയർ ഒബ്ജക്റ്റീവുകൾ മാത്രമേ ഉള്ളൂ. ഒരാളും കൂടി അതിനായിട്ട് കളിക്കാം. ജയിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതിനായിട്ട് കളിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അവര് Well, hello and welcome for the first time this season to everybody around the world, and we have for you a clash of two teams with very similar intentions. A statement win at the expense of the other would be the ideal scenario for both. A flying start is certainly required. Well, the pre-match build-up has been fantastic. Now, the game itself. And as you can see, we've already started here. It's run loose here. David Villa. That's positional gold, the utilisation of space. And we have our very first corner. And the shot! It's in! Well, they would have been looking at him to produce the goods, and that was very kind of him to oblige so early. Just gorgeous, the most glorious, delicious of touches, followed up with an unerring finish. Speed of thought, speed of action, that's another really clever finish. Barcelona penetrate first. It is a truly precious lead. Yeah, although that first goal is a welcome boost, they can't afford to ease off now. To do that would simply be inviting danger. Pressing high and with purpose. And he can clear it away. So just a one early goal to report so far. And the score is 1-0. Well, that had the makings of something quite promising, but it's fizzled out into nothing. That is good pressure, just hounded him off it. Oh, it's a nice idea, but the execution was lacking. Floated up and over. And it's hoisted clear. He can get that clear. Stood up well to him there. Oh, that's a key interception. No, that's been intercepted. Griezmann. That looks a good ball. Great chance! That's just playing it safe and simple. And here's Vinicius Junior. Griezmann! He's got away with one there.
Barcelona have their second corner now. Struck first time. No, not quite. Well, I think a little eagerness just got the better of him. He may have been thinking about back page headlines there. Just coming up to the 30-minute mark. Couldn't quite squeeze that one through. David Villa. Mbappe looking to get on the end of this. And now they can clear their lines. Bumps him off it and wins back the ball. Griezmann gets flagged offside. Mohammed Rafi, hi bro, welcome to the stream bro. That'll be a throw. Hi. Martinez. He's not got that quite right. He's found a way past. Now this could be a chance. Hits one! Oh, that was no routine save. Well, you get a sense, Peter, that he could almost get to anything today. David Villa. Vinicius Junior. Vinicius Junior! It's loose now and they want to get it back. Oh, he's been caught napping. And the cutback. That's a lovely, neat pass. Challenged just a bit on the firm side. Whistle's gone, that's a foul. അടിച്ച് നമുക്ക് പോസ്റ്റ് ഇടണം. That was venomous. Steered out wide, but he won't reach that one. Mbappe. Well, a glitch with the rangefinder there, and evident annoyance. The movement was good, but the pass lacked authority, a cause of mild frustration. That has not gone well. And the first 45 minutes are up. So there we are, half-time. Both teams head into their respective dressing room. And while there was a genuine flow about the game, most importantly, there has been just one telling moment. It is still very tight here. The game still up for grabs. And the half-time score, 1-0. I think on the whole, the team linked up very well and has been organised. Hence their position. They can afford to be a little braver with the ball, I think. Something they'll be told many times, I'm sure, during the interval. Barcelona leading a cagey game here. It's had its moments, and it's 1-0 at the break. And we're already back up and running after half-time. A solitary goal. That has been the crucial difference. സ്റ്റാർ ഗെയിമിംഗ് ഫ്രീ സ്പിൻ വല്ലതും കിട്ടിയോ? ഫ്രീ സ്പിൻ ഒന്നറിഞ്ഞ ബ്രോ, ഞാൻ കറക്കിയിട്ടില്ല. ലാസ്റ്റ് ടൈമിൽ ഒന്നിച്ചെടുക്കാന്ന് വിചാരിച്ചു. He just needs to find the control button on his aggression before the ref does it for him, Peter.
Looking to set free a run, and the finish! Good try. The outcome could so easily have been different. A more than decent attempt, Peter. Araujo. David Villa. Fiddles it through, and he's picked out the run. That's good defensive concentration. And he's there to retrieve it. Just coming up to the hour mark, and it's still 1-0. Gets the shot away! Loose ball now, and there's a chase on to retrieve it. That's a decent clearance. Free spin against the Oh, he'll be annoyed with himself for not getting there. Martinez clears. He's coming under serious pressure here. Yeah, and the creator-in-chief is unsurprisingly being treated as a special case now. That's a little off target. Shin to shin, bicep to bicep, and he wins out. That looks a good ball through. Oh, look at the space. There's the shot! And it's in! Two to the good! They have breathing space! And that really is so impressive. Well, from the moment he got involved, he looked as if he'd go all the way. Terrific. Barcelona are sitting pretty, 2-0 up. The turning of the screw comes to mind, Peter. They've got them where they want them. And he cuts out the supply. Vinicius Junior. Yeah, they were looking for a counter-attack. And he's had it nicked away. Well, they keep pressing like that as long as they can. Oh, that's well spotted. Has a look and place it forward. Pass somewhat off target. And it is clear to see that he is not at all happy with that. Well, that's down to a simple miscalculation. No more, no less. And that is a little undercooked. Well seen. Saw that coming. That's great positioning. So good from him. The message is clear, none shall pass. Barcelona choosing to make the first change. Well, for me, this was the obvious substitution. He'd become just a little jaded, and as a result of that, he was most likely to make a mistake. I think sometimes when the body becomes tired, the brain goes with it, and I think that's happened in this case. Busquets, and there's green grass ahead of him. A lot of... There's the hit! Yes! What a moment for the double centurion! Barcelona clearly executed that with considerable confidence. It only took seconds to score once the ball was recovered. And when the manager called on him, he was only too happy to repay that faith. I think the manager's claiming an assist here. So there's going to be another change here. Alvarez to come on, a change that had been mooted for a while. Yeah, they've gone for more energy up front. This is a clear message, Peter. 3-0, and things are starting to look awfully cosy.
He is through here. It's a sharp pass. That is good alertness. Barcelona have now used up all but one of their substitution windows. Alvarez. And there's his chance to lead the counter. David Villa! Now, how often do you see that? And that could set him on his way. David Villa, he's found a way through. Habrá 3 minutos de descuento. And the number on the board is 3. Benborn, hi bro, message ഇട്ടിട്ടോ ഞാൻ ഫോളോ ചെയ്തിരുന്ന ചാനൽ. It's a good foot in there. വളരെ അത്യാവശ്യമാണ് അങ്ങനത്തെ സാധനം നമുക്ക്. Modric. Last ditch defending, but that'll do. അത് ലെജൻഡിലാണ് കളിക്കണേ. ലെജൻഡിൽ 3 ഗോൾ അടിക്കാൻ പറ്റി. കളിയും ജയിച്ചു. വേൾഡ് വൈഡിൽ 2 കിട്ടി. പൊളിച്ചമ്മ. Your final thoughts, Jim? Full complete. അതിനായിട്ടുള്ള പരിപാടിയായി. അതിൽ ഫുള്ള് ഡീറ്റെയിൽസ് മുഹമ്മദ് റാഫി ഹായ് ബ്രോ, അതിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഇട്ട് ആടാ സെറ്റ് ആക്കാം നമുക്ക്. വേൾഡ് വൈഡിന്റെ 5 എണ്ണം കൊണ്ട് കിട്ടിയേക്കും. 5 എണ്ണം ഇതാണ്. റൂമേഴ്സ് ഒഫീഷ്യൽ ന്യൂസ് ഒക്കെ വരും. ഓക്കെ ഓക്കെ, കണ്ടാ വിശ്വസിക്കുന്ന ഒരു പോസ്റ്റർ കിട്ടിയാൽ മതി. അതിന് വേറെ ഡീറ്റെയിൽസ് വേണ്ട. വേറിസ് ലൂപ്പ് ബ്രിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാണ്, പിന്നെ കണ്ടിട്ടില്ല. അതിന്റെ വല്ല പണിയിലായിരിക്കും ഉള്ളത്. മൈക്രോൺ വാക്സിറ്റ് വരക്കാണ്ട് എപ്പിക് വേൾഡ് വൈഡ് 30 വരെ കിട്ടും. ഓക്കെ, 30 കിട്ടും. 21 പ്രാവശ്യം നമ്മ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലെയർ ഫ്രീ ട്രൈ ഇതും കിട്ടും, സെലക്റ്റീവും കിട്ടും. അങ്ങനെയാണ് കേട്ടോ. സ്പെഷ്യൽ ലോഗിന് 11 എണ്ണം, ക്യാമ്പയിൻ 17 എണ്ണം, ചാലഞ്ചിൽ 2 എണ്ണം. ഇപ്പൊ 28 30 അങ്ങനെ 21 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റീവും കിട്ടും. അത് വിളിച്ചു. അതാണ് ഇവിടെ കാണുന്ന സാധനം. ഇവിടെ മേക്ക് ചാൻസ് ഓഫ് ഡേറ്റ് സെലക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മ യൂസ് ചെയ്യണം ആ സാധനം. 5 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ, ഇനി 16 കൂടി കിട്ടണം. ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ട് ഇവിടെ.
ഇതിന്നും കിട്ടും. 1 2 3 4 5 ഇവിടെ കിട്ടും. ഇന്നലെ നൈറ്റ് കിട്ടിയ ഫോൺ പാക്ക് സെയിം ആണ്. റോൾ അതെ അതെ അതെ, ശരിയാ ശരിയാ. നീ അയച്ചെന്ന അതേ സാധനം തന്നെയാണ്. ഞാനിന്ന് കാലത്ത് മറ്റേ റെഡിറ്റ് കയറിയപ്പോഴാണ് ഇതിന്റെ ഈ സംഭവം കിട്ടി, 8th ആനിവേഴ്സറിയുടെ. അതാണ് ഞാൻ അത് പോസ്റ്റർ ഇട്ട്. പിന്നെ ഒരു കളി കളിക്കുന്നു. എംപയർ ഗെയിമിംഗ്, ഹായ് ബ്രോ, വെൽക്കം ടു സ്ട്രീം ബ്രോ. കളി ജയിക്കണോല, ട്രൈ ചെയ്ത് നോക്കട്ടെ. ലൈവില് ആള് കുറവാണല്ലോ. അതേ ബ്രോ, ലൈവില് ആള് കുറവാണ്. ആള് കുറവാണെന്ന് പറയാൻ പറ്റില്ല, എത്ര പോലും ഉണ്ടാവാറില്ല സാധാരണ. സ്പിൻ ചെയ്യാടാ, ഞാൻ ആ ലാസ്റ്റ് ടൈം ആണെങ്കിലും ചെയ്യാം. 20 ദിവസം ഉണ്ടല്ലോ, ഒന്നിച്ച് അങ്ങോട്ട് സ്പിൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടട്ടെ, അങ്ങനത്തെ ഇത് ചെയ്യാം. മൊത്തം നമ്മളെ ആദ്യമായിട്ടാണ് അങ്ങനെ കിട്ടണം. 10 നമ്മളെ ജയിച്ചു കഴിഞ്ഞാൽ 6ാമത്തെ കിട്ടും. ഇല്ല 8 അപ്പൊ 6ഉം 14 കിട്ടും. ഏണം നമ്മൾ കളിച്ചൊപ്പിക്കണം. BRCN, താങ്ക് യു ബ്രോ, താങ്ക് യു, വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. ബ്രോ, ഞങ്ങൾ മല്ലു പെസ് മാസ്റ്റർ ഫാമിലിയിലുള്ളതാണോ? ഓ, അത് ശരി. ഞങ്ങൾ എന്ന് പറയുമ്പോ എംപയർ ഗെയിമിംഗ്, BRC നിങ്ങളൊക്കെ ഒന്നിച്ചാണോ വന്നത്? ഹെവി ഹെവി. ഓൾ ഫാമർ എന്താ പൊന്നോ. എന്ത് നോക്കാൻ പരസ്യം കരുതലോ.
നോക്കാം. ഒരു അപ്രീഷ്യല്ലോ. ചറപറ ക്വാളിറ്റി ആ കളി അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു, അടുത്ത കളി എടുക്കുന്നു. Well, this really is quite uplifting. There is so much to raise the mood all around us. After all, this is when, in the face of anything, hope springs eternal, and the fans puff out their chests proudly. And the matchday noise at this place is truly special. The pride, the passion, it adds to a massive sense of occasion. And we're underway. Couldn't squeeze it through. Szoboszlai. And it's Fernando Torres. He's played him through. Mikel Merino deals with that comfortably. Jim, which player is best equipped for this game? Yeah, Virgil van Dijk. He's just about unbeatable in every department, Peter. He's strong, he's quick, he's totally dominant in the air. And what's more, he seems to really love a tussle. His passing's good too, and he never seems to lose it in important areas. I'd expect this team to notch up a lot of clean sheets with him on board. Yeah, he'll certainly be leaving his mark on this game, quite possibly actually at both ends. Ruben Dias cuts out the pass. Alexander-Arnold. Belts one. It's loose, and there's a race for the ball. Well, height could make all the difference on these set pieces. A real chance and a real let-off. Oh, I'm not sure what he had in mind, and I don't think he knew either. That is a great pick-out. It's been a pretty high-octane start, at least from one side's perspective. Yeah, it's Szoboszlai! Good run, lovely take, but that is where it stopped. Yeah, the ball in there was simply superb. He won't be too happy that it's gone to waste like that. Now it's Torres. De Bruyne. Ødegaard. Have beautifully policed that midfield. The opposition have been handcuffed. Done delicately. Now it's Foden. And the shot! So it is still 0-0. Alexander-Arnold looks to go up and over, and there's green grass ahead of him. Ederson with the clearance, and here's Rashford. Now it's De Bruyne. And he cuts out the supply. Van Dijk spots it and intercepts. Palmer will not want to lose out here, not against this opponent. Palmer finds himself offside. Oh, inetrayai nokada. Yep, lol, tell me. Ande pack Ricardo, Ronaldo, Messi. Okay. Oh, nicely intercepted. Just as I thought, Peter, it looks like this is a side that's setting themselves up for a counter-attack. Yeah, stand by for the early ball, the big one over the top. Yeah, and those that are up top, Peter, have to be willing to chase. Shot a goal! Oh, it's fallen loose again! It's there! Some heroic goalkeeping, but even that couldn't save them this time. Well, it still had to be finished off, so well done to the goal scorer, but the keeper should have done a lot better. So the first goal of the game. Well, this should allow them to be a bit more expansive, although they'll be wise to be cautious for now. I have to say, that was an exemplary tackle. Stopped him dead in his tracks. Well read, nice interception. Van Dijk makes the interception. He's looking for the runner here, and he's intervened well there.
No, he's just misjudged that one. Vanborn coin എത്ര PCL 90 93. Alexander-Arnold. ആ കോയിനല്ലേ ഇടാൻ ചോദിക്കണത്? വാച്ചറിന്റെ കോയിൻ ഇടാൻ ചോദിക്കണത്. Driving forward. Think through. Okay, being behind at the break isn't ideal, but there's plenty of time to reply. He's had it taken off him. Szoboszlai. He's looking to set free a runner. Alisson will lay claim to that. Alexander-Arnold. Szoboszlai. Half-time getting close now. Oh, and he's through the middle. He rises! Hot knife through butter. They have done it again. Full support, Sinan with you. Hi bro, welcome to the stream bro. Made a classic move and made it perfectly. So that's 2 now without reply. Yeah, and you have to say that the contrast of moods are very visible now. They really fancy എന്റെ കോയിൻ ഞാൻ വെളിപ്പെടുത്താറില്ല. ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാടാ. 500 ചെല്ലാനല്ലേ ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാം. Challenge just a bit on the firm side. Well, he was clearly disappointed with that pass. That was just poor decision making and the weak execution. And for a moment, മച്ചാനെ പ്ലീസ് മച്ചാനെ. വെൻബോൺ ഡയലോഗ്. And this could be the final action of the first half. Not pretty, but it gets the job done. Some first half thoughts? Well, it's looking pretty straightforward, Peter. They've got themselves into a very good position, so why dither from here when they can repeat their first half success with another show of strength? Just a quick request today for everybody to please kindly remove any cars. 500 2 മുന്നേ. ഓക്കെ ചെക്കടെ 150 കോയിൻ കഴിഞ്ഞിട്ടാ. ചെക്കടെ ഇപ്പൊ വെട്ടിക്കാൻ വരും. Substitution on the field. Number 9. Deepak Prasad, hi bro. Whistle goes and we start the second half. Coming on the field. Well, this half might require them to produce a plan A, B and C. Leveling the score is easier said than done, but that will be the target. Get back on terms and then use that momentum to go again. Szoboszlai. He's got Szoboszlai! Yes! That settles it. Very cleverly provided a return difference in the creation of that goal. I don't want to take anything away from the finish, but the pass was really first coin എന്നടി. അതെ. എക്സ്പ്ലാനേഷൻ പോലെ കോയിൻ അടിക്കണം നല്ല കാര്യമുള്ളൂ. ചെക്കൻ കാണിച്ചു തരണം അതുപോലെ അടിക്കും. അടിക്കൂല അടിച്ച് കോഡ് വെൻബോൺ ചെക്കൻ ചോദിക്കണല്ലേ. ഇപ്പൊ ഒരുമാതിരി പ്ലേയേഴ്സ് ആണല്ലോ. എന്താണ് മച്ചാന്? ഇതൊക്കെ ഏത് ഇതൊക്കെ? എന്റെ പൊന്ന് നീല കളറാണ്. ഫസ്റ്റ് എക്സ്പ്ലനേഷൻ പോയിന്റ് കോയിൻസ് അടിക്കാൻ. അതെ പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലെങ്കിൽ മന്നാതെ
Well, here comes a crunch game. So much depends on this. Expectation and nerve. It is indeed a heady mix. And expectations are rising and decibel levels are rising. The noise is quite something. You can feel what football means to the people in this part of the world. There's the whistle, and here we go. Excellent challenge there, uncompromising. De Bruyne, Fernando, and the finish! Steven Gerrard is capable of taking... Torres! Cha-cha. Oh, he's been caught ആരല്ല napping. ചെറാടക്ക ഞാൻ പോണ് ബൈ ചാച്ചാ. Bumps him off it and wins back the ball. That's a sharp pass. No luck with that dink over the top. Well, there is a look that says it all. A piercing stare. Encourage the pass with an intelligent run, but the pass just lacked pace. ഒരു ചാമ്പത് പോയി കിട്ടിയാലും കളിക്കാണ്ട്. ഏറ്റവും 3 കളി വെച്ചാലത്ത് ഇങ്ങനെ കൊതിപ്പിച്ചോണ്ടിരിക്കണമാര്. സെമീസേ ഒന്ന് നോക്കി പറയോ. ബെൻബോൺ 583 പോയിന്റ്. ഇത്രേ ഉള്ളു. ബെൻബോണെ ഓസിന് പോയിന്റ് കിട്ടിയടാ. 50 പോയിന്റും കിട്ടി. കോൺട്രാക്ട് നിറഞ്ഞ്. ഇതിലൊരെണ്ണം ഉണ്ട്, ഇതിൽ 6 എണ്ണം ഉണ്ട്. 15 എണ്ണം അവിടെ കിട്ടണം. ആ 553 പിടിക്കാൻ പറ്റുമെങ്കിൽ നീ പിടിക്കാൻ. അതൊക്കെ ചില സെറ്റ് ആകും. വന്നപ്പോഴേക്കാണ് ഇത്ര ആക്കില്ലടാ. വന്നപ്പോഴേക്ക് 2 അസ്ഥാനായി അവന്. അല്ല കണ്ണമ്പ്രോ ഉണ്ട് കേട്ടോ. കണ്ണമ്പ്രോ ഉണ്ട്. തേടായി വന്നപ്പോഴേ ഞാൻ ട്രൈ ചെയ്യാം. അതാണ് ഇത്രേ ഉള്ളു. പക്ഷെ ഷവായിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ബെൻബോണ കിട്ടിച്ചു കഴിഞ്ഞാൽ. ഞാൻ പറ്റുന്നവരെ ട്രൈ ചെയ്യാണ്. അതെ അത്രേ ഉള്ളു. പ്ലെയർ വേഴ്സസ് പ്ലെയർ. ഒരു രണ്ടാമത്തെ പടയ്ക്ക് നമുക്ക് ലോല എനിക്കൊരു എതിരാളിയാവും. ആക്കും ഞാൻ. എനിക്കൊരു എതിരാളി ഞാൻ ആക്കും. ഇതാണ് ലോല. ഞാൻ പുറത്തുനിന്ന് ഇറക്കിയാണ് ലോലനെ. നിനക്കും നിന്റെ ഷവായിക്കും ഒരു എതിരാളിയാണ് ലോലൻ.
ഞാനെതിരാളിയല്ലേ, ഒരു സുഹൃത്ത് അല്ല, ഒരു സുഹൃത്ത്. എന്താണ് ബെൻബോൺ, സീരിയസ് ആണ്. ഇതല്ല ബെൻബോൺ, ഷവായിയുടെ കാര്യത്തിൽ പേടിച്ചിട്ടാണ്. ഷവായി പോലെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്, എന്റെ എതിരാളിയായിട്ടല്ല. ബെൻബോന്റെ ഷവായി അല്ലേ പോവുക എന്നാലോചിച്ചപ്പ പറഞ്ഞാണ്. ഓ ഇതൊക്കെ എന്ത് ടീം ഇതൊക്കെ. Hi B Edits, hi bro, welcome to the stream bro. Well, the premise of the tournament is simple. Every team, of course, is striving to make the latter stages. That's where they all want to be. No doubt these two harbour very similar ambitions. A good show here, absolutely crucial. Well, the pre-match build-up has been fantastic. Now, the game itself. The action has already started. Jim, who do you pick out as the telling individual today? Well, Peter, what else can we say about this fella, Moises Caicedo? He'll be extremely busy just shifting the ball all over the place as a 6 or an 8. We've seen him do that an awful lot. But it's what he does without the ball, for me, that makes him priceless. I mean, rarely do you see someone who can disrupt opposition play as cleverly as he can, and he will be a key factor. Well, quite no argument from me on that one. Well, that is not the best ball, and he offers an apologetic look. Well, that's down to a simple miscalculation. No more, no less. Well, he's going to be disappointed with that. Well, the chip pass hasn't quite come off. Diaby is herring after that one. Oh no, no circumventing this opponent. And here's De Bruyne. Oh, terrible pass. Played towards the other side. Aims beyond the defence. Check. De Bruyne. Neither of the teams has yet taken the initiative. Quarter of an hour played. No, that's been intercepted. No, that pass has been well intercepted. Chips it through. Oh, that's well spotted. Stones making good progress on the right-hand side. De Bruyne. It's not the game we were hoping for, Peter. I think both of these keepers could text about their respective uninvolvement. How many interceptions have we seen now? Someone's got to up the quality and set an example. Well, a glitch with the rangefinder there, and evident annoyance. The movement was good, but the pass lacked authority. It's one! Carolo. First blood drawn. Yeah, they were made to pay for not moving the ball smartly enough through a very strong pressing wave. After 22 minutes... They have what they wanted, the first breakthrough. Well, that's changed the mood entirely, as you'd expect, Peter. It'll be fascinating now to see what kind of reaction it will cause. Well, that is good. Super running, sharp movement. Came up against a defender, though. Diaby! Carolo. And for a moment, time stood still. Well, one sloppy lapse like that can do a lot of damage, and it was triggered by the closing down. And it's hoisted clear. And here's De Bruyne. Climbs up big.
Oh, just needed a better contact. Well, plenty of moving targets to pick out in the box. Obviously increases your chances of the ball being met like that by someone. That is good alertness. White. Keeper has taken decisive action. Fernando Torres. That pass isn't the best. FT, hi bro, welcome to the stream, We're bro. not going to make any further progress now. Hi. Liverpool were a team looking for an outlet, and it seems, Jim, as though they've found one. Yeah, and if that allows them to get people running at and even going beyond that defence, then you can start asking more questions. De Bruyne looking understandably energised after his goal. He could be in here. Oh, he's felt that, hasn't he? It looks very much like they'd be happy to settle for this narrow lead at the break. Oh, that's fabulous. Chance! Oh, He scored! They have done it! Equaliser! Well, we're all back to square one, but I hope this game opens up from here. It looks as if it could happen. Well, was he ever going to miss that? Of course he wasn't. Peter, that was just a defensive act of generosity that was always going to have a painful ending. And that has added a whole new complexion to the game. Look, Peter, I was on the fence before a ball was kicked, and I still haven't moved. Now it's Torres. Oh, this looks sharp. Diaby, foot in. And it's Fernando Torres. In with the challenge. There will be 1 minute Torres. added time. Neatly clipped into space. Now it's Haaland. Stones cuts it out. Junaid KR, hi bro, welcome to the stream, bro. He's blown his whistle for half-time. A pretty decent watch this, and each side has contributed in equal part. A couple of very good goals for the crowd to enjoy, and a game which is right on the edge. At half-time, it's 1 each. So, both teams heading off for the break. An interesting game has brewed up here, hoping perhaps for a little bit more from both parties in the second half, but the score at half-time is 1-1. Here's the whistle then to start the second half. Saka. Rodri. Onana. That is out of play. Szoboszlai. Ball's out, it'll be a throw-in again. And he's managed to gift it back. Haaland. Oh, easy pickings there. Now it's Torres. Foden. It's the sort of situation that they'll want to capitalise on now. Happy Junaid, welcome to the stream, bro. And that's definitely not his best. Van Dijk cuts out the pass. White. Well played, that has snuffed out the danger. And it's Son Heung-min. Fernando Torres. And Torres! Tarolo. Well, it's hardly a great surprise to see him doing something thrilling, and it should send a strength and courage through every one of his teammates from here. That looks like a preconceived plan. Win the ball and then unleash. So we have a breakthrough. Now how will things develop from here? Listen, when it comes to goals, Peter, in this team, he's always the #1 contender, and he's done it again.
Bernardo Silva. Well, they've stamped some authority on things, but how much more authority can be generated? Fernando Torres. And he cuts out the supply. And here's Haaland. And back it goes. They're really getting no time to think on the ball here. And the shot! Well, there's the clearance. Diaby! Fair attempt, just the wrong outcome. The attendance for this match was 70,000. Well seen, saw that coming. That's great positioning, so good from him. Gets his pass away. Oh, nicely intercepted. It's about risk-taking and boldness now. Are we going to see any activity from the bench? Saka. Well, it's good stuff. This is better. There is an irresistible, irrepressible look about them here. Well, the question now is whether they can sustain it. Oh, it's a sweet ball, that. And Dyke calmly anticipates. But it is clear to see that he is not at all happy with that. Yeah, the idea was right. The delivery wasn't. They can revisit that further on. That has ended up in no man's land. And that has left him in a heap. Oh, it's a nice idea, but the execution was lacking. Van Dijk. Now White. It's a good run down the right. Perez. And he's heaved it away. That's positional gold. Up he goes! Should have been It looked like he got a bit anxious there when the pressure was on. Substitution on the field. Number 24. So, time for changes on both sides, actually. Well, I suppose, Peter, in a tight game like this is as good a time as any to make a change. Coming on the field. And that interception was most necessary. That was well played, well stopped. Number 52. They may end up with some regret with this tactic, but you have to admire their commitment to goals. And he was alert to it. Gabriel Jesus. Looking for options for movement. Nice bit of trickery. Oh, nice touch. That looks a foul. Yeah, referee's given it. Well, some of the players here are letting their emotions get the better of them. They do have to be careful. This must not be inflamed any further. De Bruyne looking to play it into the box. So who is the target now? He's having a look at what's available. Cleared away. He's had a hit! And the lead stays intact, just. Well, the lead may be fragile, but the keeper was focused and strong. Oh, perfectly measured that. And that is a little under... Bernardo Silva! Would have won it. Bernardo Silva really thought he'd scored to settle this contest, and he's struggling to believe being denied. Yeah, it's safe to say that they just need to manage this to secure the win now. It's Haaland! Denied by an instinctive save. That'll earn him a few high fives. Probably feels he could have been better protected, though. Desperate defending required here. De Bruyne Hello. Short. Has a go! Dealt with nicely by the defence. And it's De Bruyne. And De Bruyne! That was superb! ടൈറ്റ് കളിയുടെ ടൈറ്റ് കളി ടൈറ്റ് കളി ഫുഡ് കഴിച്ചു Bernardo Silva spots it and intercepts. It's a good ball out wide. In for
ടോറസ് ഗോൾ അടിച്ചോളി. That's very, very good. You can't ask Ah, for much more than that. Gabriel Jesus looking to penetrate opposition lines. Great chance. ജയിച്ചു. And അത്രേ ഉള്ളൂ. that is the end of it. രണ്ടാമത്തെ കളി They ജയിച്ചിട്ടാ. hung on right till the finish. ഒരു കളി കൂടി ജയിച്ചു വേൾഡിന്റെ ഇത് കിട്ടും. ഞാനതാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. A test passed with flying colours. അതന്നെയാണ് ഞാനിപ്പോ കളിക്കുന്നത്. ആ PVP ഉണ്ടായി. ആ PVP തീർക്കണം 3 കണ്ടില്ലേ. ഒരു കളി കൂടി PVP തീർത്ത് കഴിഞ്ഞാൽ വേൾഡിന്റെ അവിടെ നിന്ന് കിട്ടും. എല്ലാവർക്കും ഒന്നും കൊടുക്കണം. മറ്റേ വേൾഡ് ആണ് 33 അല്ലാന്ന് 500 300 അതിന്ന് കുറെ വാരി തോന്നുന്നു. എനിക്കിപ്പോ 7 അങ്ങോട്ട് ടോട്ടൽ തുറക്കുക. ഇങ്ങനെയൊക്കെ 21 പ്രാവശ്യം തുറന്നു കഴിഞ്ഞാലേ സെലക്റ്റീവ് കിട്ടും. അപ്പൊ സെലക്റ്റീവ് കിട്ടും. കുറച്ച് ദിവസം ഇരിക്കണം. ഇപ്പൊ 20 ദിവസം ഉണ്ടല്ലോ. അപ്പൊ അടുത്ത POTW ഒക്കെ കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. കഴിച്ചാണ് കുട്ടാ കഴിച്ചാണ്. ആ കുറച്ച് ശരിക്കാം. ഓ ഞാൻ ഇല്ലടാ പൊന്നുമോനെ. ഹൈ പ്രഷറാണ്. എനിക്ക് ഇതിൽ തന്നെ കളിക്കാൻ പറ്റുള്ള PVP. ഇവന്റ് ആയതുകൊണ്ട് കാർഡുകൾ കൂട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് കളിക്കുന്നത്. പ്രഷറല്ല ഞാൻ പറഞ്ഞു, വെറുതെ ടൈം വേസ്റ്റ് അല്ലേ. അതാണ് എന്റർടൈൻമെന്റ് ഇല്ല. എന്റർടൈൻമെന്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവ് അല്ലേ ഇടണത്. അല്ലെങ്കിൽ മറ്റന്മാര് ഫ്രണ്ട്ലി കളിക്കാൻ വിളിക്കണല്ലേ, അവന്മാരെ കൂടി കളിച്ചാൽ പോരെ. എനിക്ക് ഞാൻ നിനക്ക് വേണമെങ്കിൽ മറ്റന്മാരെ മുട്ടിച്ചേരാ. MXN ആള് ചാരിലിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ ശരി, ഞാനാണ് ആൾക്ക് നിന്റെ ഐഡിയ കൊടുത്തത്. പറഞ്ഞിട്ട് ട്രെയിനിങ് രണ്ടെണ്ണം ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കദം ഹോ ജാത്തി ഹെ. രാത്രി 45 മണിയായല്ല. പക്ഷെ അത് മൊത്തം കഴിയുമ്പോ രാത്രിയാവും. കുറച്ച് റെസ്റ്റ് എടുക്കണം. ഇതന്നതേ 10,900 വ്യൂ ആയി. അടിപൊളി. 906. തട്ടിൽ തിരിയാളിയാണല്ലോ വന്നേക്കണേ. എർലിംഗ് ഹാലൻഡ്, സബോസ്ലായ്, ഇത് 3 ഉള്ളു. ലൂയിസ് റോമനാണ്. മുന്നൂറാ? വേറെ 300 രൂപയ്ക്ക് വേണ്ടി നിനക്ക് അക്കൗണ്ട് കൊടുക്കണോ? ഞാൻ പറയുന്നു ഇപ്പൊ കൊടുക്കണ്ട, ഭാവിയിൽ നമുക്ക് അതുകൊണ്ടൊരു കാര്യമുണ്ട്. കാര്യമുണ്ട്, നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ നീ അത് കേട്ടാ മതി. വേറെ എന്ത് കാര്യം നീ ചോദിക്കണ്ട. കാര്യമില്ലടെ ഞാൻ പറയോ കൊടുക്കണ്ട. ആവശ്യം വരുവാടാ. ആ അത്രേ ഉള്ളൂ. കളിക്കാൻ തോന്നണില്ല. മൊബൈലിലല്ലേ? അതെ, നിനക്ക് ഇത് കളിച്ചോണ്ടാണോ? PC കളിച്ചോണ്ട് തോന്നണോ? അങ്ങനെ ആയിരിക്കുള്ളൂ. അതൊക്കെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ആ റിയലിസം കൂടുന്തോറും നമുക്ക് റെഡ് ആയിട്ട് കളിച്ചോണ്ടാണല്ലോ നമുക്ക് ബാക്കിയുള്ള ഗെയിമുകളോട് അത്രയ്ക്ക് ഒരു ഇത് തോന്നാത്തത്.
Amnu, hello bro, welcome to the stream bro. Welcome for the silent first time this season to everybody around the world, and we have for you a clash of two teams with very similar intentions. A statement win at the expense of the other would be the ideal scenario for both. A flying start is certainly required. And this place is living up to its reputation as one of the noisiest corners of the footballing world. No decibels spared in this collective chorus. Well, if you did just miss it, we are up and running already. Now it's Son Heung-min. Oh, he's found him in space. So, Jim, tell me this, who are you looking for in particular here? Well, Guardiola, Peter, is... Real chance! It's there! Listen, the big names earn their reputations for precisely the reason we've just seen. They have a habit of making their presence felt, and here we are, early stages. He struck one, and he looks hungry for more. Yeah, I'd call that transition with bite. They won it back and bit hard. They have what they wanted, the first breakthrough. Well, that goal has got the whole stadium rocking here. This is exactly the kind of atmosphere the players should feed off now. Could have been dangerous, but it came to nothing. And they've got rid. Akanji gets over and intercepts. Son Heung-min. So just the one early goal to report so far. And the score is 1-0. Muhammad Sahal, hi bro, welcome to the stream bro. Busy ആണോ bro? Busy അല്ല bro. ഇത് കളിച്ചോണ്ടിരിക്കുന്നു. Busy എന്ന് പറയാൻ പറ്റില്ല. And that's definitely not his best. ചോദിച്ചോളൂ, no problem. Stones gets across to intercept that. And he's hit it long. Couldn't quite squeeze. Busy ആണ് bro. Bro busy ആണ്. Okay to get it clear again. No problem bro. Just ചോദിച്ചോളൂ. കാണാറുണ്ടല്ലോ, അങ്ങനത്തെ ചോദിച്ചോളൂ. That's ruffled a few feathers. Well done. Nicely intercepted. Ah. Shubaslai. Son Heung-min. Shubaslai. Quite promising, but it's fizzled out into nothing. Son Heung-min. It's a pretty loose pass. Just eases him off the ball. എന്നിട്ട് കിക്ക് ചെയ്തപ്പോ ബോൾ അവിടെ ഉരുണ്ട് അവിടെ കിടന്നു. It's quite a show he's putting on here. This is excellent work. Foden driving forward, played over towards the opposite flank. De Bruyne! കാറുള്ളൂ. എക്സം കളിക്കണ്ട കേട്ടോ, വേണമെങ്കിൽ അവനായിട്ട് കളിച്ചോ, കുഴപ്പമില്ല. വെറുതെ ടൈം പാസ്. It was a great finish. He put it away with great poise, dead-eye accuracy. No other outcome there. That was bang in the corner, unstoppable. So that's two now without reply. Well, now's the time you could afford to be more daring, Peter. It may be tempting to sit on this, but I'd say go and grab a third. It's a sharp pass. No joy this time. Well, quality clearly deserted him at the crucial moment. Well, that's down to like ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു, പൊളിച്ചോ. താങ്ക് യു ബ്രോ, താങ്ക് യു വെരി മച്ച് ബ്രോ. മാറ്റിട്ടിറങ്ങാണ് എന്റെ മണ്ടത്തരം. അവന്റെ പോസ്റ്റിന് ബോൾ എടുത്തിട്ട് ഞാൻ എന്റെ പോസ്റ്റിൽ കൊണ്ടുപോയത്. Oh, it's just a little long. Rodri with the clearance. And he's gone backward here. It's Gundogan! What a cracking save from the keeper. That may turn out to be a pivotal moment. Szoboszlai has a shot! Spectacular save! Oh, that was a brilliant save. Szoboszlai actually didn't do an awful lot. ഞാൻ എന്റെ കളി ഞാൻ കളിക്കാൻ പോണേ.
കിട്ടുകയാണെങ്കിൽ. And we have our very first corner. നമുക്ക് കിട്ടണം, അടുത്ത വെച്ച് കിക്ക് ചെയ്ത് നമ്മളെ ഗോളിനെ പേടിപ്പിക്കും. Alexander-Arnold plays it short. Turns and goes back. He's gone for goal. നമ്മളെ ഗോളി തടുത്തെടുത്ത് വയ്യാണ്ടായി പോയി. Split second reaction. Foden is offering a right smile there. പേടിപ്പിച്ചോണ്ട് കാര്യം. ഞാൻ കൊടുത്തിട്ടാ വേറെ ആ അതാണ് വേണ്ടേ, പേടിപ്പിച്ചൊരു കാര്യമില്ല. Alexander-Arnold with the short one. And now they can spring out of defence. Bumps him off it and wins back the ball. No, that's been intercepted. Half time coming up and little doubt as to which of the two sides is the happier. Nicely weighted ball. level work അങ്ങനെയാണ്. Szoboszlai. It's Bernardo Silva. Pass somewhat off target. Haaland. Fair attempt, just the wrong outcome. More than decent കള്ളൻ മാധവൻ ഗോൾ പോകും ഇപ്പോ. അതെ And it's been given away. ഓഫ് ഇപ്പോ He's straight offside. അവനെ കിക്കോട് കിക്കവൻ നമ്മളെ കൊടുത്താ നമ്മളെടുക്കാം അടുത്തത്. ഞാനും കളിക്കാൻ പോകും. എനിക്ക് അങ്ങനെ ആയിരുന്നു ഇടയില് ബാറോ ബാറ് എവിടെ നോക്കിയാലും ബാറ്. ഞാൻ നല്ല ഇന്നലെ ഫ്രീ കിക്ക് കയറിയതാണ്. എന്താ പോന്നു വെക്കാമായിരുന്നിട്ട് അത് വേറെ കാര്യം. താഴത്തോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലേ പൊക്കി അടിക്കും. മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാ ജോയിസ്റ്റിക്ക് മൂവ് ചെയ്യണ ആരുമല്ലേ, താഴത്തോട്ട് പ്രസ് ചെയ്ത് ഫ്രീ കിക്കിലിട്ട താഴത്തോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞിട്ട് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊക്കി അടിക്കും. മുകളിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നീട്ടത്തിലടിക്കും. അപ്പൊ കുറച്ച് പവറും ഉണ്ടാവും. മറ്റേത് പവർ കുറവായിരിക്കും, എന്നാലും പൊക്കി നമുക്ക് ലീഫ് ഷോട്ടൊക്കെ അടിക്കാം. Bernardo Silva, Caicedo spots it and intercepts. ടോപ്പിലോട്ട്. പക്ഷെ അങ്ങനത്തെ പൊക്കല്ലല്ലടാ, ഒരാളെ മുകളിൽ കൂടിയൊക്കെ അടിക്കൂലേ മറ്റേ ബ്ലോക്ക് വെക്കണ അതിന് വേണ്ടിട്ട്. താഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൊക്കി ഇങ്ങനെ അടിക്കാം. ലീഫ് ഷോട്ട് അടിച്ചപ്പോ കറക്റ്റ് ആയത്. മീഡിയം ഷോട്ട് ഉണ്ടായിരുന്നുള്ളൂ, അകലം കുറവായിരുന്നു. സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്ക്രിപ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. 48 മിനിറ്റ് ആയിട്ടും കളി കഴിഞ്ഞിട്ടില്ല. നിന്റെ സൂപ്പർ സബാ If you review the first half, well, it's looking pretty straightforward, Peter. They've got themselves into a very good position, so why dither from here when they can repeat their first half success with another show of strength? It has been a remarkable contest, decorated by goals, and two between them at half-time. ഞാനും തുമ്പാ കൊടുക്കണം, 2 കൊടുത്തിട്ടുണ്ട്. 2 മണി കഴിഞ്ഞ പരിപാടി നിർത്താം. അവൻ്റെ അല്ലേ കളിക്കാൻ പറ്റിയ കളിക്ക ഹിൽഫോർഡൻ, സെബോസലായി, അർണോൾഡ്, ഇത്ര പേരുള്ളൂ കാർഡുകൾ. ബാക്കിയൊക്കെ അവന്റെ മഞ്ചസ്റ്ററിന്റെ കാർഡിൽ സാധാ കാർഡുകളാണ്, ബേസിക് കാർഡുകളാണ്. അവനാ ആരണാള് എന്റെ ലുക്കാക്ക് സൂപ്പറാണ്. അത് POTW അല്ലേ ലുക്കാക്കുവിന് ഇതിടാൻ പറ്റുമോ സെക്കൻഡ് സ്ട്രൈക്കർ?
എടാ സ്ക്രിപ്റ്റഡാ എടാ സ്ക്രിപ്റ്റഡാ. Foden. Rodri. That's really well manoeuvred. That is a great pick out. Well, he got rid because he was under pressure. സ്ക്രിപ്റ്റ്. And Dijk gets rid without sophistication. Bernardo Silva. And De Bruyne! Well, the finish certainly didn't match the build-up. De Bruyne deserves a lot of credit for his willingness to make those runs. The passers will always have an option with him. That wasn't the greatest of balls. പോസ്റ്റിനകത്തേറിയടാ പ്ലെയർ. 15 മിനിറ്റിനുള്ളിൽ 4 എണ്ണം അടിച്ചില്ലേ. Just too much on that. forward. So 2-0 the scoreline early after half-time. Guardiola. De Bruyne pinches it off him. Engages and forces him off the ball. Oh, he's managed to get himself offside. കൊടുത്താനറിഞ്ഞ അടുത്തത് ഫീസൊക്കെ കംപ്ലൈന്റ് ആയിരുന്നോണ്ടേക്ക്. Ruben Dias cuts it out. That a foul? Yes, the referee's given it. That's a quick free kick. He's a sharp little ball here. De Bruyne challenged just a bit on the firm side. And he's there to belt it away. And that's been won straight back. Soboslai! It's loose and there's a race for the ball. Bernardo Silva. And now the breakaway. റഫർ എന്തൊക്കെയോ സെക്കൻഡ് കാണിക്കണ്ട, പക്ഷെ ആരും മൈൻഡ് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. റഫറിക്കൊന്നും ഒരു വിലയില്ലേടോ. That's just playing it safe and simple. രണ്ട് കൈയും ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കിയിട്ട് എന്തോ കാണിച്ചിരിക്കുന്നത്. കളിച്ചോളാനാണെന്ന് കണ്ടാ ഫൗളൊന്നുമില്ല, കളിച്ചോളാനാണോ. Now it's Torres. Bernardo Silva. ആരെയാണ് നിനക്ക് വേണ്ടത്? He is through here. Referee's had a good look. ഫെറാൻഡോറസിനെ കിട്ടും. വിനീഷ്യസിനെ തരുള്ളൂ, കാരണം വിനീഷ്യസ് ഇഷ്ടം പോലെ ഉണ്ട് അവരേല്. ഒരു ചാക്ക് നിറച്ച് വിനീഷ്യസ് ഉള്ളതുകൊണ്ട് വിനീഷ്യസിനെ തരുള്ളൂ. That's a half decent try. Well, that's confidence for him. This doesn't even bother him. വിനീഷ്യസിനെ തരുവരും. ഒരുപാട് വിനീഷ്യസ് ചാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. വെഡ്രിണ്ടെങ്കിൽ വെഡ്രി ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. വെഡ്രി ഇല്ലല്ലോ. ആ എന്റെ ഉണ്ട് സൂപ്പർ വെഡ്രി. തുറാമിനെ തുറാം നിന്റെ ഉള്ളതല്ലേ? ആ ഉള്ളൂ. കിട്ടി മച്ചാനെ കിട്ടി. Bernardo Silva. Awareness ഉണ്ട്. Bob. Now it's Szoboszlai. It's all a little bit desperate, but it's got the job done. Well, that tackle was immense, and so was the relief. The great escape. And that's put paid to a promising move. And the finish! Now, who's going to be first to this? Excellent challenge there, uncompromising. അവനെ വറപ്പിച്ചിട്ടാണ് just bludgeoned away. രണ്ട് ഗോളും കൊടുത്തവനക്ക്. And reclaimed it in a trice. Caicedo kept aware, and it is reclaimed easily. Oh, he's through the middle. He can run onto the... Hits one!
മൂന്നാമത്തെ ഗോളും കൊടുത്തു എനിക്ക്. വാടാ പോടാ, കളിയിരുത്തി പോയടാ, കളിയിരുത്തി പോയടാ. അങ്ങനെ അടുത്തതും കിട്ടി നമുക്ക്. വേൾഡ് ആടുകളമ്മ വായിച്ചിട്ട് കിട്ടണം. ഇതാണ് പെനാൽറ്റി ഷൂട്ട് ഔട്ടുള്ളൂ. എത്ര ഉണ്ടാവും? 2 എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത്? W, അതായത് വൈ, നിന്റെ വൈ എക്സ് ഞെക്കുക എന്നിട്ട് വൈ, അല്ല എ ഞെക്കുക എന്നിട്ട് വൈ. കറക്റ്റ് അല്ലേ? അമ്മു ഡിസ്കോഡ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്കോഡ് ജോയിൻ ചെയ്യാൻ പറ്റണല്ലോ. ഇവിടെ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. VC ആണ് ഉദ്ദേശിച്ചത്. VC ഇത് യൂട്യൂബേഴ്സ് VC ആണ്, അതാണ്, അതായിരിക്കും കാണിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിന്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 7 കേട്ടോ. POTW എടുത്തേക്കാളോ പറഞ്ഞോ. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പാസ്വേഡ് അടിച്ച് നോക്ക്, നമ്പർ അടിച്ച് നോക്കി. എനിക്കേതാ ചണ്ണക്കാട് പറഞ്ഞിട്ടാ POTW. പിന്നെ സ്റ്റോൺസ് ഓൾറെഡി ഉള്ളതാണ് എൻ്റെ. ഞാനേ തൽക്കാലം സെയിം സാധനം തന്നെ, 2 ആയിപ്പോട്ടെ, സെയിം കിട്ടുന്നത് കുഴപ്പമില്ല. ഞാനേ ഇതെടുത്ത് വെക്കണ്ട് തൽക്കാലം, കളയാനില്ല. കാരണം ഇരിക്കട്ടെ, ആർക്കെങ്കിലും എക്സ്ചേഞ്ച് ചെയ്തെങ്കിലും കാലത്ത് വരെ എടുത്ത് കൊടുക്കാം. നിനക്ക് തന്നെ തരാം. പിന്നെ നിന്റെ ഒരു ഭയങ്കര വേക്കാണല്ലോ ഉള്ളത്. ജോൺസിനല്ലേ, ജോൺ സ്റ്റോൺസ്. തോടാ കൊള്ളൂല അന്ന് പറയരുത്, നല്ല കാണാറ്. വേണ്ടേക്കും ഉണ്ട്, അതുകൊണ്ട് പൈസ ഉണ്ട്. 82 കാർഡായി, എന്തോരം കളഞ്ഞു കൂട്ടി. പാസ്വേഡ് എടാ ആദ്യം ID രജിസ്റ്റർ ചെയ്യണം ഡിസ്കോഡില്. പാസ്വേഡ് അടിച്ചു നോക്കല്ലേ, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് പറ്റണം തന്നെ, ഓൾറെഡി നിന്റെ ഒരെണ്ണം ഉണ്ടാവും, അതായിരിക്കും. പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്തുട്ടണത്? പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടോ? ഉണ്ട്. പെനാൽറ്റി മാത്രം. പെനാൽറ്റി മാത്രം. ഭ്രാന്തായി പോകും. ഫുള്ള് പ്രഷറാണ്, ഹൈ പ്രഷറാണ്. ആളെ കിട്ടിയാ മതി, അത് കഴിഞ്ഞാ പിന്നെ പ്രഷറൊന്നുമില്ല. ഇനി എവിടെ ആളെ കൊടുക്കുന്നത്? വരൂ. ഇനി ഞാൻ എന്തെങ്കിലും അടിച്ചോടാ. എല്ലാം കഴിഞ്ഞല്ല, എല്ലാം കഴിഞ്ഞ് നീ കൊണ്ടൊന്നും ബാക്കിയില്ല. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഉണ്ട്, എടുക്കണം വേണ്ടെന്നാ എഴുതിക്കണം. ഇവിടെ കളിച്ചേക്കാം. നമുക്കിനി പെനാൽറ്റി അടിച്ച് നോക്കാം. അപ്പോൾ എന്റെ വേറെ എനിക്ക് നേരില്ല. അത്രയുള്ളൂ അല്ലേ? എനിക്ക് പോയി ലോറി ഓടിക്കണ്ടാണ്. വെറുതെ ആരുണ്ടല്ലോ, ഞാൻ സിറ്റി കയറുള്ളൂ. അല്ല പെനാൽറ്റി ഷൂട്ട് ഔട്ട് അല്ലേ, അപ്പൊ കിക്കേഴ്സിനെ മാത്രം അങ്ങോട്ട് കയറ്റിയാ പോരെ. ഐ മീൻ ചണ്ണകളെ കൊടുത്ത് കളഞ്ഞിട്ട് ദ്രോഗ്ബ,
ഒന്ന് റെഡി കൊടുക്കോ മച്ചാനെ? ഏത് മച്ചാനാ റെഡി കൊടുക്കാത്ത മച്ചാനാ? ഒന്ന് റെഡി കൊടുത്ത് ഇത് നമ്മുടെ റാഫിന. റാഫിന് എൻ്റെ അടിപൊളി ഉണ്ടായിരുന്ന വെറുതെ റിലീസ് കളഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഓപ്ഷനും ഇല്ല അങ്ങനെ. അതുപോലെ റിലീസ് ചെയ്ത താരയിലേക്ക് വേണമെങ്കിൽ പക്ഷെ അതിലും വലുത് നമ്മോടെ കൊണ്ടുവരുവാടാ, അതേ സ്ഥാനത്ത് കൊണ്ട് നമ്മ വെക്കും. ഇപ്പൊ അതുണ്ടെങ്കിൽ എന്ത് മുതൽ കൂട്ടെന്നറിയോ? അതെ, മുതലക്കൂട്ടാനെ സോണി ആഡംസ്, പിന്നെ DMFില് ബിസ്ക്കറ്റ്സും കാന്തയും അല്ലെ? ഞാനടിച്ചേ റഫീന മച്ചനെ ചാടാ. സൈഡിലോട്ട് ആരോ ഞെക്കി പിടിക്കണം, എന്നിട്ട് ഞെക്കിയാൽ ഞാൻ തട്ടിയേ. അത്രേ ഉള്ളൂ. മെസ്സിയുടെ പെനാൽറ്റി തട്ടി. അവിടുത്തെ രണ്ടാമത്തെ ഞാൻ അടിച്ചേ. യോ വാടാ അല്ലെ? ഇവനെന്താ ആരെ ഈ രണ്ടാമത്തെ ഞാൻ തട്ടി. ക്രിസ്ത്യാനോടെ പെനാൽറ്റിയും തട്ടി. ഏതെങ്കിലും തൂറ്റ ക്രിസ്ത്യാനായിരിക്കും. എന്റെ മോനെ ഗാരറ്റ് ബെയ്ൽ, എർലിംഗ് ഹാലൻഡ്, റാഫിഞ്ഞ, എംബാപ്പെ, ക്ലൂവേർട്ട്, ഗുട്ടി, ടോണി ആഡംസ്, എന്റെ മോനെ കഫു. ഞാനൊന്നും ഇവിടെ പറയാനില്ലടാ, അവന്റെ ടീം കണ്ടിട്ടാണ്. കീരിക്കടൻ ജോസ് എക്സ്ലാൻഡിസ് കളിക്കുന്നില്ല, കളിക്കണ്ട ബ്രോ. നൈറ്റ് ഭയങ്കര വൈഡായിട്ട് 4 പേരുണ്ട്. അവന്റെ കണ്ണടിച്ച് രണ്ടെണ്ണം പുറത്തിറക്കി. ഇങ്ങനെ പറയണ അഹങ്കരിക്കാൻ പാടില്ല. Boy, you can feel the tension. Drogba is over the first kick. And he does it with poise. Yeah, it's a guessing game for the keeper and he guessed wrong. ബോയ് മെത്ത് കുക്കിംഗ് എങ്ങനെയായിരുന്നു സിറ്റിയിൽ ഒരു വീഡിയോ ചെയ്യാമോ? എനിക്ക് വലിയ പേടിയില്ല ബ്രോ, എന്നാലും നോക്കാം. എന്റെ മോനെ കാണാൻ പോലും പറ്റണല്ലോ. David Villa is the man who's second in line. Keeper committed himself. Brilliantly done. Never took his eye off the keeper either. Kluivert is second man up. I thought he handled the pressure really well there. His focus cut right through it. ഗോളിനെ മാറ്റിയില്ല, മണ്ടൻ ഗോളിയായിരുന്നു, അയ്യാത്ത ഗോളിയായിരുന്നു. Is third in line. ഉപ്പുമക്കാനോ ഗോളിയാ. ഉപ്പുമക്കാനും പോട്ടെ, മറ്റവൻ ഡൊണ്ണറൂമ. എന്റെ സ്റ്റെക്ക് വരണെന്നാണ്, സ്റ്റെക്ക് വരണത് എനിക്ക് വേണ്ട. ക്രോസ് പ്ലാറ്റ്ഫോം വരുമ്പോഴാണോ? You need a very strong mind in those situations. Any penalty that goes in is a good one.
ഫീസിനെ വല്ല പേര് മാറ്റിയത് കാണിക്കണായിരിക്കും ഇവിടെ കേട്ട് കണ്ണി Oh, that is quite remarkable. തോറ്റ് പെനാൽറ്റി തോറ്റ്. എൻ്റെ അതുകൊണ്ട് 2 സേവ് ചെയ്തിട്ട് 3 അടിച്ച് പരത്തി. So all eyes on the goalkeeper. ഓ അപ്പുറത്തോട്ടം ഉറപ്പാ. And that has lifted the roof. Well, that's a എനിക്ക് tough കാണാൻ one. പോലും പറ്റിയില്ല. Losing is ഒരടി never പോലും good, but this one feels. പുറത്ത് നാളെ ഇറക്കാൻ പോണ്ട, പെനാൽറ്റി അല്ലേ, അവരുടെ രക്ഷയുള്ള മാത്രം ഇറക്കാൻ പോകണം. ഞാൻ അവന്റെ 2 തട്ടി. ആനെ നമ്മന്തിന് ഇങ്ങനെ നോക്കണത്, CF ഉള്ള മാത്രം കിട്ടാ പോരെ, പെനാൽറ്റി അല്ലേ, ശരിയല്ലേ? ശരിയാണ്. കളിച്ച് പിരിച്ചോളൂ എന്റെ ഓപ്പണന്റ്. അങ്ങനെ എന്റെ പേര്. അവന്റെ കണവാരുണ്ട്, കണവാര ഒലിവർ ഖാൻ, ലിലിയാൻ തോറം, ജോർജിനോ ജില്ലേനി, ഫാബിനോ കണവാര, കപ്പ്, റോബർട്ടോ കാർലോസ്, പാട്രിക് വിയറ, ലയണൽ മെസ്സി. ടീം ഒന്ന് എനിക്ക് കാണാൻ പറ്റാവോ? തുടക്കത്തിൽ എടുക്കാറുണ്ടല്ലോ, തുടക്കത്തിൽ എടുത്തതല്ല, ഒക്കെ കാശ് എടുത്ത് വാങ്ങിച്ച്. തുടക്കത്തില് നിനക്ക് കാണായിരുന്നല്ലോ അവന്റെ ടീമിനെ മൊത്തത്തില്. മൈക്കിൾ പ്ലാറ്റിൻ നിന്ന് വന്ന റിബറി, ബെസ്റ്റ് മാറിന്നോളം പറയുന്നത്. ബിഗ് ടൈം മെസ്സി, ബിഗ് ടൈം സുവാരസ് നിന്ന് വന്ന ഗുള്ളിറ്റി, പിന്നെ മൈക്കിൾ അർട്ടേറ്റ മാനേജർ, പിന്നെ ബിഗ് ടൈം മമ്പാപ്പെ. എല്ലാരും മെത്തെ ബുക്ക് ചെയ്യണ വീഡിയോ ഇടാൻ പറയണ്ട്, കൊറേ പേരായി പറയാം. എന്തിനാന്നറിയോ നിന്ന് നമ്മ കത്തനെ കാണാനായിട്ട്. കേസ് കൊടുക്കാനാണ്. എന്നോട് അക്കൗണ്ട് കളിക്കാൻ തരുമോ ചോദിച്ചാലോ? ഒക്കെ തന്നെ റിലീസ് ചെയ്യാം. ചില്ലറ കളപ്പല്ലല്ലോ എനിക്ക്. അവനില്ലേ, അവൻ ആ കോയിന് ചെലവാക്കിയ പൈസ ഒന്നും കൂടി ചെലവാക്കും എനിക്ക് കൊട്ടേഷൻ ആയിട്ട്. അന്ന് പൂളി പോവര്. വിഷമിക്കട്ടെ, അവനെ പാവങ്ങളായിട്ട് കളിക്കാൻ വന്നാണ് ഇന്നലെ തുടങ്ങിയ അക്കൗണ്ടിനായിട്ട് മുട്ടാൻ വന്ന അക്കൗണ്ടാണ് കാണുന്നത്. ഇന്നലെ തുടങ്ങിയ അങ്ങനെ റിബറി ഇത് നീ പറഞ്ഞവന് ഇവിടെ വന്ന് തോന്നുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ, ന്യൂനസ്, സാല, ഫ്രാങ്ക് റിബറി, ബെക്കാം, റോഡ്രി, $105 എംബാപ്പെ, 107 സുവാരസ്, 108 മെസ്സി, 105 ലിലിയാൻ തുറാം. നമ്മളടുത്ത കളി ഞാൻ ഫുള്ള് ടീംസിനെ അങ്ങോട്ട് ഇറങ്ങി. രണ്ടെണ്ണം പിടിച്ച് ഞാൻ ജയിച്ചേ. മടിച്ചാ ആരണ്ടാ 6 മടിക്കാണ്. അതാരനെ? നെയ്മറും വന്ന കലവുള്ള പോലെ കപ്പവൻ ഇവൻ തെറാസയൻ ഉള്ള ശിവനാകിവൻ.
ഭയങ്കര പ്ലാനിങ് ആണല്ലോ. ഞാൻ 4-5 CF അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്, ഷൂട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി മാത്രം. ഏറ്റവും നിന്റെ വലിയ പ്ലേസ് ഒക്കെ എനിക്ക് മൈരണ്ടാ. കേറിട്ടുണ്ട് കഴിഞ്ഞ ജയിച്ച എന്തേടാ പോടാ പോടാ നീ. Real tension here then as the first man ഒരു ടെൻഷനും ഇല്ല. അന്ന് ബോൾ എടുത്ത് വെച്ചാ ഞാൻ അടിച്ചങ്ങോട്ട് പൊക്കോടാ. Drogba shoulders the responsibility of the first kick. അടുത്ത് ഫസ്റ്റ് തന്നെ അതെടുത്ത് ഉറങ്ങുന്നല്ലാട്ടോ. ഒബ്ലു സ്റ്റാഫിലൊക്കെ ഒബ്ലു സെക്കൻഡ് ഹാഫ് എല്ലാം തന്നെ വരും. സൂപ്പറാവും. It's a penalty straight at the keeper. Well, that's about as tame as they come, Peter. Couldn't have been any easier for the keeper. Kane is the man who's second in line. Super penalty. Pick that one out. He was always looking good there. Nice penalty. Beckham is second man up. He just did what he was asked. ലേറ്റ് ആവണ് ചാടാനായിട്ട്. ചാടി ലേറ്റ് ആയി. David Villa will take the third penalty. Good take. Keeper committed himself. Yeah, it's a guessing game for the keeper and he guessed wrong. Iniesta is the third man to step forward. That's a good penalty. Looks like he's done it 1,000 times. Never looked like missing. De Bruyne is the fourth man to step forward for them. It's a really good save. Well, the keeper's done brilliantly to keep his eye on the ball and make such a great save. Mohamed Salah comes up, their fourth taker. Well, he totally nailed that penalty. Picked his spot, didn't change. Barcelona are looking to save match point. തോറ്റി. And it's over. A performance of perspiration. അടിക്കുമ്പോ ആരും കൂടെ വിളിക്കും. ഞാൻ എന്റെ ഫുൾ ടീം തന്നെയാണോ? എന്റെ ടീം സ്ട്രോങ് ആണ്. ഞാൻ എന്റെ ടീമിന് നല്ല മോട്ടിവേഷൻ കൊടുക്കും. ഇവൻ കാര്യമില്ല. മണ്ടന്മാർ ഓൾവേസ് മണ്ടന്മാർ. റഫീനാണ് എന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിക്കാൻ കഴിയുള്ളൂ. അറ്റാക്കിംഗ് അവർനെസ്, ഫിനിഷിങ്, കിക്കിംഗ് പവർ. ഓക്കെ, അപ്പൊ ടോറസ് കണ്ടു. അറ്റാക്കിംഗ് പവർ, ഫിനിഷിങ്, കിക്കിംഗ് പവർ. താങ്കളും പാടും. എന്നാടാ ഇതുള്ളവരുണ്ട്, അവർക്ക് പവർ കൂടും. അങ്ങനെ ഉണ്ടല്ലേ, അതാണ് നോക്കണ്ടേ. അതുകൊണ്ട് അതിപ്പോ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ കാര്യം എല്ലാവർക്കും ഒന്നുമില്ല. അല്ല, എന്റെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട്. ഒട്ടുമിക്കവർക്കും ഉണ്ട് സ്ട്രൈക്കേഴ്സിന്. അവന്റെ ഫസ്റ്റ് പെനാൽറ്റി ഞാൻ തട്ടിയിരിക്കുന്നു. വേവുള്ള അച്ചോറന്റെ കലത്തിൽ എന്റെ ഫസ്റ്റ് പെനാൽറ്റി ഞാൻ അടിച്ചിരിക്കുന്നു. നെയ്മർക്കില്ലേ പെനാൽറ്റി ഉണ്ടല്ലോ, എന്ത് നെയ്മറപ്പ? 5 പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, നോക്കാം. അവന്റെ സെക്കൻഡ് പെനാൽറ്റി അവൻ അടിച്ചിരിക്കുന്നു.
എന്റെ സെക്കൻഡ് പെനാൽറ്റി ഞാൻ ക്രോസ് ബാർ മടിച്ച് പറത്തിയിരിക്കുന്നു. അവന്റെ തേർഡ് പെനാൽറ്റി ഞാൻ തട്ടിയിരിക്കുന്നു. എന്റെ തേർഡ് പെനാൽറ്റി ഞാൻ അടിച്ചിരിക്കുന്നു. 5 പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് അങ്ങോട്ടാ പോണത്. തടുക്കാനായിട്ട് ബ്ലാക്ക് ഗോളി. അവന്റെ ഫോർത്ത് പെനാൽറ്റി ഞാൻ തട്ടിയിരിക്കുന്നു. അങ്ങനെ ഞാൻ 2 പെനാൽറ്റി അടിച്ച് പെനാൽറ്റി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 2 കഴിഞ്ഞു. ആ എന്റെ ഒരെണ്ണം പോലും കേട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് തോറ്റോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല മൈൻഡ് ഗെയിമിന്റെ ഉസ്താദെന്ന്. വേറെ ആർക്കെങ്കിലും അറിയാവോ? ഞാനിപ്പോ പ്രൂവ് ചെയ്തില്ലേ? അത്രേ ഉള്ളു. ഇതിലേതാണ് കോയിൻ കിട്ടണത്? ഈ 3 കോയിനാ? ഇതിലുണ്ട് പോയി. അതന്നെ. mbappe, ഗ്നാബ്രി ആയിരുന്നു? സെർജി ഗ്നാബ്രി. ഗ്നാബ്രി. ലയണൽ മെസ്സി. AMF 104ന്റെ ഏത് മെസ്സി? അതന്നെ. അല്ല, സ്പെയിൻ. ജർമ്മനി. സെർജിന്യോ. കുഴപ്പമില്ല. ജർമ്മനി രാജ്യം ക്ലബ്. അതെ, ഇത്രേ ഉള്ളു. കൊടുക്കാൻ അങ്ങട് 5 എണ്ണം അങ്ങോട്ട് മേടിക്കുക, 5 എണ്ണം അങ്ങോട്ട് കൊടുക്കുക, വാങ്ങിക്കുക. ചലഞ്ച്, ദാറ്റ്സ് ഓൾ. പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള 1 2 3 4 5 പേരെയും കൂടെ പോണ സ്പെഷ്യലിസ്റ്റ് അല്ല. കാര്യം 5 പേരും നീല കത്തി കിടക്കണവരാണ്. 90, 91, 92, 95, 97. ഒരാൾ പച്ച, ബാക്കി എല്ലാരും ബാക്കി കുറച്ചൊരു മഞ്ഞ, പിന്നെ എന്റെ ഫസ്റ്റത്തെ 5 പേര് നീലുണ്ടാ. തോക്കലോ ആയിക്കോട്ടെ. മറ്റുള്ള മെസ്സിയാണല്ലേ? So he walks up to the spot and puts the ball down. ഈ കൺട്രോൾ പിടുത്തത്തിൽ എന്താണ്ടൊക്കെ കളികളുണ്ട്. Next in line, and here he is. Never looked in doubt, really. Always a little more pressure when you're trailing, but it didn't show. So the second man in line. Down the middle. എന്റെ ഉള്ള ദേവിയ അവനൊക്കെ ഭയങ്കര പവർ വരെ കടിക്കുമ്പോ. Any penalty that goes in is a good one. Well, he totally nailed that penalty, picked his spot, didn't change. സെന്റർ ഭാഗത്തോട്ട് അടിക്കണോന്നുണ്ട്. Mbappe is the third man to step forward. Completely wrong footed the keeper. Messi will take the third penalty. സ്റ്റെക്കായി തുടങ്ങി. Back off the post. അതങ്ങനെ കറക്റ്റ് പോസ്റ്റ് മേങ്ങോണ്ട്. Oh, that's unlucky. Got almost everything right.
Arsenal are now able to take a giant step towards where they want to be. And he puts it away. Two to the good. So can he do it? Can he keep them alive? What poise! What noise! Pick your spot, don't change your mind, and the keeper should be ഞാൻ ജോഡിച്ച neutralized. റബോസിലോട്ട് All Black must save it. അവൻ And that has ഞാൻ lifted ഒരെണ്ണം the വിട്ട് roof. അതോടെ തോറ്റ് Defeated, dejected. കാരണം പോസ്റ്റ് മുഖമുണ്ട് അല്ലെങ്കിൽ കൊടുത്താനായിരുന്നു അവനൊന്നും തടുത്തിട്ടില്ല പോസ്റ്റ് മുഖമുണ്ട് ആണ് പെനാൽറ്റി 3 തോറ്റ് പിന്നെ പരിപാടി ഇല്ല ഞാൻ നിർത്തി അല്ലെങ്കിൽ 1000 വരെ നിൽക്കണോ ഇന്ന് രാത്രിയാകും 5:30 ആ അതാണ് 968 കളി കളി മുപ്പത്തിരണ്ട് വ്യൂവേഴ്സും കൂടിയും വരൂ 1000 അടിച്ചിട്ട് വേണം എനിക്ക് നിർത്താൻ രണ്ടാമത്തെ 1000 വ്യൂവിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് കുണ്ടിയൊക്കെ ഉണ്ടല്ലോ എടാ ഡ്രിബിൾ ആൻഡ് ബോൾ ആടാ ആ mbappe, വിനീഷ്യസ്, ലയണൽ മെസ്സി, നെയ്മർ ഓക്കെ വൈകി എനിക്ക് ഇതവന്മാർക്ക് ഇത് രാജ്യക്കാരെ നോക്കാനൊക്കെ എന്റെ പൊന്നാരും മbappe പോസ്റ്റിന് അടിച്ചല്ലേ പുറത്തൊക്കെ അടിച്ചു എന്റെ നേരെ പുറത്ത് പോയിട്ടില്ലടാ പോസ്റ്റ് വരെ നടിയുണ്ട് പുറത്തോട്ടടിക്കണമെങ്കിൽ അത് സാര കഴിവല്ല അവൻ കിങ് ആണ് കിങ് കിങ്ങിന്റെ So now 5 brave individuals must step forward. a defender Drogba shoulders the responsibility of the first kick. And he puts them one up. I thought he handled the pressure really well there. His focus cut right through it. Mbappe is engaging in a bit of mind games before stepping up. Coolly done. അതിന്റെ ഇടയിൽ കൂടി പോയി So, the second man in line. Oh, good take. Keeper committed himself. Yeah, made his mind up very quickly and just didn't waver. Neymar will take their second. Oh, he's managed to get it through the keeper. He knew exactly what he wanted to do there and executed it perfectly. That's how it's done. He made the keeper commit. Brilliantly done. Never took his eye off the keeper either. Messi will take the third penalty. Good penalty, just steered it the other way. 3-3.
Beckham is fourth up. Oh, and the keeper guessed right too. Well, you can't approach a penalty with any doubt, or you have to rely on luck. I thought he handled the pressure really well there. His focus cut right through it. Neymar comes forward for the 5th of 5. Oh, it's a really good save. Oh, the keeper's done brilliantly to keep his eye on the ball and make such a great save. All Blacks obliged to stop this to keep them alive. And there it is, the decisive kick. Well, that's a tough one, losing his... പെനാൽറ്റി പണ്ടേ പറഞ്ഞിട്ടില്ല. ടോട്ടൽ ഒബ്ജക്റ്റീവ് ആണ് കംപ്ലീറ്റഡ് 100 കളി പെനാൽറ്റി ഞാൻ പിന്നെ തീർത്തോളാടാ. പരിപാടി 29 വ്യൂയും കൂടെ ആയി നിർത്തും. ഞാൻ പോണേ അതുവരെ എന്തൊക്കെ ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ നടക്കും. മനസ്സിലാവാത്തതല്ല, ഇത് ഒരെണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. ഞാനിട്ട് അങ്ങോട്ട് കറക്റ്റാൻ പോണം. ഞാനിട്ട് അങ്ങോട്ട് കറക്റ്റല്ലോ എന്നാലും ഇത് ഒരു മറ്റേതളകി പറയാ കോമ്പറ്റീറ്റീവ് ഡിവിഷനൊക്കെ ഇനി നടക്കൊന്നുമില്ല. ഡിവിഷന് PVP പോയി കളിക്കണം. മറ്റേതിൽ 3 ആയി. കളിച്ചവന്മാരെ ഓടിക്കും. ഇനി അതില് പോയിട്ട് അവന്മാരെ ഓടിക്കും. അവന്മാര് അടിച്ചു വെച്ചാനെ ഷാർല നീ എവിടെ പരിപാടി തെറ്റിച്ചാൽ ഇതാണുള്ളതിന്റെ അവസ്ഥ. ഡീമാരന്റെ ആകെ ഒരു മbappe മാത്രമേ ഉള്ളൂ. ഡീമാരനാ സ്റ്റാൻഡേർഡ് ആരെങ്കിലും ഉണ്ടോ നമുക്ക് വേണ്ടത്? സാല, റഫീഞ്ഞ, അഭിനന്ദൻ. റമീസ് പറയടാ. പറയൂ പറയൂ. കല്യാണ സ്പോട്ടിലെത്തിയിരുന്നു. സൂപ്പർ, അടിച്ചു പൊളി. ഒരു സത്ര കല്യാണമുണ്ട്. കല്യാണം വീട്ടിൽ നേരത്തെ എത്തുന്നല്ലോ. റമീസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ബെസ്റ്റ്. ഹലോ കേക്കാലോ. പോടാ നോണ ചിക്കനാ സ്പാനർ വാങ്ങി നോണ. റമീസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഞാൻ ആരും കയറിയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തു. അവിടുത്തെ പ്രശ്നമാണ്, അല്ലാതെ ഇവിടുത്തെ പ്രശ്നമല്ല. കണ്ണമ്പ്ര പറഞ്ഞാൽ നോക്കിയ ചുണ്ടിക്കാൻ ക്ഷമില്ല. ഇടയ്ക്ക് കറക്കിയാൽ എടുത്ത് അങ്ങോട്ട് അഞ്ചിട്ട് ആരും കിട്ടുന്ന് പറഞ്ഞില്ല. വെറുതെ പറഞ്ഞ കറക്കിയാൽ മതി. എനിക്കറിയില്ല, ഞാനങ്ങനെ സമയത്തിലും അല്ലെങ്കിലും വരുന്നില്ല. ഇതൊക്കെ ലക്കാണ്.
ഞാൻ വേറെ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. ഇപ്പനെ കിട്ടുന്ന സമയം. അതെ, കറക്റ്റാണ്. രാവുവാരം. മച്ചാനെ പയ്യടിക്കും മച്ചാനെ. പതിയടിക്കും മച്ചു പേടിയാവൂലേ. മച്ചാനെ വന്ന് പോയി മച്ചാനെ. ആടാ കിടച്ച് ആര് കിട്ടിയാ ആരാണ്? ബാറ്റിസ്റ്റൂറ്റാ. അത്ര ഉള്ളൂ. അണ്ടീട്ടി അത് തന്നെ, അത്ര ഉള്ളൂ. എനിക്ക് നോണ പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്റ്റാർട്ടിങ് തന്നെ 87 അപ്പിയട്ടെ. ലെവൽ പ്രോഗ്രഷൻ എവിടെ? ഇത് ഗോൾ പോച്ചറാണ്. ഫിനോമിന ഫിനിഷ് അല്ല, ഗോൾ പോച്ചറാണ്. ബാറ്റിസ്റ്റൂറ്റ. എവിടെ ഫിനോമിന ഫിനിഷിങ് ഉണ്ടല്ലോ? എന്താ പ്രത്യേകത? നല്ല ഫിനിഷ് കിട്ടുമ്പോ എടുത്ത് കളിക്കാട്ടാ. പോയിട്ട് ഞാൻ കുറച്ച് ബാക്കും കൊണ്ടുവരാം. ഇത്രേ ഉള്ളു. അതാണ് കുറച്ച് റിലീസിങ് പരിപാടികളുണ്ട്. അതെ, അങ്ങനെ പറഞ്ഞ ബാറ്റിസ്റ്റൂട്ട് എനിക്ക് വേണ്ട. നീ എടുത്ത് അച്ചാർ കേട്ടോ. അച്ഛനാണ് മണ്ടറേക്കണ്. 18 വർഷത്തിന് ശേഷം ആൾക്കൊരു കപ്പ് കിട്ടി. അത്ര ഉള്ളു, എടുത്തോ. മറ്റേ മിന്നൽ മുരളി പറഞ്ഞിരിക്കാണ്. 28 വർഷമായി ഞാൻ കാത്തിരിക്കണ്. 28 വർഷത്തെ അറിയാതെ പോയി. പെനാൾട്ടി എവിടെ കളിക്കണ മച്ചാനെ? ഫ്രീ കിക്കാ. അടുത്ത പറമ്പിലോട്ടടി. താത്തേനെ പിടിക്കണ്ട പൊങ്ങാൻ വേണ്ടിട്ട് താഴ്ത്തി പിടിക്കണം. സ്പീഡിലടിക്കാൻ വേണ്ടിട്ട് പൊക്കി പിടിക്കണം. അണ്ടി മുട്ടാര മുട്ടക്കടിച്ചാനാരാ. പവർ കൊടുക്കണം. പിന്നെ എങ്ങനെയാണ് അടിക്കാന്ന് പറയണം. മുട്ടമോടി കൊണ്ട് അത്രയായിട്ട് മുന്തിരാന്ന് തോന്നുന്നു. അത് കാര്യമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും അടിച്ചത്. നമ്മടിക്ക് നമുക്ക് പോകാറുണ്ട് കേട്ടോ. എന്റെ മുട്ടമണി ടീംസാണ്. മലപ്പുറം ടീമാണോ അതിന്റെ ഇറങ്ങിയേക്കുന്ന ടീമില്? മലപ്പുറം കോയ. അപ്പൊ 62 വ്യൂസിനപ്പുറം നമ്മുടെ ലൈവ് എൻഡ് ആവുന്നതാണ്. സമനിലയോ മച്ചാൻ എന്നാ പണ്ണുവേ. പണ്ണാനില്ല. എക്സ്ട്രാ ടൈം ഉണ്ട് വെച്ചാല് കടവുള്ള പോലെ. കപ്പവൻ ഇവൻ നമ്മുടെ ബീജം ഇട്ടതാനെ. വിശാൽ ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. ഫുട്ബോൾ കളിയൊക്കെ അവസാനിപ്പിച്ച് ഒരു 1000 വ്യൂ ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്.
20 ലൈക്ക് ഓർ വാട്ട്? അതൊക്കെ അത്രേ ഉള്ളൂ. 21 ലൈക്ക് ആയിട്ടുണ്ട്. താങ്ക് യു. നമുക്കപ്പ ഇതുവരെ കിട്ടിയത് എന്തായിരുന്നു? എന്തോ വന്നിട്ടുണ്ടല്ലോ. ഡേറ്റാണോ കിട്ടി? ഇതിപ്പോ 196 സബ് കൂടെ. അതെ, 15 കേക്ക് 196 സബും കൂടി. അതൊക്കെ അത്രേ ഉള്ളൂ. പോളിയോ പൊളി. ഇതൊക്കെ നമ്മ ഇപ്പാവും. എപ്പ ഫ്യൂ മിനിറ്റ്സ് അപ്പുറം അല്ലെ? മച്ചാനെ പീസിലെ ലോഡിങ് ആണല്ലേ, നെറ്റ് പോയാളെ. വെയിറ്റിംഗ്. ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണേ. പേടിച്ചു കഴിഞ്ഞാൽ മച്ചാൻ ഗോൾ അടിച്ചവൻ അത്രേ ഉള്ളൂ. അവൻ ഇപ്പൊ എത്ര വ്യൂസ് ഉണ്ട്? ഇപ്പൊ 978 ബ്രോ. 979 വിശാൽ ബ്രോ വന്നപ്പോ 979. 21 വ്യൂസും കൂടി വന്നു കഴിഞ്ഞാൽ 1000 അടിക്കുന്നു, നമ്മൾ പോകുന്നു. ചാച്ചുന്നു. അതെ, 1K ആക്കുന്നു, പോകുന്നു. അതൊരിടാ. നമ്മളതൊക്കെ അത്തരം ഡിസ്പ്ലേ ക്യാപ്ചർ അടിച്ചു കൊടുക്കാം. ഉണ്ടാവില്ല. ദ ബോൺലെസ്. ആഹാ, ആരെയാണ് അവരെ കൊണ്ട് ഒന്നില്ലേ? പാരഡൈസ്. പറ്റിപ്പ് ഗെയിം. Not a break. Mississippi വരുന്നുണ്ട്. സാൻഡ്ബോക്സ്. ട്രക്ക് വേൾഡ് എന്നൊരു ഗെയിം വരുന്നുണ്ടല്ലോ പുതിയത്, ഫ്രീ ആയിട്ട്. ട്രക്ക് എവിടെ പെഡാ ഗ്രാഫിക്സ് ആണ്. എന്റെ മോനെ, സൂപ്പർ ഗ്രാഫിക്സ് ആയിട്ട്. ഫ്രീ ആയിട്ടാ? ആ, നീ എന്റെ ലൈവ് നോക്ക്. ഇപ്പൊ എത്ര ദിവസം എന്തായാലും പറഞ്ഞായിരുന്നോ? ഞാൻ 978 വ്യൂ എന്ന് പറഞ്ഞിരുന്നല്ല. ഞാനൊന്ന് വാട്സപ്പ് വരെ പോയതാണ്. ഇടയിലൊന്നും പറയിട്ടില്ല. എടാ, പൊടിയൊക്കെ അടിക്കാൻ അടിപൊളി. വണ്ടിയുടെ കുലുക്കം. മാർവൽ കണ്ടന്റ് ഓഫ് ചാമ്പ്യൻസ് ഇതെന്നാണ് റിലീസ് ആവുന്നത്. അടിച്ച് കേറിയില്ല മച്ചാനെ. കമ്മിങ് സൂൺ. ഓക്കെ, സെറ്റ് ബ്രോ, സെറ്റ്. ട്രക്ക് മാനേജർ അടുത്ത സാധനം.
കംബാക്ക് അടിച്ചു മച്ചാനെ. കമ്പാക്കാ കംബാക്ക്. കമ്പാക്ക് അടിച്ച കമ്പാക്കാ ഓടിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം കളിച്ചു നോക്കാം. കോഴ്സ് അതുപോലെ മറ്റേ റൈഡേഴ്സ് റിപ്പബ്ലിക് ആ ഗെയിമിന് എത്രയാണ്? അതെന്തുകൊണ്ട് കളി? അത് 500 ഉള്ളൂ ഇപ്പൊ. നമുക്ക് സ്കേറ്റിങ്, സൈക്ലിങ്, ഓപ്പൺ വേൾഡില് സ്കേറ്റിംഗ് ആക്ക, സൈക്ലിംഗ് ആക്ക, മറ്റേ ബൈക്ക് റൈഡിങ് ആക്ക. അത് റണ്ണിങ്ങിനിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടിരിക്കാൻ നമുക്ക്. ഫ്രീ സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ രസമുണ്ട്. വീഡിയോ ഉണ്ടോ അത്? ഞാൻ വാങ്ങിക്കൊന്നുമില്ല കേട്ടാ, വാങ്ങിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാണ്. കളിക്കണം എന്നുള്ള വല്ല ഗെയിം പറ. കളിക്കാന്നുണ്ട്, പൈസ ഇല്ല. നമ്മൾ അതൊക്കെ എന്താ സൈക്ലിംഗ്, പിന്നെ മഞ്ഞിക്കൂടി, സ്കേറ്റ് ബോർഡ്, ഓവർബോർഡ്. കണ്ണമായിട്ട് ചേട്ടാ ഏത് ഗെയിം ഇത്? റൈഡേഴ്സ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് 500 രൂപ സെറ്റ് സാധനവും. സൈക്ലിങ്, ഒരുപാട് പരിപാടികളുണ്ട്. കാണിക്കട്ടെ, അവക്ക് പോ. ഇതിന്റെ വില പുറത്തൊന്നല്ല. എത്ര? 650 രൂപ പ്രീമിയത്തിന്. കണ്ണം ബ്രോ കേട്ടല്ല, വെറുതെ കൊടുക്കുന്നാണ് ഞാൻ കേട്ടത്. ചായക്ക് കടി കൊടുക്കൂലേ ചില സ്ഥലത്ത്, മറ്റേ ബജി വാങ്ങുമ്പോ അച്ചാറ് മക്കാനായിട്ട് കൊടുക്കൂലേ, മക്കാനായിട്ട്. അതുപോലെ അല്ല മുക്കി അങ്ങോട്ട് ഇരുന്നോളാം, മറ്റേ വരുന്ന കേട്ട്. ഒരു പാട്ടും പാടിയാ മതി. അതെ, വേണേ കുറച്ചു നേരം നടക്കാൻ പറ്റൂല. സൂപ്പർ മാക്സ് ആണ്. 3600 ആർക്ക് സർവൈവലിന്. ഇത് പിന്നെ ഒടുക്കത്തെ ഗ്രാഫിക്സ് ആക്കിയത് അസെൻഡ്. പിന്നെ പിന്നെ എനിക്ക് 4K ആക്കിയെന്നുള്ളൂ സാധനം. പ്ലാൻ ചെയ്യണ്ട്. ആർക്കസെന്റ് ഇവോൾവോഡ് അല്ല, അതിനാണ് പറഞ്ഞത്. ആർക്ക് സർവൈവൽ. ഓക്കെ. ആരൊക്കെ ഞങ്ങൾ വേറെ കൂട്ടരാ ലൈവ് ഇട്ടാണെങ്കിൽ ഇടടാ, ഇതൊക്കെ നല്ല രസമുള്ള കളിയല്ലേ. നോക്കട്ടെ. സാഹചര്യം ഇല്ല ഇപ്പൊ. ഇത് കിട്ടുകയാണെങ്കിൽ 2 മാപ്പ് ഫ്രീ ഉണ്ട്, 3 മാപ്പ് ഫ്രീ ഉണ്ട്, 3 ഇഷ്ടം പോലെ ഫ്രീ ഉണ്ട്. ഫ്രീലാൻഡ്, ആർക്ക് എക്സ്പാൻഷൻ പാക്ക്, ലോസ്റ്റ് ഐലൻഡ്, പിന്നെ വൾഗുവേറോ, റാഗ്നറോക്ക്, പിന്നെ പ്രിമിറ്റീവ്, ആർക്ക് ടോട്ടൽ കൺവർഷൻ, ദ സെന്റർ, ക്രിസ്റ്റലൈസ്,
അതിൽ വൈവണ പിടിക്കേണ്ട മാപ്പുണ്ട്, അടിപൊളി എന്നാണ് ഡ്രഞ്ച് അങ്ങാണ്ട്. ഈ സാധനം ഞാൻ മൊബൈലിൽ കളിച്ചാറുണ്ട്. ഡാർക്ക് സർവൈവല് ഡാർക്ക് സോറാണ് എന്നാൽ രസം. എനിക്ക് ഏതാങ്ങൂലാർന്ന്. ഏ പിന്നെ നല്ല ഫോൺ കിട്ടിയപ്പോ ഞാൻ കളിച്ചില്ല. ഇത് മോഡ് കിട്ടുമായിരുന്നു. മോഡ് സ്റ്റാർ വാർസ് ജെഡാ. കണ്ണമ്പ്രോ സിരിച്ച് സിരിച്ച് സത്ത്. നമ്മുടെ GTA 6ന്റെ ഗിവവേയുടെ കാര്യം കേട്ടിട്ട് ആ ഗെയിമില് വേർപ്പൊക്കെ ഇരിക്കണുണ്ടോ മേത്ത്? നീ വേർപ്പ് മാത്രമേ നീ കണ്ടുള്ളൂ. ആ മുടിയാനും കണ്ട. നീ മുടിയാനും കണ്ട. അതാണ് മറ്റാളെ മൊട്ടത്തന്നെ നയിക്കുന്നത്. മൊട്ടത്തല്ല പേടിപ്പിച്ച്. അല്ലെങ്കിൽ അതിന്റെ എനക്ക് അവളെ പൈസ കത്തിക്കും. കാണുമ്പോ സങ്കടം തന്നെ. എന്ത് നല്ലോ കൊണ്ട് കളിക്കേണ്ടി വരില്ലേ? വരും പിന്നല്ലാണ്ട്. നീ കളിക്കേണ്ടി വരും. ശരിയാ ശരിയാ. ഞാൻ ആ സാധനം മേടിക്കണ്ടെങ്കിൽ അതിനുള്ള സ്പെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മേടിക്കൂ. എടാ നീ കളിക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ അടുത്ത കൊല്ലം മെയ്യിൽ ഇറങ്ങണത് PS5 അതൊക്കെ കഴിയുമ്പോഴേക്കും ചിലപ്പോ ഇപ്പോഴുള്ള സാധനം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇപ്പൊ കയ്യിലുള്ളത് അതെങ്ങനെയുണ്ട്? അതെങ്ങനെയുണ്ട്? അതാണ് പറഞ്ഞത്. ബബിൾസ് ഇൻ ബോട്ടിൽ. ഇതെന്നെ ഒപ്പിച്ച പാടെ എനിക്ക് എന്റെ അറിയുള്ളൂ. പിന്നെ എന്റെ ഫ്രണ്ടിനും. कितना व्यूज है? $957. 13 വ്യൂവും കൂടി. 13 വ്യൂവിനപ്പുറം. കൊറോണ ടൈമില് ഷിപ്പ്ഷോട്ട് എന്നിട്ട് ഇതിന് വില കൂടിയിട്ട് ഞാൻ വീട്ടില് ഒന്നും തെണ്ടി നടക്കാറുണ്ട്. എന്തിനു വില കൂടിയിട്ട്? ഷിപ്പ് ഷോർട്ടേജ് വന്നിട്ട് ഗ്രാഫിക്സ് കാർഡിന് 1,00,000 രൂപ തെണ്ടി നടക്കാറുണ്ട്. 1,00,000 രൂപ? ആ ടൈമില് എന്തുണ്ടായിരുന്നത്? 1,00,000 രൂപക്ക് Ryzen 5 3050. ആലോചിക്കേ. ഞാൻ ഒരു ആളെ കുറിച്ച് കേട്ടിട്ടാ, യൂട്യൂബിലൊക്കെ വീഡിയോ തന്നെയാണ്. ആ പുള്ളി അടിപൊളി സ്പെക്കുള്ള സാധനങ്ങൾ 15,000 രൂപയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. 15,000 രൂപയ്ക്ക് എന്ത് സ്പെക്കുള്ളത്? ആർക്കവിടെ നട്ടുണ്ടായി കൊടുക്കുക? യൂസറാണ് പക്ഷെ സാധനം ഈട് നിൽക്കും. മെയിൻ സാധനം പ്രൊസസറാണ്. അത് മേടിക്കാനായിട്ട് അയാൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് അറിയാം. പ്രൊസസർ ആള് പറയണത് എത്ര കാലം വരെ വേണമെങ്കിൽ നിൽക്കും എന്നാണ് പറയണത്. പ്രൊസസറിന് ഏത് പ്രൊസസറായാലും അങ്ങനെ പ്രത്യേകത ഉണ്ടെന്ന്. കാലം വരെ നിൽക്കുന്ന സാധനം. അതല്ലടാ മെയിൻ സാധനം അത്. എടാ നമ്മ 15,000 25,000 വാങ്ങണ സാധനമില്ലേ, 1,500 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കിട്ടുമെന്നാണ് പറയണത്.
ഒക്കെ മൈനും കഴിഞ്ഞതാണ് ആള് നമ്മാൻ പറ്റാ മച്ചാനെ. എനിക്കറിയില്ല, പക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ കാരണം ഇപ്പൊ ആയുർവേദക്കാരാണ് ഇംഗ്ലീഷ് മരുന്ന് എടുത്താൽ പെട്ടെന്ന് തട്ടിപ്പോകുന്നത്. ഒക്കെ കണക്കാണ്. ആ ഇംഗ്ലീഷ് മരുന്ന് ആരോരെണ്ണം തൊട്ടുന്ന ആയുർവേദക്കാർ കൊള്ളൂലാണ്. അങ്ങനെയല്ല. അങ്ങനല്ല, രണ്ടുപേരും അവരുടേതായ നയങ്ങളാണ് പറയണത്. അത്രേ ഉള്ളൂ. നമ്മ ഏത് വിശ്വസിച്ചു? വിശ്വസിക്കരുത്. തട്ടിപ്പോന്നല്ലേ പറഞ്ഞേ. ഒന്നും വിശ്വസിക്കരുത്. ഹല 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 തീർച്ചയായിട്ടും തൊപ്പി ചെയ്തിട്ടായ പോലെ ആയാലോ. എന്റെ ലൈവ് ഓണാക്കി വെച്ചിട്ട് എങ്ങനെയുണ്ട് ബുദ്ധി? ക്രിക്കറ്റിന്റെ സംഭവം പറഞ്ഞേക്കാം. ആയാലോ. എന്റെ ലൈവ് ഓണാക്കി വെച്ചിട്ട് വെച്ചിട്ടാ എങ്ങനെയുണ്ട് ബുദ്ധി? ക്രിക്കറ്റിന്റെ സംഭവം 1000 വ്യൂ ആക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ പഠിക്കണേ. ആയാലോ. എന്റെ ലൈവ് ഓണാക്കി വെച്ചിട്ട് വെച്ചിട്ടാ എങ്ങനെയുണ്ട് ബുദ്ധി? നിന്റെ ശരി മാത്രം കേൾക്കണ പോലെ 1000 വ്യൂ ആക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇതൊക്കെ പഠിക്കണേ. ആയാലോ. എന്റെ ലൈവ് ഓണാക്കി വെച്ചിട്ട് വെച്ചിട്ടാ എങ്ങനെയുണ്ട് ബുദ്ധി? ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിന്റെ ശരി മാത്രം കേൾക്കണ പോലെ 1000 വ്യൂ ആക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇത് നീ പറയണത് ഏതാണ് എനിക്കൊന്നും മനസ്സിലാവല്ല. അതന്നെ എനിക്ക് ഭ്രാന്താവണത്. കളിച്ചോണ്ടിരിക്കണ്. അയ്യോ വെൻപോണ് ഓടിയ പഞ്ചായത്ത് ഓടി ഓടി വെൻപോൺ. പഞ്ചായത്ത് റൗണ്ട് ഓടി 4 റൗണ്ട് ഓടി വെൻപോൺ. ഒറ്റക്കിരുന്ന് ചെയ്യണം, എന്നാലേ നമുക്ക് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കുള്ളൂ. അതെ. അണ്ണന്റെ പാത്തിയ 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 മട്ടപ്പണ്ട യമാലൊന്ന് എന്താണ്? മട്ടലപ്പണ യമാലൊന്ന് വെറുതെ ആ വഴി പോയപ്പോ കേറിയായിരിക്കും. പിന്നെ 162 പോയി. വിശാലുണ്ട് കേട്ടോ 191 പോയിനായിട്ട് 3-ാം സ്ഥാനം. നിങ്ങളെ വിശാൽ ബ്രോ ഞാൻ കണ്ടില്ല. ബ്രോ അല്ല, 3-ാം സ്ഥാനം വിശാലും, 2-ാം സ്ഥാനം കണ്ണൻ ബ്രോ 340 പോയി. ചിലപ്പോ ഷവായി തിരുവനന്തപുരത്തും പോകട്ടെ. ഒന്നെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ തൃശ്ശൂര്, അല്ലെങ്കിൽ തിരുവനന്തപുരം. 50-ലൊന്നല്ല പറഞ്ഞിരുന്നത്, മോണിറ്റൈസേഷനിൽ പറഞ്ഞിരുന്ന വാഗ്ദാനമാണ്. ഒന്നാമത് നിൽക്കുന്ന ആൾക്ക് ഷവായിന് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ 50 ആവുമ്പോ ഷവായി എടുക്കെങ്കിൽ ഷവായി കച്ചവടം നടത്തേണ്ടി വരുമല്ലോ ഇവിടെ. എന്താണ്ടാ മയത്തിലൊക്കെ നീ 50 ചോദിച്ചാ നീ ലക്ഷം കമ്മിയാ ചോദിക്കും. എല്ലാരും 50 ഒരു ദിവസം കൊണ്ടാവണം. ഉറപ്പല്ലേ. ഒരു ഓൾറെഡി 50 കിട്ടും. വീട്ടിൽ പോവാ.
അച്ഛനെ മന്നങ്ങട മോനെ. എടാ ഞാൻ മാല ഒരു പവറി കൊടുക്കടാ. കൊടുക്കാനാണ്. ആ അത് പറഞ്ഞു എല്ലാ ഈവിലും എങ്ങനെയാണ് ഇപ്പൊ ഓള് ഇറങ്ങുന്നത് നോക്കട്ടെ. കൊറേ നാളായി പേടിക്കും. എല്ലാരും mbappe അല്ല പണിക്കുമ്പോ. ഓക്കെ എടാ എന്ത് കഷ്ടമാണ് മച്ചാനെ. ലാസ്റ്റ് ടൈം ഒരു ഷോട്ട് കോൺട്രസ് കയ്യെന്ന് പിടിച്ച് കൊണ്ടാരം. ഇതെങ്ങനെ കേറിയിരുന്നു ഞാൻ കുടുംബത്ത് പോവാർന്നു. എന്താണ്ട് എന്ത് എന്തോ എരിഞ്ഞിട്ടൊക്കെ ഉള്ളച്ചേക്കും. സ്ട്രെച്ചിങ് നീ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നു. ഗ്രൗണ്ടിൽ ഇറങ്ങാൻ എത്രയാൻ പാടില്ല. Wake up. അല്ലേ അല്ലേ പാട്ടോടി ആ പാട്ടല്ലേ അവിടെ. അതേന്നു. വിനിക്ക് അല്ല റോഡ്രിഗോക്ക് വേണ്ടി എന്റെ ഭാഗ്യം. യമാലിനൊക്കെ കേറ്റിയ ഇവര് നല്ലൊരു ഇറക്കം. ഏതാണ് മുന്തില്ലാത്ത മരൊക്കെ ഇറക്കിക്കോളും. ആരാണ് ഇറക്കിയത്? ആ ഓട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ്ട് ഫോട്ടോ ഇറക്കിയിട്ടുണ്ട്. എടാ
പാട്ടും കൊണ്ട് കയറി വന്നത് ആരോ വന്നു അല്ലേ? ആ ഇവൻ നമ്മളെ ലോല 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 ലോല. ആ ഒരു റിവ്യൂയോട് കൂടി നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ഒരു ഇവന്റെ കളിയായിട്ട് വന്നാ മതിയല്ല. ഞാനുണ്ട് അപ്പൊ തന്നെ വന്നു 1000 പാവം കേട്ട് കേട്ട്. അന്നാ കോയിൻസ് എത്ര? 1K കേട്ടോ അങ്ങനെ 1500 ആക്കുന്നിട്ട് പോവാ. 1500 നാളെ ഒക്കെ. ഓക്കെ പോട്ടെ. 8 മണിയായി. മച്ചാനെ എന്താണിത്? ഇത് കഴിഞ്ഞിട്ടാണ് ഇനി ആർത്തി കയറാൻ. നീ എന്താണ് ഒരു ഉത്തരവാദിത്തരാത്തൊരു സംസാരിക്കുന്നത്? കാർ എടുത്ത് മറച്ചു വെക്കണ്ടേ? ഇലക്ട്രിക്കിന്റെ കാർ എടുത്ത് മറച്ചു വെക്കണ്ടേ? ആ ഞാനതിനാണ് ഇടിക്കണേ. 12 മണിക്കൂറൊക്കെ ഇരിക്കണേ അതിന്റെ അകത്ത്. 5 മണിക്കൂറായിട്ട് അത് ഇട്ടിട്ട് ഞാൻ അപ്പൊ തന്നെ ലേലത്തിന് വിളിച്ചങ്ങ് ഇടുക. ആ എത്രയാണോ ആൾക്കാർ ലേലം മുക്കും അതുകൊണ്ട് പോയിട്ട് നമുക്ക് വെറുതെ ഇട്ടണല്ലോ. 50 കോടി ഞാനും ഇനി കാണുന്നത്. 51 പറയുന്നു ഒരു തരം, അടുത്തുള്ള 52 പറയുന്നു 2 തരം. അവസാനം 100 കോടി എടുക്കാൻ പറയുമ്പോ വിൽക്കണില്ല ഇറങ്ങി പോക്കളാൻ പറയുക. എല്ലാ ഇടയിൽ എന്നിട്ട് ആൽബർട്ടോടെ ഒക്കെ ഇറക്കും. ആൽബർട്ടോ നിന്നൊക്കെ ഇടയിൽ ലേലത്തിന്റെ ഇറക്കും. 51 52 കയറ്റ മൂപ്പിക്കാനായിട്ട്. കേട്ടില്ല? ആൽബർട്ടോ വേണ്ട. ആൽബർട്ടോ എന്ന് പറയണതും ഞാൻ തന്നെയാണ്. പിന്നെന്താ പ്രശ്നം? എന്നിട്ട് അടുത്ത പ്രാവശ്യം ആൽബർട്ടോനെ കൊണ്ട് ലേലത്തിൽ ഇറക്കിക്കും. എന്നിട്ട് ഞാനിവിടെ വഴി എന്നിട്ട് ഞാൻ വിളിക്കും 51. ഏട്ടേലും ഏതെങ്കിലും മണ്ടം വന്ന് വാങ്ങിച്ചിട്ട് ഒക്കോളടാ.